Good morning. നമ്മളിന്ന് റിവിഷൻ ടെസ്റ്റ് അഞ്ചാമത്തേൻ്റെ അതായത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ടും കറണ്ട് ഇലക്ട്രിസിറ്റി രണ്ട് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് അതിനകത്തുള്ളത്. ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കളർ കോഡ്സ് ആർ റെഡ് സിൽവർ, ദെൻ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്നാണ്. നമുക്ക് കളർ കോഡ് അറിയണമെങ്കിൽ ഫോർമുല BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, അത് ഒരു ക്ലൂ ഉണ്ട് അല്ലേ. BB റോയ് ROY ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെ GR ബ്രിട്ടൻ ഹാസ് വേണ്ട എ വെരി ഗുഡ് വൈഫ്. ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. ആദ്യം വരുന്ന ബ്ലാക്കാണ്, ബ്ലാക്കിൻ്റെ 0. അടുത്തത് ബ്രൗൺ ആണ്, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, അടുത്തത് ബ്ലൂ 6, ബ്ലൂ ആണിത് B. അടുത്തത് വയലറ്റ് 7, G. അടുത്തത് G വരുന്നത് ഗ്രേ ആണിത്, ഗ്രേ 8, വൈറ്റ് ആണ്, അതാണ് 9. അപ്പോൾ ബ്ലാക്ക് 0, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഇതിൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ റെഡ് കളേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 കളർ എന്ന് പറഞ്ഞ വാല്യൂ, മൂന്നാമത്തത് മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ റെഡാണ് ആദ്യത്തെ വാല്യൂ. ഇപ്പോൾ റെഡാണ്, ഇപ്പോൾ 2 ആണ്. അടുത്തത് റെഡാണ് 2 ആണ്. അടുത്തത് ഇൻറ്റു 10ൻ്റെ പവറാണ്. റെഡ് ആകുമ്പോൾ 10⁻². റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22 ഓം ഇൻറ്റു 10⁻³ 1000. 10⁻³ എന്ന് പറയുമ്പോൾ 2.2 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ 2.2 കിലോ ഓമാണ്. ഇതിൻ്റെ എറർ കൂടെ ചേർക്കണം. അതിൽ ഇതിൻ്റെ എറർ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂയിലും ആദ്യത്തെ 2 വാല്യൂ കളർ വാല്യൂ എഴുതി, അടുത്തത് മൂന്നാമത്തത് മൾട്ടിപ്പിൾ എഴുതി. നാലാമത് വരുന്ന കളർ, നാലാമത്തെ കളർ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സിൽവറാണ്. അപ്പോൾ സിൽവറിൽ നിന്ന് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സിൽവർ ആണ് എങ്കിൽ, അതായത് ഗോൾഡ് ആണെങ്കിൽ 5, സിൽവർ ആണെങ്കിൽ 10, അടുത്തത് ഒരു കളറും ഇല്ലെങ്കിൽ നമുക്ക് 20% ആണ് ടോളറൻസ് ആണ് നാലാമത്തെ വരുന്നത്. അപ്പോൾ നാലാമത്തെ കളറായിട്ട് അടുത്ത് വരുന്നത് റെഡ് കഴിഞ്ഞ് അടുത്ത് വരുന്നത് സിൽവറാണ്. അപ്പോൾ 10% ആണ് ടോളറൻസ്. അപ്പോൾ കിട്ടിയ വാല്യൂ ഇതിൻ്റെ 10%. അപ്പോൾ 2.2 ഇൻറ്റു 10/100 ഇതാണ് എററായി മാറുക. ഇത്രയും കിലോ ഓം 10/100. അപ്പോൾ എന്ത് വരും? 0.22 കിലോ ഓമാണ് അതിൻ്റെ എറർ. ടോളറൻസിൽ നിന്ന് എറർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യഥാർത്ഥ വാല്യൂ എഴുതണം. സോ R എഴുതുമ്പോൾ ആദ്യത്തെ വാല്യൂ എഴുതുക 2.2 ഇൻറ്റു 10⁻³ പ്ലസ് ആർ മൈനസ്, അല്ലെ കിലോ ഓമിൽ എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 10⁻³ വേണ്ട, പ്ലസ് ആർ മൈനസ് 0.22 കിലോ ഓം. ഇവിടെ കിലോ ഓം എന്ന് എഴുതിയാൽ മതി. സോ ആൻസർ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പിക്ക് ദ ഇൻകറക്റ്റ് ഫോർമുല. J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി, സിഗ്മ ഇൻറ്റു E എന്നൊരു ഫോർമുലയുണ്ട്. ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ J എന്ന് പറയുന്നത് E/ρ. ഇതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കറക്റ്റാണ്. റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് ഫോർമുല നമുക്കറിയാം, M/N E² 2 ആണ്. അതും കറക്റ്റാണ്.
മൊബിലിറ്റി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് മൊബിലിറ്റി ഇൻറ്റു ഇ ആണ്. അതിൽ നിന്ന് മ്യൂ എടുത്താൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. അത് ശരിയാണ്. ആദ്യത്തെ മൂന്നും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാലാമത്തെ ആയിരിക്കുമല്ലോ തെറ്റ്. നമുക്ക് കണ്ടക്ടിവിറ്റി നോക്കാം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇതിൻ്റെ റെസിപ്രോക്കലാണ് വരേണ്ടത്. എൻ ഇ സ്ക്വയർ ടു ബൈ എം ആണ് വേണ്ടത്. അത് തെറ്റാണ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അതിവിടെ ഉത്തരവായിട്ട് എഴുതണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു. ഇപ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 1 ഓം. സെല്ലിൻ്റെ 16 വോൾട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ റെസിസ്റ്റർ ഉണ്ട് 4 ഓം. അതിന് പാരലായിട്ട് ഇവിടെ ഒരു 4 ഓം ഉണ്ട്. ഇവിടെ റെസിസ്റ്റർ 1 ഓം ഉണ്ട്. വീണ്ടും ഇവിടെ 12 ഓം ഉണ്ട്. താഴെ 6 ഓം ഉണ്ട്. 12 ഓം 6 ഓം. A network of resistance connected to a 16 volt battery with the internal resistance. ഇതിൻ്റെ internal resistance സ്മാൾ r ആണ് 1 ഓം. As shown in figure, the equivalent resistance of the network is. ഇതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും റെസിസ്റ്റൻസ്, ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ വാല്യൂ എന്ന് പറയുന്നത് 4ഉം ഇത് 4ഉം. ഇത് രണ്ടും പാരലാവുമ്പോൾ 4ഉം 4ഉം 4/2 ഒരേ വാല്യൂ ആണെങ്കിൽ എത്ര ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം പാരലാവുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 2 ഓം ആവും. ഇത് 1 3. 2 + 1 3 ആയി. ഇത് രണ്ട് സീരീസ്, അതവിടെ നിൽക്കട്ടെ. 12ഉം 6ഉം 12 × 6/12 + 6. 12 × 6 R1 R2/R1 + R2 ആണ്. 12 + 6 അതാണ് R പാരലൽ അവിടുത്തെ ഇതിൻ്റെ വാല്യൂ. അപ്പോൾ 12 × 6/18 3 വരും. ഇത് 4 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് 4. ഇത് ആ 4ഉം ഈ 1ഉം ഈ 2ഉം സീരീസ് ആണ്. 2 1 3 4 3 7. അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത്. അത് 7 ഓം ആണ്. ആൻസർ 2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെൽ ഫോർ. ഒരു സെല്ലിൽ നിന്ന് മാക്സിമം കറണ്ട് ഒഴുകണമെങ്കിൽ അല്ല റെസിസ്റ്റൻസ് ഉണ്ടാവരുത്. അപ്പോഴാണ് അത് EMF ഓഫ് ദ സെൽ കിട്ടും. മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെൽ ഫോർ R = 0. റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, മാക്സിമം കറണ്ട് ഒഴുകും. സോ ആൻസർ ഇസ് 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A filament of 60 watt bulbs and 100 watt bulbs are of the same length. Then ഏതാണ് തിക്ക് ഏത് തിന്നെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റെസിസ്റ്റൻസ് രണ്ടിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പവറിൽ നിന്ന് റെസിസ്റ്റൻസ് അറിയണമെങ്കിൽ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ P = V²/R. ഇതാണ് ഫോർമുല. പവർ P = V²/R. അപ്പോൾ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കൂടുന്തോറും പവർ കുറയും, റെസിസ്റ്റൻസ് കുറയും തോറും പവർ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും 60 40 ആണെങ്കിൽ റെസിസ്റ്റൻസ് R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ആണ്. കാരണം ഇത് ഡിസൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇത്ര വോൾട്ടേജിനാണ് ഇത്ര പവർ. അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ. അപ്പോൾ 60 വാട്ടും 40 വാട്ടുമാണ് എങ്കിൽ പവർ കൂടിയതിന് റെസിസ്റ്റൻസ് കുറവും. അപ്പോൾ R100 ഈസ് ലെസ് ദാൻ R60. അല്ലെങ്കിൽ എഴുതാം R60 ഈസ് ഗ്രേറ്റർ ദാൻ R100. അതായത് പവർ കുറയും തോറും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പവർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ രണ്ടിലും വെച്ചിട്ട് പവർ കൂടിയത് 60 വാട്ടും അല്ല, റെസിസ്റ്റൻസ് കൂടിയത് 60 വാട്ടിൻ്റെയും റെസിസ്റ്റൻസ് കുറഞ്ഞത് 100 വാട്ടിൻ്റെയുമാണ്. അതുവരെ ക്ലിയറായി. ഇനി നമുക്ക് ഇത് ഏതാണ് തിക്ക് ഏത് തിന്നാണ് എന്ന് നോക്കണം. റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് ρL/A. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ്, ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഈ കണക്കിൽ തന്നിട്ടുണ്ട് ഓഫ് സെയിം ലെങ്ത് ആണ്, ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, റോയിങ് കോൺസ്റ്റൻറ്റ്, R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. അപ്പോൾ ഏരിയ കൂടിയതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവ്
100-നാണ് 100 വാട്ട്സ് പവറിനാണ് റെസിസ്റ്റൻസ് കുറവ്. അപ്പോൾ അതിനായിരിക്കും ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതൽ. അപ്പോൾ അതായിരിക്കും തിക്ക് വയർ. അപ്പോൾ തിക്ക് വയർ എന്ന് പറയുന്നത് 100 വാട്ട് ഫിലമെൻറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 electric bulbs marked 25 watt 220 volt and 100 watt 220 volt are connected in series to 440 volt supply. Which bulb will fuse? ഏതായിരിക്കും ഫ്യൂസ് ആവുക? ഇപ്പോൾ ഈ 2 ബൾബ് എടുത്തിട്ട് നോക്കുമ്പോൾ ഏതിനാണ് പവർ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് R is equal to റെസിസ്റ്റൻസ് ഓഫ് 25 കണ്ടുപിടിച്ചാൽ R25 കണ്ടുപിടിച്ചാൽ R is equal to V square by P. അപ്പോൾ 220 into 220 by പവർ എന്ന് പറയുന്നത് 25. 1926 എന്ന് വരും, ഓംസ് എന്ന് വരും. ഇനി റെസിസ്റ്റൻസ് ഓഫ് 100, അടുത്തത് റെസിസ്റ്റൻസ് 100 വാട്ടിനാണ്. R100 കണ്ടുപിടിക്കണമെങ്കിൽ അതും V സ്ക്വയർ ബൈ P എന്ന് പറയുന്ന ഫോർമുലയിൽ 220 into 220 by 100 484 ആയിരിക്കും ഓംസ്. ഇപ്പോൾ ഇത് രണ്ടിനെ സീരിയസ് ആയി കണക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഈ ബൾബിനെയും അടുത്ത ബൾബിനെയും സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. എത്ര വോൾട്ട് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കണേ? 440 വോൾട്ട് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുക. ഏതായിരിക്കും ഫ്യൂസ് ആകും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് 2 സീരിയസ് ആകുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് അറിയണമെങ്കിൽ ഇഫക്റ്റ് റെസിസ്റ്റൻസ് വേണം. അപ്പോൾ R സീരിയസ് എന്ന് പറയുമ്പോൾ 2നെ ആഡ് ചെയ്യണം. 1920 484 R1 പ്ലസ് R2 ആണ്. 1926 പ്ലസ് 484 10 11 2410 എന്ത് വരും? ഓക്കെ, ഇത്രയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇത്രയുമാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് I എന്ന് പറയുന്നത് V അപ്ലൈഡ് വോൾട്ടേജ് ബൈ V ഡാഷ് ബൈ R റെസിസ്റ്റൻസ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 440 ബൈ 2410 വരും. ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഈ കറണ്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ 0 ക്യാൻസൽ ആവും. 44 ബൈ 241 എന്താ വരും? ഓക്കെ, 42 എന്താ വരും? ഓക്കെ, ഇപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി. എങ്കിൽ ആദ്യത്തെ ഇതിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. ആദ്യത്തേൽ, അതായത് 60 വോൾട്ടിൽ കണ്ടുപിടിക്കുന്ന 25 വോൾട്ടിൽ ഡ്രോപ്പ്. ഇതിലെ വോൾട്ടേജ് അറിയണമെങ്കിൽ V25 അറിയണമെങ്കിൽ V is equal to I into R. ഈ കറണ്ട് 44 ബൈ 241 ആണെന്ന് തോന്നുന്നു ഇൻറ്റു I into R. അതിലെ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന പോലെ 1926 മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇതിലെ വോൾട്ടേജ് 352 എന്ന് വരും. അപ്പോൾ അടുത്തതിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 440 നിന്ന് ഇത് കുറയ്ക്കാം. 352 കുറച്ചാൽ 88 വരും. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് വോൾട്ടേജ് 352, അവിടുത്തേത് 88 വോൾട്ടാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയണം, ഈ ബൾബിന് താങ്ങാൻ കഴിയുന്ന 220 വോൾട്ടാണ്. അതിനേക്കാൾ ആരാണോ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അത് ഫ്യൂസ് ആവും. അപ്പോൾ ഇവിടെ ഫ്യൂസ് ആവുന്ന ബൾബ് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും 25 വാട്ട് ബൾബായിരിക്കും. ഓക്കെ, 7th question. Masses of 3 wires of copper are in the ratio 1:3:5. അപ്പോൾ M1:M2:M3 1:3:5 എന്ന് തന്നിട്ടുണ്ട്. മാസസ് ഓഫ് 3 വയേഴ്സ്. ഓക്കെ, ലെങ്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. L1:L2:L3 ഈക്വൽസ് 5:3:1. എങ്കിൽ ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്തെന്നാണ് ചോദ്യം. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R is equal to ρL/A. ഇവിടെ ലെങ്തിൻ്റെ റേഷ്യോ ഓക്കെ തന്നിട്ടുണ്ട്.
ഏരിയയുടെ റേഷ്യോ തന്നിട്ടില്ല, അതിന് പകരം മാസിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയയെ മാസിലേക്ക് മാറ്റണം. ഒരു വയറിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഞാൻ ഡെൻസിറ്റി ഡി എന്ന് വിളിച്ചു, കാരണം ഇവിടെ റെസിസ്റ്റിവിറ്റി റോ ഉള്ളത് കൊണ്ട് ഡി എന്ന് വിളിച്ചു. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഏരിയ നമുക്ക് ഇൻ ടേംസ് ഓഫ് മാസിൽ എഴുതാം. എം ബൈ എൽ ഇൻറ്റു ഡി. ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എക്ക് പകരം എം ബൈ എൽ ഡി. ആ എൽ മുകളിൽ പോകുമ്പോൾ എൽ സ്ക്വയർ ഇൻറ്റു ഡി. ഇപ്പോൾ മെറ്റീരിയൽ സെയിം ആണ്, അതുകൊണ്ട് റെസിസ്റ്റിവിറ്റിയും ഡെൻസിറ്റിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം. അപ്പം ഇനി ഉത്തരമായി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഓരോ കേസിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് ഉത്തരവാകും. അപ്പോൾ ഇത് പഠിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട് ക്ലാസ്സിൽ, ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം. അപ്പോൾ R1 എടുക്കുമ്പോൾ R1 പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ, എല്ലിൻ്റെ വാല്യൂ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ബൈ M1. R2 പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ, അപ്പോൾ 3 സ്ക്വയർ 9 ബൈ M3, അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 3 എന്ന് വരും. R3 പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം, എൽ 1 ബൈ 25. ഇനി നമുക്ക് R1 ബൈ R2. സോ R1 ഇസ് ടു R2 ഇസ് ടു R3 ഇസ് ഈക്വൽ ടു 25 ഇസ് ടു 3 ഇസ് ടു 1 ബൈ 5. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 5 കൊണ്ട് കോമൺ റേഷ്യോ അല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ R1 ഇസ് ടു R2 ഇസ് ടു R3. ഇതിന് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 ഇസ് ടു 15 ഇസ് ടു 1 എന്ന് വരും. സോ ആൻസർ ഈസ് 125 ഇസ് ടു 15 ഇസ് ടു 1. ഓപ്ഷൻ 4. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഗിവൺ സർക്യൂട്ട് ദ വോൾട്ടിമീറ്റർ റെക്വയർസ് 5 വോൾട്ട്. അപ്പോൾ ഈ വോൾട്ടിമീറ്റർ 5 വോൾട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്ലൈ ചെയ്ത വോൾട്ട് 10 വോൾട്ടാണ്. ഇത് 5 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജും 5 തന്നെയായിരിക്കും. അപ്പോൾ ഈ വോൾട്ടേജ് 5, ഇത് 10 ആണ്. ഇത് 5 ആയതുകൊണ്ട് ഇതും 5, 10 തന്നിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ 5 വോൾട്ട്, ഇവിടെ 5 വോൾട്ട് ആണെങ്കിൽ ഈ റെസിസ്റ്റൻസും ഈക്വൽ ആവും. അപ്പോൾ ഇത് 50 ഓം ആണെങ്കിൽ വോൾട്ടിമീറ്ററും ഈ റെസിസ്റ്ററും ചേർന്നതായിരിക്കും 50 ഓം. ക്ലിയർ ആയാലും അത്രയേ ഉള്ളൂ. കാരണം ഈക്വലായിട്ട് വോൾട്ടേജ് ഡിവൈഡ് ആണെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 R2 ബൈ R1 പ്ലസ് R2 ആണ്. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ടിമീറ്റർ ഇൻറ്റു 100 ബൈ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ടിമീറ്റർ പ്ലസ് 100, R1 R2 ബൈ R1 പ്ലസ് R2 മസ്റ്റ് ബി ഈക്വൽ ടു ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം 50. സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 RV പ്ലസ് 50ൻ്റെ കൂടെ 2 0 ഈക്വൽസ് 100 RV. ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. 100 RV മൈനസ് RV 50 RV. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത് 50 RV എന്ന് പറയുമ്പോൾ 50,000 സോ RV ഇസ് ഈക്വൽ ടു 5000 ബൈ 50, 100 ohms. ഇപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ടിമീറ്റർ 100 ഓം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ആൻഡ് ബി? ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, ക്ലോസ്ഡ് അല്ല. ഓപ്പൺ സർക്യൂട്ട് ആണ് എങ്കിൽ കറണ്ട് എടുക്കുന്നില്ല. വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം എ സെൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സർക്യൂട്ട് വിൽ ബി ഈക്വൽ ടു ദ EMF ഓഫ് ദ സെൽ. കറണ്ട് എടുക്കുന്നില്ലെങ്കിൽ നോ ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യൽ അക്രോസ് ദ സെൽ, സോ ദ EMF വിൽ ബി ഡെവലപ്ഡ് അക്രോസ് ദ terminals of the circuit. So voltage across AB is equal to EMF of the circuit. So answer is 60 volt. Question option 1. Next question. The magnetic force acting on a charged particle of charge തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് -2 മൈക്രോ കൂളം. In a magnetic field തന്നിട്ടുണ്ട് B.
2 Tesla. Acting in y direction. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് y ഡിറക്ഷനാണ്. ഇത് x ഡിറക്ഷൻ ഇരിക്കട്ടെ, ഇത് y ഡിറക്ഷൻ, എക്സ് വൈ, ഇങ്ങോട്ട് z ഡിറക്ഷൻ. The magnetic force acting on a charged particle of charge -2 microcoulomb in a magnetic field 2 Tesla. Magnetic field is acting along y direction. അപ്പോൾ ഇത് ജയിലാണ് ആക്ട് ചെയ്യുക, ജയിൽ വെക്ടറിൽ എഴുതുമ്പോൾ. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, വെക്ടർ v 2i + 3j. അത് എക്സ് വൈ പ്ലെയിൻ ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ദിശയിൽ ഇതിൻ്റെ വെലോസിറ്റി 2iയും y ദിശയിൽ ഇതിൻ്റെ വെലോസിറ്റി 3jയും എന്നാണ്. അതാണ് അതിൻ്റെ വെലോസിറ്റി. എക്സ് ദിശയിൽ ഇതിൻ്റെ വെലോസിറ്റി 2i, y ദിശയിൽ വെലോസിറ്റി 3യുമാണ്. ഇൻറ്റു 10⁻6 ഉണ്ട്, ഇൻറ്റു 10⁻6 ഉണ്ട് m/s. എങ്കിൽ നമുക്ക് വേണ്ടത് ഫോഴ്സ് എന്താണ്? അപ്പോൾ ഫോഴ്സ് അറിയണമെങ്കിൽ Q × V × B, ഇതാണ് ഫോർമുല. ഫോഴ്സ് F = QVB sin θ, പിന്നെ Q × V × B sin θ. ഇപ്പോൾ നോക്കിക്കോളൂ, Q × V × B, അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ചെയ്താലും മതി ആൻസർ. ഇപ്പോൾ ഇവിടെ നമുക്ക് റൂൾ ഉപയോഗിക്കാം, വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കാം. ചാർജ് -Q ആണ്, മാഗ്നറ്റിക് ഫീൽഡ് y ദിശയാണ്. ഇനി y ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ടല്ലോ, അത് എക്സ് ആക്സിസ്. y ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എക്സ് ആക്സിസ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ I ക്രോസ് എടുത്താൽ മതി, ഇതിൻ്റെ I ക്രോസ് എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് -2 ഇൻറ്റു വെലോസിറ്റി, ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ I എടുത്താൽ മതി 2, കാരണം അത് പെർപെൻഡിക്കുലറാണ്. 2 ഇൻറ്റു B മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു 2, θ 90 ആണ്, sin 91. സോ -8 എന്ന് വരും. ഇവിടെ ഇതിൻ്റെ ഡിറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഡിറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് +Q ചാർജ് ആണ് എങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇടത് കൈയിലെ 4 ഫിംഗർ കാണിക്കുന്നു. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ മിഡിൽ ഫിംഗർ കാണിക്കുന്നു. സ്ട്രെച്ച്ഡ് തം, ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഈയുടെ പോസിറ്റീവ് ആണ്. പക്ഷേ നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടാണ് പിടിക്കുക, അങ്ങോട്ടാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് ചലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഫോഴ്സ് ഉള്ളിലോട്ടാണ്, അപ്പോൾ ഇസഡിൻ്റെ നെഗറ്റീവ്. അതുകൊണ്ടാണ് ആൻസർ 8 ന്യൂട്ടൺ ഇൻ -z ഡിറക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ കറണ്ട് I1 carrying wire AB is placed near and another long wire CD. അതായത് ഇങ്ങനൊരു CD എന്ന് പറയുന്ന ഒരു വയറുണ്ട്, CD. ഇവിടെ I2 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഇവിടെ ഒരു വയറുണ്ട്, എയും ബിയും, ഇതിൽ I1 കറണ്ട് ഒഴുകുകയാണ്, കറണ്ട്. എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത്. ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഞാനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ്, ഏതെങ്കിലും ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എടുത്തു. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/2πr, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള വയറാണെന്നിരിക്കട്ടെ, 2πr എന്നാണ്. പക്ഷേ ഈ ആറിന് പകരം ഇവിടെ എക്സ് എന്ന് എഴുതാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് അകന്നകന്ന് പോവുകയാണ് ഡിസ്റ്റൻസ്, കാരണം ഇവിടെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതിരിക്കണം. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് കുറവ്, അങ്ങോട്ട് പോകുന്തോറും ഡിസ്റ്റൻസ് വേരി ആവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്തോറും കുറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫോഴ്സ് F എന്ന് പറയുന്നത് BI × dr. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ BIL sin θ എന്നാണ്. B × I × L എന്ന് പറഞ്ഞാൽ dr × sin. ഇതിവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്പിങ്ങനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, ആ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്നതോറും വേരി ആവുന്നുണ്ട്, കുറയുന്നുണ്ട്, ഡിസ്റ്റൻസും വേരി ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും മാഗ്നറ്റിക് ഫീൽഡ് കുറയും, സ്വാഭാവികമായിട്ടും ഫോഴ്സും കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവല്ല ഇവിടെ ഉണ്ടാകുന്നത്, ഇങ്ങോട്ട് പോകുന്നതോറും ഫോഴ്സിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഫോഴ്സ് ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ റൂൾ ഉപയോഗിച്ചാൽ ഇതിവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലത് കൈയിലെ തമ്പ് കറണ്ട് ഒഴുകുന്ന ദിശയിലേക്ക് പിടിക്കുക,
തമ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ ടിപ്പ് ഓഫ് ദി ഫിംഗർ തൊടുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയെങ്കിൽ ഇതിവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, ഇവിടെ കറണ്ട് ഒഴുകുന്ന ഇങ്ങോട്ടാണെങ്കിൽ ഫോഴ്സ് മുകളിലോട്ട്. അപ്പോൾ ഫോഴ്സ് മുകളിലോട്ടാണ്. പക്ഷേ ഡിസ്റ്റൻസ് dr മാറുന്നതനുസരിച്ച് ഫോഴ്സിൻ്റെ അളവ് മാറും. ഫോഴ്സ് വ്യത്യാസം വരുന്നത് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യും, ഫോഴ്സ് മുകളിലോട്ടായതുകൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകും, റൊട്ടേറ്ററി മോഷൻ ഉണ്ടാകും. ഫോഴ്സ് ഉള്ളത് കൊണ്ട് മുകളിലോട്ട് പോകും ഡിസ്പ്ലേസ്മെൻറ്റ്, ഒപ്പം ഫോഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ട് രണ്ട് വ്യത്യസ്ത ഫോഴ്സ് ആയതുകൊണ്ട് റൊട്ടേറ്ററി മോഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ലോറൻസ് ഫോഴ്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ചാർജ് എൻ്ററാവുന്ന സ്ഥലത്ത് ഇലക്ട്രിക് മാഗ്നറ്റിക് രണ്ട് ഫീൽഡ് ഉണ്ടായെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് നെറ്റ്, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്, ക്യൂ ഇൻറ്റു ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എഫ് നെറ്റ്, ഇവിടെ ക്യൂ കോമൺ ആയിട്ട് വെളിയെടുക്കാം, ഇ പ്ലസ് വി ക്രോസ് ബി. So option 1. Okay. Next question. Two wires of same length are shaped into a square and a circle. അപ്പോൾ ഒരേ നീളമുള്ള രണ്ട് വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എല്ലാണ്, ഇതിൻ്റെ ലെങ്ത് എല്ലാണ്. ഒന്നിനെ സ്ക്വയർ ആക്കി ഇതിനെ, രണ്ടാമത്തേതിനെ സർക്കിളാക്കി ഇതിനെ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് ഞാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തോളാം. ഓക്കെ, ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കാം, ഇതും ക്യാപിറ്റൽ എൽ. അതിനെ ഒന്നിനെ സ്ക്വയർ ആക്കി മറ്റൊന്നിനെ സർക്കിളാക്കി. സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവും ആർ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ലെങ്ത് എൽ എന്ന് വിളിച്ചാൽ 4 ഇൻറ്റു എൽ ആയിരിക്കും ക്യാപിറ്റൽ എൽ. 4 ഇൻറ്റു എൽ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഒരു സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് L/4. ഇവിടെ അതേ ലെങ്തിനെ കൊണ്ട് സർക്കിളാക്കി. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr, അതാണ് ഈ തന്നിരിക്കുന്ന എൽ. സോ r is equal to L/2π. അപ്പോൾ ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് L/2π എന്ന് എടുത്തു. ഇവിടെ L ഇൻ ടേംസ് ഓഫ് സൈഡ് ലെങ്ത് എടുക്കുമ്പോൾ L എന്ന് പറഞ്ഞാൽ L/4. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. എന്തിനാണ് ഇപ്പോൾ എൽ സ്മാൾ എല്ലും സൈഡ് ലെങ്ത് റേഡിയസ് കണ്ടുപിടിച്ചെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം. അതിൻ്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് എ കറണ്ട് ക്യാരി ലൂപ്പ് എന്ന് പറയുമ്പോൾ, കറണ്ട് ക്യാരി ലൂപ്പിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഏരിയ, കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് തന്നെ അവിടെ ഒഴുകുന്നു. അപ്പോൾ കറണ്ട് പ്രശ്നമല്ല, അപ്പോൾ പിന്നെ ഏരിയ ആണ് പ്രശ്നം. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഓഫ് ദ loop by dipole moment of circle, ഇത് സ്ക്വയർ ലൂപ്പ്, അത് സർക്കിൾ എടുത്തോളൂ, ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ, വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് എടുക്കുക, അതാണ് നല്ലത് അല്ലേ. ഡൈപോൾ മൊമെൻ്റ് ഓഫ് സ്ക്വയർ ബൈ ഡൈപോൾ മൊമെൻ്റ് ഓഫ് സർക്കിൾ ഈക്വൽസ് ഏരിയ ഓഫ് ദ സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്മോൾ, ഇതിൻ്റെ സൈഡ് ലെങ്ത് എല്ലാണെങ്കിൽ L², ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ π ഇൻറ്റു r². അപ്പോൾ അവിടെ നമുക്ക് സ്മാൾ എല്ലും വേണം ആറും വേണം. അതുമാണ് ഞാൻ ആദ്യമേ എഴുതി വെച്ചത്. സോ ഡൈപോൾ മൊമെൻ്റ് ഓഫ് സ്ക്വയർ ബൈ ഡൈപോൾ മൊമെൻ്റ് ഓഫ് സർക്കിൾ ഈക്വൽസ് എല്ലിൻ്റെ വാല്യൂ L/4. അപ്പോൾ L² ആകുമ്പോൾ L²/16 ബൈ π ഇൻറ്റു r². ആറിൻ്റെ വാല്യൂ ഇതായിരിക്കുന്നുണ്ട്. അപ്പോൾ L²/4π². ആ 4π² അല്ല ഇവിടെ എഴുതാം, 4π². ഈ L² ക്യാൻസൽ ആവും, ഒരു π ഇവിടെ ക്യാൻസൽ ആവും, 4 മുകളിൽ വരും, 4π മുകളിൽ വരും, താഴെ 16 ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ π/4 എന്ന് വരും. π/4. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ. Proton, deuteron and alpha particles are accelerated through the same potential difference, enter a region of a uniform magnetic field moving at right angles to B. What is the ratio of the kinetic energy? ഇവിടെ പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എല്ലാം സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് ആക്സലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ
ഇൻറ്റു വി അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു വി. ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ക്യൂ വി എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആയി മാറും. When a charge Q is accelerated by a potential V, then its potential energy is equal to QV, which will be converted into kinetic energy half mv square. ഈ V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇത് കൈനറ്റിക് എനർജി എന്ന് വിളിക്കൂ, കൈനറ്റിക് എനർജി, ഇത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. രണ്ടും എല്ലാം ഒരേ പൊട്ടൻഷ്യൽ കൊടുത്താണ് ആക്സിലറേറ്റ് ചെയ്യുക. പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം ആക്സിലറേറ്റ് ചെയ്യുന്നത് സെയിം പൊട്ടൻഷ്യൽ. സോ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ചാർജ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റേഷ്യോ അറിയണമെങ്കിൽ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ചാർജ് ക്യൂ. ഡ്യൂട്രോൺ, ഒരു പ്രോട്ടോണും ന്യൂട്രോണിന് ചാർജ് ഇല്ല, അപ്പോൾ അതും ക്യൂ. മൂന്നാമത്തേത് ആൽഫ പാർട്ടിക്കിൾ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണാണ്, അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് 2Q. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ Q:2Q. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ 1:1:2. കാര്യം പറയണ്ടല്ലോ. സോ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഇതാണ്. കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് 2Q. റേഷ്യോ എടുത്താൽ 1:1:2 വരും. സോ ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 15. Proton of energy 8 electron volt is moving in a circular path in uniform magnetic field. Energy of alpha particle moving in the same magnetic field along the same path. അപ്പോൾ എനർജി ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട് 8 ഇലക്ട്രോൺ വോൾട്ട്. 2 കേസിലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം എന്ന് തന്നിട്ടുണ്ട്, 2 കേസിലും റേഡിയസും സെയിം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ √2m EK ബൈ റൂട്ടിൻ്റെ വെളിയിലാണ് BQ. ഇപ്പോൾ 2 കേസിലും റേഡിയസ് സെയിം, 2 കേസിലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണെങ്കിൽ 2 കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. √m/EK/Q ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സ്ക്വയർ ചെയ്യുക, m/EK/Q² ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. സോ EK എന്ന് പറയുമ്പോൾ Q²/2 EK proportional to Q²/m. ഇപ്പോൾ ആൽഫയുടെ കേസ് എടുക്കുമ്പോൾ ഈ ആൽഫ എടുക്കുമ്പോൾ Q²/m ആണ്. ഈ ആൽഫ പ്രൊപ്പോർഷണൽ ടു Q²/m തന്നെ, മാറ്റമില്ല. കാരണം ഒരു ചാർജ് ഒരു മാസ്. ആൽഫ അല്ലല്ലോ, പ്രോട്ടോൺ. ഈ പ്രോട്ടോൺ എടുക്കുമ്പോൾ ഈ ജനറൽ ഫോർമുല, ഈ പ്രോട്ടോൺ എടുക്കുമ്പോൾ പ്രൊപ്പോർഷണൽ ടു Q²/m, കാരണം ഒരു ചാർജ് ഒരു മാസമാണ്. അതേസമയത്ത് രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കേസ് ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നതിൽ 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ അതിൽ ചാർജ് എടുക്കുമ്പോൾ 2Q². അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 2Q² എന്ന് പറയുമ്പോൾ 4Q² ബൈ 2 പ്രോട്ടോണും 2 ന്യൂട്രോൺ, പ്രോട്ടോൺ ഏതാണ്ട് ഈക്വൽ മാസ്, അപ്പോൾ 4m വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴും Q², ഈ ആൽഫ പ്രൊപ്പോർഷണൽ ടു Q²/m തന്നെ വരും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2 എടുത്തോളൂ. ഇക്വേഷൻ നമ്പർ 2/1, ഈ ആൽഫ ബൈ ഈ പ്രോട്ടോൺ എടുത്താൽ Q²/2 ക്യാൻസൽ ആവും, 1 വരും. അപ്പോൾ ഈ ആൽഫ ഇസ് ഈക്വൽ ടു ഈ പ്രോട്ടോൺ, ഈ ആൽഫ ഇസ് ഈക്വൽ ടു ഈ പ്രോട്ടോൺ. ഈ പ്രോട്ടോൺ 8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഈ ആൽഫയും 8 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് ഈസ് ഫോംഡ് ബൈ വൈൻഡിങ് 20 ടേൺസ് പെർ സെൻറ്റിമീറ്റർ. ഇതൊരു സോളിനോയിഡാണ്. ഇതിൽ 20 ടേൺസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, അതിനാണ് സ്മോൾ n എന്ന് പറയാം. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, 20 ടേൺസ് ബൈ ലെങ്ത് സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ താഴെ 10⁻² വരും. അപ്പോൾ മുകളിൽ പോകുമ്പോൾ പ്ലസ് ആവും. ഇപ്പോൾ ടേൺസ് പെർ മീറ്റർ ആവും, ടേൺസ് പെർ മീറ്റർ. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 × 10⁻3. ഇത് മുകളിൽ വരും പ്ലസ് ആവും, ടേൺസ് പെർ മീറ്റർ. അത് കിട്ടി. കറണ്ട് നെസസറി ടു പ്രൊഡ്യൂസ്, കറണ്ട് വേണം I. ടു പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറഞ്ഞാൽ 20 മില്ലി ടെസ്ല. 20 മില്ലിയെ മാറ്റുക 10⁻³ ഇത്രയും ടെസ്ല. ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ എത്ര കറണ്ട് വേണമെന്നാണ്. അത് എയറിലാണെന്ന് അസ്യൂം ചെയ്യാം.
is formed by binding centimeter. Where media തരാത്തതുകൊണ്ട് inside a solenoid കണ്ടുപിടിക്കണമെങ്കിൽ media തരാത്തത് കൊണ്ട് എയർ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് എന്ന് പറയുന്നത് mu0 Ni. mu0 into Ni. അതിൽ നിന്ന് നമുക്ക് I കണ്ടുപിടിക്കണം. B by mu0 into N. ബിയുടെ വാല്യൂ 20 into 10 raised to minus 3 by mu0 4 pi. പൈയുടെ വാല്യൂ 3.14 into 10 raised to minus 7 into N. N എന്ന് പറഞ്ഞാൽ number of turns per unit length. 2 into 10 raised to 3. 10 raised to 3. സോൾവ് ചെയ്യുക. കറണ്ട് കിട്ടും 8 ആംപിയർ എന്ന് കിട്ടും. സോൾവ് ചെയ്യുക. That's all. Next question. 17. 2 wires with the currents. I1 തന്നിട്ടുണ്ട് കറണ്ട്. നമുക്ക് 2 ആംപിയർ എന്ന് എടുക്കാം. I2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കറണ്ട് 1 ആംപിയർ. ഇവിടെ കറണ്ട് നോക്കുക. താഴത്തെ കറണ്ട് മുകളിലോട്ടും ഈ I1 ഇതെടുത്തു. I1 ഞാൻ എടുത്തു 2 ആംപിയർ. ഇത് I2 എന്ന് എടുത്തു 1 ആംപിയർ. അത് I3 എന്ന് എടുത്തു 3 ആംപിയർ. ഈ I1 താഴെ നിന്ന് മുകളിലോട്ടും I2 മുകളിൽ നിന്ന് താഴോട്ടുമാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ലൂപ്പിൻ്റെ വെളിയിലാണ് I3. എടുക്കുന്ന ലൂപ്പിൻ്റെ വെളിയിൽ വരുന്ന കറണ്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇത് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ബാക്കി നെറ്റ് കറണ്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് ലൈൻ ഇൻ്റഗ്രൽ B dot dl is equal to mu0 times net current enclosed by the circuit ആണ് സെഗ്മ I. സെഗ്മ I എടുക്കുന്ന സമയത്ത് ഇവിടെ mu0 ഇൻറ്റു I1 ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ടാണെങ്കിൽ ഇവിടെ I1 മൈനസ് I2 എടുക്കണം. ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട്. പക്ഷേ വെളിയിൽ ലൂപ്പിൻ്റെ വെളിയിൽ വരുന്നത് എടുക്കേണ്ട, അത് ഒഴിവാക്കുക. അപ്പോൾ ആൻസർ mu0 ഇൻറ്റു 2 മൈനസ് 1. സോ ആൻസർ ഈസ് mu0. ലൈൻ ഇൻ്റഗ്രൽ B dot dl അറൗണ്ട് ദ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് mu0 എന്ന് വരും. ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A conducting circular loop of radius r carries constant current I. It is placed in uniform magnetic field B such that B is perpendicular to the plane of the loop. The magnetic force acting on the loop. നമ്മൾ സാധാരണ കോൺസെപ്റ്റ് പറയുമ്പോൾ ചെയ്യുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. എപ്പോഴും ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ടോർക്കാണ്. എപ്പോഴും എടുക്കുന്ന ആംഗിൾ പ്ലെയിനിൻ്റെ നോർമലിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. പ്ലെയിനിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ഓർത്ത് വെച്ചേക്കുക. കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ ക്യാരീസ് എ കറണ്ട് I. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് B ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. B ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഇങ്ങനെ വരച്ചു വന്നിരിക്കട്ടെ. ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. സൗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയാണ് വരിക. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് വെളിയിൽ, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഇപ്പോൾ കോയിൽ എങ്ങനെയാണ് വെച്ചിരിക്കണേ? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B സച്ച് ദാറ്റ് B ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതായത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, പ്ലെയിൻ ഇങ്ങനെയാണ്. പ്ലെയിനിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഒരേ ദിശയാണ്. പ്ലെയിൻ ഇങ്ങനെയാണ്, ഇങ്ങനല്ല ഇരിക്കണേ, ഇങ്ങനെയാണ്. അപ്പോൾ അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിൻ്റെ നോർമൽ എന്നാണ് തന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിൻ്റെ നോർമൽ. അപ്പോൾ പ്ലെയിനിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡിന് ഇടയ്ക്കുള്ള ആംഗിൾ ഇത് നോർമലാണ്. മാഗ്നറ്റിക് ഫീൽഡിനും പ്ലെയിനിന് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് MB സൈൻ തീറ്റ ആണ്. തീറ്റ ഈസ് 0, സൈൻ 0 0, ടോർക്ക് 0. ഒരു ടോർക്കും ആക്ട് ചെയ്യില്ല. സോ ആൻസർ ഈസ് 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. കോൺസെപ്റ്റാണ്, നമുക്കൊക്കെ അറിയാം. ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നെറ്റ് ചാർജസ്. ഒരു കണ്ടക്ടർ ഞാൻ എടുത്തു. ഈ കറണ്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ കണ്ടക്ടറിൽ നെറ്റ് ചാർജ് എടുത്താൽ സ്വാഭാവികമായിട്ട് ഓൾവേസ് 0 ആയിരിക്കും. നെറ്റ് ചാർജ് Q നെറ്റ് ഈസ് ഓൾവേസ് 0.
കോൺസെപ്റ്റാണ്, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nichrome, manganene or manganene is widely used in wire bond standard resistors because of their. അതായത് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ്, അതുപോലെ തന്നെ മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഇതിൻ്റെയൊക്കെ വയേഴ്സ് ഉണ്ടാക്കുന്നത് മാംഗനീൻ അല്ലെങ്കിൽ നിക്രോം എന്ന് പറയുന്ന വസ്തുക്കളാണ്. മാംഗനീൻ അല്ലെങ്കിൽ നിക്രോം. എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മീറ്റർ ബ്രിഡ്ജ് ഉപകരണം കുറേ സമയത്ത് ഈ കറണ്ട് കടത്തി വിടുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് റെസിസ്റ്റൻസ് ഉള്ളതാണ്, ചൂടാവും. H=I²RT, ചൂടാവും. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. സാധാരണ മെറ്റീരിയൽ എടുത്താൽ അതിന് ഹൈ ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അത് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ഒരുപാട് റെസിസ്റ്റൻസ് മാറ്റം വരും. അപ്പോൾ അത്തരം വയേഴ്സ് നമ്മൾ സാധാരണ ഉള്ള വയർ ഉപയോഗിച്ചാൽ നമ്മൾ മീറ്റർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ഉപകരണം കണക്ട് ചെയ്തിട്ട് അപ്പോൾ റീഡിങ് എടുക്കുമ്പോൾ ഒരു റീഡിങ് കിട്ടും. കുറേ കറണ്ട് കടത്തി വിടും, കുറേ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് തന്നെ മാറും, വേറൊരു വാല്യൂ കിട്ടും, അപ്പോൾ എറർ വരും. പക്ഷേ ഈ നിക്രോം അല്ലെങ്കിൽ മാംഗനീൻ എന്ന് പറയുന്ന എലമെൻറ്റിന് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് വളരെ കൂടുതൽ, പെട്ടെന്ന് റെസിസ്റ്റൻസ് മാറില്ല. സോ വെരി വീക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റിവിറ്റിക്ക് ടെമ്പറേച്ചർ കൊണ്ട് പെട്ടെന്ന് മാറ്റം വരുന്നില്ല. അതിൽ വരുന്ന മാറ്റം തീരെ ചെറുത്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് വേരിയേഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മാംഗനീൻ അല്ലെങ്കിൽ നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ കാരണം. ആൻസർ ഈസ് വെരി വീക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ഇൻ മീറ്റർ ബ്രിഡ്ജ്, വീൻസ്റ്റോൺസ് ബ്രിഡ്ജ് എക്സെട്ര മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ദ നോൺ ആൻഡ് അൺനോൺ റെസിസ്റ്റൻസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. നമ്മളിപ്പോൾ ഒരു മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻ്റ് എടുക്കുകയാണ്. ഇത് മീറ്റർ ബ്രിഡ്ജ് വയറാണ് AB. ഇവിടെ രണ്ട് റെസിസ്റ്റൻസിലെ സ്ട്രിപ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതേപോലത്തെ റെസിസ്റ്റൻസിലെ സ്ട്രിപ്പ് നടുക്ക് കാണും. ഇവിടെ രണ്ട് ഗ്യാപ്പുകൾ ഉണ്ടാക്കും, രണ്ട് ഗ്യാപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ഷൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്. സെല്ലിങ്ങനെ കണക്ട് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ്. ഒരു ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ് അല്ല അൺനോൺ റെസിസ്റ്റൻസ്, വേറെ എന്തെങ്കിലും നോൺ റെസിസ്റ്റൻസ്. ഇവിടെ നോൺ റെസിസ്റ്റൻസ് എന്നിരിക്കട്ടെ, അടുത്തത് അൺനോൺ റെസിസ്റ്റൻസ്. ഇവിടെ ഗാലനോമീറ്റർ, ദെൻ ജോക്കി, ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇടത് സൈഡിൽ നോൺ റെസിസ്റ്റൻസ്, അടുത്തത് അൺനോൺ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീഡിങ് എടുത്തതിന് ശേഷം നമ്മൾ അതിനടുത്ത് ഇപ്പുറത്ത് വയ്ക്കും, ഇതിനടുത്ത് അപ്പുറത്ത് വയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. റൈറ്റ് ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ്, ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഈ സ്ട്രിപ്പിന് റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ പോലും കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്പം റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് റെസിസ്റ്റൻസ് അല്പം പോലും ഇല്ലാത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഓർഡിനറി ടെമ്പറേച്ചർ പ്രവർത്തിക്കുന്ന ഒരു മെറ്റീരിയലിനും അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല. സൂപ്പർ കണ്ടക്ടറിന് മാത്രമേ അതുള്ളൂ. അപ്പോൾ ഇതിന് റെസിസ്റ്റൻസ് കുറച്ചെങ്കിലും ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് രണ്ട് വശത്തും ഒരുപോലെ ആവണമെന്നില്ല, ഈ സൈഡിലും ആ സൈഡും. അത് കുറയ്ക്കുന്നതിൻ്റെ പ്രോസസ്സിനെയാണ് എൻഡ് കറക്ഷൻ. ആ സൈഡിലൂടെ ഇങ്ങനെ രണ്ട് സൈഡിലുള്ള സ്ട്രിപ്പിന് രണ്ട് വ്യത്യസ്ത റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എൻഡ് കറക്ഷൻ എന്ന് പറയുക. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ആൻസർ ഈസ് ടു അവോയ്ഡ് എൻഡ് കറക്ഷൻ. പൊട്ടൻഷ്യോമീറ്റർ മെഷേഴ്സ് പൊട്ടൻഷ്യൽ മോർ ആക്യുറേറ്റ്ലി. നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ പറയാറുണ്ട്, ഇറ്റ് മെഷേഴ്സ് ഇൻ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാറുണ്ട്. സംഭവം സിമ്പിളാണ്. ഓപ്പൺ സർക്യൂട്ടിൽ മെഷർ ചെയ്യുന്നതുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ മോസ്റ്റ് ആക്യുറേറ്റ് ഡിവൈസ്. വോൾട്ടേജ് അളക്കുന്ന ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ അത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. നോ കാലിബ്രേഷൻ ഈസ് ബീങ് മെയ്ഡ് ഓൺ ഇറ്റ്. അതാണ് കാരണം. സോ ആൻസർ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The amount of charge passed in time t through a cross section of wire. ചാർജ് തന്നിട്ടുണ്ട് 5t² + 3t + 1. നമുക്ക് വാല്യൂ ഓഫ് കറണ്ട് അറ്റ് ടൈം t5 ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, യു ഗെറ്റ് കറണ്ട്. അപ്പോൾ കറണ്ട് I എന്ന് പറയുന്നത് dq/dt. ഇപ്പോൾ d/dt ഓഫ് 5t² + d/dt ഓഫ്
3t plus d by dt of 1. Constant differentiate ചെയ്യുമ്പോൾ 0, which is equal to 5 into, ഇത് കറണ്ട് ആണ്, 5 into t സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2t പ്ലസ് 3 വെളിയെടുക്കുക dt by dt 1. ഇപ്പോൾ 10t പ്ലസ് 3, tക്ക് 5 ഇടുക 50 പ്ലസ് 3, which is equal to 53 ampere. Option 3. In the network shown below, the ring has 0 resistance. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന റിങ്ങിന് റെസിസ്റ്റൻസ് ഇല്ല എന്നാണ്. ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ പോയിൻ്റ് എ ആണ്, അത് അതിൽ തൊട്ടിട്ടില്ല, ഈ റിങ്ങിന് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഞാൻ സി എന്നും ഇതിൻ്റെ എൻഡ് ഡി എന്നും എടുത്താൽ സി എന്ന് പറയുന്ന എൻഡ് തന്നെയാണ് ബി, ഡി എന്ന് പറയുന്ന എൻഡ് തന്നെയാണ് ബി. അപ്പോൾ ഈ റെസിസ്റ്ററും മൂന്നും പാരലൽ. അപ്പോൾ ഇത് മുകളിലുള്ള റെസിസ്റ്ററാണ്, ഈ റെസിസ്റ്റൻസ്, ഇത് സി തന്നെയാണ് ബി, സിയും ബി ഒന്നാണ്, അതും 3 ഓം റെസിസ്റ്റർ, 3R, ഇത് 3R, ഇതും 3R. ബി തന്നെയാണ് ഡി, അതും 3R. ഇത് മൂന്നും ചേരുന്ന സ്ഥലത്തുള്ള പോയിൻ്റ് നമ്മൾ ഒ എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. ഈ പോയിൻ്റ് ഒ എന്ന് വിളിക്കാം, ഒ. അവിടെ നിന്നും അടുത്ത റെസിസ്റ്റർ ആർ എങ്കിൽ ദ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഇതാണ് എ, ഇത് ബി, ഇതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസ് വേണം. 3R മൂന്നും പാരലൽ, 3R/3 ആർ, ഇതും ആർ, ഇത് രണ്ട് സീരീസ് R plus R. So RAB is equal to R plus R, which is equal to 2R. Option 1. Next question. In the series combination, n cells each of cell having EMF E and internal resistance R. 3 cells are wrongly connected. അപ്പോൾ 3 സെല്ല് റോങ് ആയിട്ട് കണക്ട് ചെയ്താൽ സ്വാഭാവികമായും 6 സെല്ല് ഡാമിൻ്റെ EMF കുറയും, അതിൻ്റെ ഡബിളായിട്ട് കുറയും. റോങ് ആയിട്ട് കണക്ട് ചെയ്യാം. 3 എണ്ണം റോങ് ആയിട്ട് കണക്ട് ചെയ്താൽ 6 എണ്ണം. ഓരോന്നിൻ്റെ EMF ആയതുകൊണ്ട് ഇപ്പം നെറ്റ് EMF എടുക്കുമ്പോൾ കിട്ടേണ്ട EMF ആയ NEയിൽ നിന്ന് 3 എണ്ണമാണ് തിരിച്ച്, മൊത്തം N സെൽസ് ഉണ്ട്, 3 എണ്ണം തിരിച്ച് കണക്ട് ചെയ്താൽ 6 എണ്ണം വോൾട്ടേജ് കുറയും. അപ്പം 3 × 2 അല്ലേ? ഇൻ സീരീസ് കോമ്പിനേഷൻ N സെൽസ്, അപ്പം 3 × 2 6 എണ്ണം കുറയും. അപ്പോൾ 6 കുറയും. NE - 6E ഇപ്പോഴായിരിക്കും ഈ നെറ്റ്. മൊത്തം NE ഉണ്ട്, 3 എണ്ണം തിരിച്ച് കണക്ട് ചെയ്താൽ 6 എണ്ണം ഡാമേജ്, 6 വോൾട്ടേജ് കുറയണം. അപ്പോൾ NEയിൽ നിന്ന് 6E കുറയ്ക്കും. അപ്പോൾ NE - 6E ഇതാണ് നെറ്റ് വോൾട്ടേജ്. പക്ഷേ റെസിസ്റ്റൻസ് എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ NR ആയിരിക്കും, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് N × R. ഇത് R നെറ്റ്. സോ ഓപ്ഷൻ 4. ഡിറ്റർമിൻ ദ കറണ്ട് ഇൻ 2 ഓം റെസിസ്റ്റർ. ഇത് 2 ഓം ആണ്, 2 ഓം റെസിസ്റ്റർ. 2 ഓം റെസിസ്റ്ററിലുള്ള കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കപ്പാസിറ്ററാണ്, DC ആണ്. DC ആകുമ്പോൾ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഒഴുകില്ല, അപ്പോൾ അങ്ങ് ഒഴിവാക്കാം. AC ആണെങ്കിൽ ഒഴുകും, DC ആയതുകൊണ്ട് ഒഴുകുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഇനി പാരലൽ. അതിൻ്റെ കൂടെ ഇത് സീരീസ്. പാരലൽ ആകുമ്പോൾ 2 × 3/2 + 3 എന്ന് പറഞ്ഞാൽ 6/5, 1.2 ഓം എന്ന് വരും. ഇത് R പാരലലിൻ്റെ വാല്യൂ. അതിൻ്റെ കൂടെ ഈ റെസിസ്റ്റർ സീരീസ് ആണ്. സോ R നെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയ ഈ വാല്യൂ ആയ 1.2ൻ്റെ കൂടെ ഈ റെസിസ്റ്റർ കൂടെ ആഡ് ചെയ്യണം, 2.8. അപ്പോൾ ആൻസർ 4 എന്ന് വരും, 4 ഓം. ഇത് ഒഴിവാക്കി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. വോൾട്ടേജ് അറിയാമെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് കറണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്, V/R നെറ്റ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 6, ഇത് 4, 1.5 ആംപെയർ. അങ്ങനെ നമുക്ക് വേണ്ടത് ഡിറ്റർമിൻ ദ കറണ്ട് 2 ആംപിയർ, 2 ഓം.
ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് അറിയണം? ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എത്രയെന്ന് അറിയണം. 6 വോൾട്ട് കൊടുത്തു, ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകും. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. കറണ്ട് അറിയാം, ആ കറണ്ടിന് ഇവിടെ ഈ 2.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് കിട്ടും. 6 വോൾട്ടേജിൽ നിന്ന് ഈ വോൾട്ടേജ് കുറച്ചാൽ ഇത് ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ രണ്ടും ചേർന്ന വോൾട്ടേജ് കിട്ടും. അത് തന്നെയായിരിക്കും മുകളിലത്തെയും താഴത്തെയും. അങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ്, ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അക്രോസ് 2.8 I ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് 2.8 ഇടുക. ഐ എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം 6/4, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം 1.5 ഇൻറ്റു റെസിസ്റ്റൻസ് 2.8. ഇപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഇത് വോൾട്ടേജ് കണ്ടുപിടിക്കുമ്പോൾ ആ 6ൽ നിന്ന് ഈ വോൾട്ടേജ് കുറച്ചാൽ അവിടുത്തെ വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 2.8 ഇൻറ്റു 1.5. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 4.2 വോൾട്ട് വരും. അപ്പോൾ 6ൽ നിന്ന് 4.2 വോൾട്ടേജ് കുറച്ചാൽ ബാക്കിയുള്ള വോൾട്ടേജ് ഇവിടെ കിട്ടും. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്രയാ? 6 മൈനസ് 4.2 1.8 വരും. സോ വോൾട്ടേജ് അക്രോസ് 2 ഓം റെസിസ്റ്റർ, വോൾട്ടേജ് അക്രോസ് 2 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് 6ൽ നിന്നും ഈ വോൾട്ടേജ് ആയ 4.2 കുറയ്ക്കുമ്പോൾ 1.8 വോൾട്ട് കിട്ടും. 1.8 വോൾട്ട്. ഇതിൻ്റെ റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് എഴുതാം. I is equal to V/R. V എന്ന് പറഞ്ഞാൽ 1.8/R2, സ്വാഭാവികമായിട്ടും 0.9 ആംപിയർ എന്ന് വരും. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റർ ഈസ് 0.9 ആംപിയർ. ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cell when balanced with the potentiometer gave a balanced length of 50 centimeter. 4.5 ohm external resistance is introduced in the circuit. Now the balance, it is balanced on 45 centimeter internal resistance. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതിയാൽ മതിയല്ലോ. R is internal resistance, small r is equal to capital R, കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻറ്റു L1 മൈനസ് L2/L2. ഇത് L1 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കാത്ത സമയത്തുള്ള ബാലൻസ് ലെങ്ത്, L2 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയത്തുള്ള ബാലൻസ് ലെങ്ത്. R എത്ര തന്നിട്ടുണ്ട്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4.5 ഇൻറ്റു L1 50 സെൻറ്റിമീറ്റർ മൈനസ് L2 45 സെൻറ്റിമീറ്റർ ബൈ L2 45. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 വരും. ഇതിനെ മൾട്ടിപ്ലൈ ഇത് കുറയ്ക്കുമ്പോൾ 5 വരും. 5 ഇൻറ്റു 0.1 0.5. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.5. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ വയർ ഓഫ് ലെങ്ത് 4 മീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിന് 4 മീറ്റർ ലെങ്ത് ഉണ്ട്. ഇത് A, B. അപ്പോൾ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദ പൊട്ടൻഷ്യൽ, അതിൻ്റെ തന്നെ റെസിസ്റ്റൻസ്, അതിൻ്റെ കൂടെ സീരിയസ് ആയി കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ല, അങ്ങനെ എടുക്കരുത്. അതിൻ്റെ കൂടെ സീരിയസ് ആയി കണക്ട് ചെയ്യുന്നതല്ല, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് 10 Ω. ഇതിൻ്റെ തന്നെ റെസിസ്റ്റൻസ് ആണ് 10 Ω. ഇതിനൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഞാൻ എടുത്തു പറയാൻ കാരണം ചിലപ്പോൾ ഇതിൻ്റെ കൂടെ സീരിയസ് ആയി റെസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. ആ റെസിസ്റ്റൻസ് അല്ല, ഇതിൻ്റെ തന്നെ റെസിസ്റ്റൻസ് 10 Ω. ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ തന്നിട്ടുണ്ട്. ഇതിൽ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് 3 വോൾട്ട്സ് ആണ്. നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മാത്രമാണ്, വേറെ ഒരു പ്രശ്നമല്ല. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ലെങ്ത്.
അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 3, ലെങ്ത് 4, 3/4 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 29 ക്വസ്റ്റ്യൻ. ആംബിയർ സർക്യൂട്ട് ലാസ്റ്റ് സ്റ്റേജ് ദാറ്റ് സിമ്പിളാണ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് E.dl mu0 times net current enclosed by it. Option 4. Question number 30. Magnetic field inside a solenoid. ഇതൊരു സോളിനോയിഡ് എന്നിരിക്കട്ടെ. ഈ സോളിനോയിഡിലൂടെ ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് ഉണ്ടാവും. അത് അകത്ത് എഡ്ജിലുണ്ടാവും. പക്ഷേ വലിയ സോളിനോയിഡ് ആണെങ്കിൽ വെളിയിൽ കാണില്ല, കാരണം ലൈൻസ് ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിന് കഴിയില്ല. പക്ഷെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിന് പാരലായിരിക്കും. അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല B is equal to mu0 n into I. n number of turns per unit length, I is the current. So it is directly proportional to current. B proportional to I. That's all. Which of the following is true? രണ്ട് വയറിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് എന്ന് കരുതുക. രണ്ട് വയറിലും ഒരേ ദിശയിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ദിശയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. ഓക്കെ, രണ്ട് വയറിലൂടെ കറണ്ട് ഒരേ ദിശയിൽ ഒഴുകുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സാണ് അട്രാക്റ്റീവ് ആണ്. ഓപ്പോസിറ്റ് ദിശയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. സോ പാരലൽ കറണ്ട്സ് അട്രാക്ട് ആൻഡ് ആൻറ്റി പാരലൽ കറണ്ട്സ് റിപ്പൽ. ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞാൽ പാരലൽ ഇൻ സെയിം ഡിറക്ഷനാണ് അവർ പാരലൽ തന്നിരിക്കുന്നത്. പാരലൽ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് അവർ ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. ദ വർക്ക് ഡൺ ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ മൂവിങ് ചാർജ്. വർക്ക് ഡൺ ആണ്. ഇപ്പോൾ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ചാർജിന് എൻ്റർ ആവുകയാണെങ്കിൽ സർക്കുലർ ഓർബിറ്റ് കറങ്ങും. അപ്പോൾ സർക്കുലർ ഓർബിറ്റ് കറങ്ങുമ്പോൾ എവിടെയും ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഇടയ്ക്കുള്ള ആംഗിൾ 90 ആയിരിക്കും. എവിടെ നിങ്ങൾ വരച്ചാലും ശരി, ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. ഇടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. വർക്ക് ഡൺ എഫ് കോസ് തീറ്റ ഇൻറ്റു എഫ് ഡോട്ട് എസ് ആണ്. എഫ് എസ് കോസ് 90 വരും. കോസ് 90 0, വർക്ക് ഡൺ 0. സോ 0 ബിക്കോസ് എഫ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. അതായത് വെലോസിറ്റി ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. എഫ് ഡോട്ട് വി ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. Electric charge in a uniform motion produces charge in uniform motion. ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ചാർജ് മോഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ചാർജ് റെസ്റ്റിലാണ്, ഒരു കണ്ടക്ടർ അല്ല, ഒരു ചാർജാണ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഉണ്ടായിരിക്കും. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. In a moving coil galvanometer, the deflection of the coil theta is related to electric current. ഒരു ഗാലനോമീറ്റർ I is equal to G into theta ആണ്. ഗാലനോമീറ്റർ കോൺസ്റ്റന്റ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. So I is proportional to theta. So current is proportional to deflection. Deflection കറണ്ട് കൂടുന്നതനുസരിച്ച് കൂടും. ഇത് മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ആണ്. അതേസമയത്ത് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ആണെങ്കിൽ I proportional to tan theta ആണ്. അത് വേണമെന്നില്ല, ഇത് പഠിച്ചാൽ. ഇത് മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ആണ്. കറണ്ട് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കോയിൽ ഓഫ് 1 turn is made in of a wire of certain length. അപ്പോൾ L എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു വയർ ഉപയോഗിച്ച് L എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു വയർ ഉപയോഗിച്ച് ഒരു കോയിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കറണ്ട് കടത്തിവിടുകയാണ്. ഒരു കോയിൽ അതിലൂടെ കറണ്ട് കടത്തിവിടുകയാണ് I. അപ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് mu0 I by ഈ റേഡിയസ് R എന്ന് വിളിച്ചോളൂ 2R. ഇക്വേഷൻ നമ്പർ 1. ഇതേ ലെങ്തിന് ഉള്ള വയറിനെ തന്നെ രണ്ട് ചുറ്റാക്കി. രണ്ട് ചുറ്റാക്കുമ്പോൾ റേഡിയസ് പകുതിയാവും. ഇതൊരു കോയിലാവും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 2 ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോയിലിൻ്റെ കേസിൽ mu0 ni by 2 into R dash. അപ്പോൾ mu0 n
എന്നിന് പകരം 2, നമ്പർ ഓഫ് ടേൺസ് 2 ആയി, I by R dash R by 2 ആവും. ഈ 2 മുകളിൽ പോകുമ്പോൾ 2 into 2 4. 4 into mu0 I by 2R. mu0 I by 2R B ആണ്. സോ B dash by B എടുത്താൽ, ഇത് ഇക്വേഷൻ നമ്പർ 2. B dash by B എടുത്താൽ ബാക്കിയെല്ലാം ക്യാൻസൽ ആവും. B dash by B 4 മാത്രം ബാക്കി കിട്ടും. സോ ആൻസർ 4 is to നമുക്ക് വേണ്ടത് B by B dash ആണ് വേണ്ടത്. B by B dash അതാണ് ചോദിച്ചിരിക്കുന്നത്. B by B dash which is equal to mu0 I by 2R by 4 into mu0 I by 2R ക്യാൻസൽ ആകുമ്പോൾ 1 by 4 വരും. സോ ആൻസർ ഈസ് 1 is to 4, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് ദ കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഇപ്പോൾ ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഇതാണ്. ഇത് നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ദിശയിലാണ്, പ്ലസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് EMF E1 മൈനസ് E2 എന്നെടുക്കണം. നമുക്ക് വേണ്ടത് കറണ്ട് എത്രയാണ്, ഏത് വഴി ഒഴുകും എന്നാണ്. കറണ്ട് I എന്ന് പറയുന്നത് E നെറ്റ് ബൈ R നെറ്റ്. I എന്ന് പറഞ്ഞാൽ E നെറ്റ് 7 മൈനസ് 4, കാരണം ഇത് ഓപ്പോസിറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ E1 മൈനസ് E2 ബൈ R1 പ്ലസ് R2. E1 7 മൈനസ് 3 ബൈ 7 പ്ലസ് 3. 4 ബൈ 10 0.4 വരും. 0.4 ആംപയർ എന്ന് വരും കറണ്ട്. പക്ഷേ കറണ്ട് എപ്പോഴും ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഒഴുകുക. അപ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് അതിനേക്കാൾ ലോവറാണ്. അപ്പോൾ ഇത് 7, ഇത് 3 ആകുമ്പോൾ ഇത് ഹയർ വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് നെറ്റ് കറണ്ട് ഇങ്ങനെ ഒഴുകും. അപ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. കറണ്ട് ഫ്ലോസ് ഫ്രം B to C. സോ 0.4 ആംപിയർ ഫ്രം B to C, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു സർക്യൂട്ടിൻ്റെ ഒരു ചെറിയ പോർഷനാണ് തന്നിരിക്കുന്നത്. A മുതൽ B വരെ 2 ആംപിയർ കറണ്ട് ഒഴുകുന്നു. ഇതിന് സെല്ലിന് വോൾട്ടേജ് ഉണ്ട്, അത് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. VA മൈനസ് VB എത്ര എന്നാണ് ചോദ്യം. അപ്പം ഞാനിങ്ങനെ എഴുതുകയാണ്. അതിവിടം തുടങ്ങാം. VA ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇനി കറണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുകയാണ്. കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നതാണ് തന്നിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടാണ്, ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കാണിച്ചിരിക്കുന്നു. അവിടെ അവസാനത്തെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് ഒഴുകുന്ന ദിശയിലാണ് റെസിസ്റ്ററിൽ കറണ്ട് ഒഴുകുന്ന ദിശയിലാണ് നമ്മൾ പാത്ത് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ EMF അതിൻ്റെ നെഗറ്റീവായിട്ട് എടുക്കണം, വോൾട്ടേജ്. അപ്പോൾ I into R, അപ്പോൾ അത് മൈനസ് വരും. VA മൈനസ് ആണ് ഇതിൻ്റെ വോൾട്ടേജ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 2 into 6 I into R. ഇത് പ്ലസിൽ നിന്ന് മൈനസ് ആണ്. കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ EMF നെഗറ്റീവ് ആണ്. അപ്പോൾ -12. ഇനി ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 12 into 9 മൈനസ് ആണ്, കാരണം കറണ്ട് ഒഴുകുന്ന ദിശയിലാണ്. 12 into 9 അല്ലല്ലോ, കറണ്ട് 2 into 9 2 കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 2 into 9. കറണ്ട് നമ്മൾ എടുക്കുന്ന പാതയിൽ കറണ്ട് ഒഴുകുമ്പോൾ -2 into 9. അടുത്തത് നെഗറ്റീവിലാണ് കറണ്ട് പോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ EMF പോസിറ്റീവ് ആണ്. അപ്പോൾ +4 വോൾട്ട്. അടുത്തത് ഇവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അത് കറണ്ട് ഒഴുകുന്ന ദിശയിൽ തന്നെയാണ് നമ്മൾ പാത്ത്. അപ്പോൾ 2 into 5 -2 into 5 which is equal to അവസാനത്തെ അവിടുത്തെ വോൾട്ടേജ് VB. അപ്പോൾ VA -12 -18, വീണ്ടും ഇത് -10 ഇവിടെ എടുത്തു, അവസാനം +4 ഈക്വൽസ് VB. -12 12 24 34 8 42 52 ആണ്. അപ്പോൾ -VA -54 52 -52 +4 ഈക്വൽസ് VB എന്ന് പറഞ്ഞാൽ VA -48 ഈക്വൽസ് VB. സോ VA -VB ഈക്വൽസ്, ഇത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും,
പ്ലസ് 48 വോൾട്ട്സ്. അപ്പോൾ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 48 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ റീഡിംഗ് ഓഫ് ദ അമ്മീറ്റർ എ ഓക്കെ ഇൻ സർക്യൂട്ട് ഷോൺ ബിലോ, അതിൽ കറണ്ട് എത്രയെന്നാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ റെസിസ്റ്ററിനെ ഞാൻ പറിച്ച് താഴോട്ട് നടുകയാണ്. അപ്പോൾ അവിടെ ആ സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു സെല്ലുണ്ട്, ഈ റെസിസ്റ്റർ അവിടെ ഉണ്ട്, സെല്ലിൻ്റെ 4 ഓം. ഈ മുകളിൽ തന്നെ താഴോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്ററുണ്ട്, അടുത്ത റെസിസ്റ്ററുണ്ട്. ഈ മുകളിൽ തന്നെ താഴോട്ട് കണക്ട് ചെയ്തു. ഇതെല്ലാം 4 ആണ്. 4 ഓം, 4 ഓം, 4 ഓം. ഇവിടുത്തത് 4 വോൾട്ടാണ്, വോൾട്ട്സ്. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന അമ്മീറ്റർ എത്ര കറണ്ട് കാണിക്കും? ഈ കറണ്ട് ഐ എത്ര എന്നാണ് അറിയേണ്ടത്. അത് മെയിൻ കറണ്ടാണ് ഈ അമ്മീറ്റർ കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് I is equal to V/R എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് 3 പാരലലാണ്. പാരലാവുമ്പോൾ ഒരേ വാല്യൂ ആണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ R പാരലൽ എന്ന് പറയുന്നത് R/3, R/3 എണ്ണം ഉണ്ട്. R/n ആണ്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 4/3, ഇത് 3 ഇഫക്റ്റീവ് വാല്യൂ 4/3. അതും ഈ റെസിസ്റ്ററും സീരീസ് ആണ്. ഇത് 3-ൽ എന്ത് കറണ്ട് ഒഴുകുന്നു അത് തന്നെയാണ് ഇതിൽ ഒഴുകുക. അപ്പോൾ R നെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിച്ച R പാരലലിൻ്റെ കൂടെ അത് സീരീസ് ആണ്. അപ്പോൾ ആഡ് ചെയ്യണം. +4 LCM 3 4 + 12 16/3. ഇത് R നെറ്റാണ്. നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ മെയിൻ കറണ്ട് ആയിരിക്കും ഇതിലൂടെ ഒഴുകുക. അപ്പോൾ മെയിൻ കറണ്ട് I is equal to V/R net. V എന്ന് പറഞ്ഞാൽ 4/16/3, 3 മുകളിൽ പോകും. 12/16, 3/4 ആംപയർ. സോ മെയിൻ കറണ്ട് 3/4 ആംപയർ, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ഈസ് അറ്റ് എ ഹൈറ്റ് 4 മീറ്റർ. ഇത് ഗ്രൗണ്ടാണെന്ന് കരുതുക. ഇത് ഗ്രൗണ്ട്, ഇതൊരു പവർ ലൈൻ ഇങ്ങനെ പോകണ്ട, ഇതൊരു പവർ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പവർ ലൈൻ XY എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. അവിടെ നിന്നും ഗ്രൗണ്ട് താഴോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് അതിന് R എന്ന് വിളിക്കുക. തറയിൽ R എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നു? 4 മീറ്ററാണ് തറ വരെയുള്ള ദൂരം. ഇതിലൊഴുകുന്ന കറണ്ട് I എന്ന് പറയുന്നത് 100 ആംപിയർ ആണ്. എങ്കിൽ താഴെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0I/2πr, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള വയറാണ്. μ0I/2πr സ്റ്റേറ്റ് കണ്ടക്ടർ. μ0 വാല്യൂ 4π × 10⁻⁷ ഇൻറ്റു I കറണ്ട് 100 ആകുമ്പോൾ 10⁻²/2π × R 4. പൈ ക്യാൻസലായി, 4ഉം 4ഉം ക്യാൻസലാവുമ്പോൾ 1/2 0.5 × 10⁻⁵. ഇത് നമുക്ക് 5 × 10⁻⁶ എന്ന് വിളിക്കാം. ഇത്രയും ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇനി ഇതിൻ്റെ ഡിറക്ഷൻ അറിയണം. ഇവിടെ കറണ്ട് എങ്ങോട്ട് ഒഴുകുന്നു? ഈസ്റ്റ് ടു വെസ്റ്റ്. ഇപ്പോൾ ഞാൻ സൗത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ക്യാമറ സൗത്താണെന്ന് കരുതുക. എൻ്റെ ബാക്ക് നോർത്ത്. ഓക്കെ, നോർത്ത്. അപ്പോൾ എൻ്റെ ഇടത് സൈഡ് നോർത്തിൻ്റെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഈസ്റ്റും അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വലത് കൈ നിങ്ങൾ വെസ്റ്റ് എന്ന് തിരിച്ചറിയുക, എൻ്റെ ഇടത് കൈ ഈസ്റ്റ് ആണെന്നും അറിയുക. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഒഴുകുന്നത് എവിടെ നിന്ന് എവിടത്തേക്കാണ്? ഈസ്റ്റ് ടു വെസ്റ്റ്. വലത് കൈയിലെ തമ്പ് കറണ്ട് ഒഴുകുന്ന ദിശയിലേക്ക് പിടിക്കുക. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പിടിച്ചു. ഇനി ടിപ്പ് ഓഫ് ദി ഫിംഗേഴ്സ് എവിടത്തെയാണ്? താഴെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. താഴേക്ക് കറക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുന്നത് സൗത്തിലേക്കാണ്. അപ്പോൾ സൗത്ത് ആയിരിക്കും ആൻസർ. സൗത്ത്, ഓപ്ഷൻ 4, സൗത്ത് വേർഡ്. ഓക്കെ, 2 current carrying coils are placed with their planes in perpendicular direction as shown in figure. The magnetic field induction at their common center. ഇപ്പോൾ ഇവിടെ
ഒരു കോയിൽ ഇങ്ങോട്ടാണ്, വേറൊരു കോയിൽ പെർപെൻഡിക്കുലറാണ്. രണ്ട് കോയിലും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ കോയിൽ ഇങ്ങനെ കറണ്ട് ഒഴുകും, നോക്കിക്കോളൂ. ഇങ്ങനെ കറണ്ട് ഒഴുകുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ, അതായത് കോയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇങ്ങനെയാണ് കോയിൽ. കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു എന്നിരിക്കട്ടെ. ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്, വലത് കയ്യിലെ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് കറണ്ട് ഒഴുകുന്ന ദിശയിൽ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഒന്നുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അടുത്തത് ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ സ്ട്രെച്ച് എടുത്താൽ ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ ഒന്ന് ഇൻ ടു ദ പ്ലെയിൻ ആണ്, ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ഞാനിങ്ങനെ മുകളിലോട്ട് വരച്ചെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇപ്പോൾ B1 ഇങ്ങോട്ടാണെങ്കിൽ B2 ഇങ്ങോട്ട്. ഇത് എക്സിന് നെഗറ്റീവ് ആണെങ്കിൽ അത് ഇസഡിന് നെഗറ്റീവ്. അവയ്ക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി എന്നറിയാം. അപ്പോൾ റിസൾട്ടൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ √P² + Q² + 2PQ cos θ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്. അപ്പോൾ ഇവിടെ B = √B1² + B2² + 2B1 B2 × cos 90. അവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. cos 90 0 ആണ്. ഇപ്പോൾ തേർഡ് ടേം ഇല്ല. ഇനി ഒന്നുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല μ0, കറണ്ട് ക്യാരിങ് കോയിലാണ്. അപ്പോൾ അതിന് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. അപ്പോൾ B1 എന്ന് പറയുന്നത് μ0 N1 I1/2, രണ്ടിൻ്റെയും റേഡിയസ് വ്യത്യാസമാണ്. ഇപ്പോൾ 2R1 ആദ്യത്തേത്. രണ്ടാമത്തേത് B2 എന്ന് പറയുന്നത് μ0 N2 I2 2 × R2. ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. സോ B = √B1² μ0² N1² I1² by 4R1² plus μ0² N2² I2² by 4R2². ഈ μ0/4 റൂട്ടിന് വെളിയിൽ കൊണ്ടുവരും. കോമൺ ആയിട്ട് എടുക്കാൻ വെളിയിൽ കൊണ്ടുവരുമ്പോൾ അത് μ0/2 ആയി മാറും. പിന്നെ √N1 I1/R1² plus N2 I2/R2². ഓപ്ഷൻ 4. ഓപ്ഷൻ 3 പ്ലസ് ആണ്. പക്ഷെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 41st ക്വസ്റ്റ്യൻ. 3 wires are situated at the same distance. 3 wires ഉണ്ട്, സെയിം ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലൂടെ I1 കറണ്ട് താഴെ നിന്ന് മുകളിലോട്ട്. I1 എന്ന് പറയുന്നത് 1 ആംപിയർ. അടുത്തത് താഴെ നിന്ന് മുകളിലോട്ടാണ്. I2 എന്ന് പറയുന്നത് 2 ആംപിയർ. ഇവിടെ I3 എന്ന് പറയുന്നത് 3 ആംപിയർ. അപ്പം ഈ ദൂരം D, ഈ ദൂരം D, ഈ ദൂരം 2D. ഇതാണ് ഈക്വൽ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഓരോ ദൂരം എടുക്കുന്ന കറണ്ടും അറിയാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് F1/F2 where F1 is the force between a force acting on one. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ F1 എന്നും F2 on 2 ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ F2 എന്ന് വിളിച്ചാൽ F1/F2 എത്രയെന്നാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ദിശയിലാവുമ്പോൾ ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഇത് ഒരേ ദിശയാകുമ്പോൾ ആ ഫോഴ്സും ഇങ്ങോട്ടാണ്. ഇത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബോഡിയിൽ, ഈ വയറിൽ ഈ 2 വയറും അട്രാക്ഷനാണ് ഉണ്ടാക്കുക. അപ്പോൾ F1 കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിൻ്റെ ഫോർമുല, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് μ0 I1 I2/2πd എന്നാണ്. ഇപ്പോൾ ഇവിടെ മാറുന്നത് μ0 ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ μ0/2π എല്ലാ കേസിലും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ പ്രൊപ്പോർഷൻ എഴുതുന്നു. ഈ ലെങ്ത് പെർ യൂണിറ്റ് ലെങ്തും എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ F proportional to
I1 I2 by D എന്ന്. അപ്പോൾ ഇവർ തമ്മിൽ എടുക്കുമ്പോൾ ഇവർ തമ്മിൽ ഫോഴ്സ് അട്രാക്ഷൻ, ഇത് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ F1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ എടുക്കണം, ഇവർ തമ്മിലും അട്രാക്ഷൻ എടുക്കണം. രണ്ടും അട്രാക്ഷൻ ആയതുകൊണ്ട് അത് രണ്ടും കൂട്ടണം. കൂട്ടണം എന്ന് പറയുമ്പോൾ F1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് I1 I2 by D പ്ലസ് I1 I3 by I1 into I3 ബൈ രണ്ട് അട്രാക്ഷൻ ആയതുകൊണ്ട് പ്ലസ് ഇട്ട് ബൈ 2D. ഇനി I1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് പ്രൊപ്പോഷണലാണ്, പ്രൊപ്പോഷണൽ. അപ്പോൾ F1 പ്രൊപ്പോഷണൽ ടു I1 1 into 2 by D പ്ലസ് 1 into 3 1 into 3 by 2D എന്ന് പറയുമ്പോൾ F1 പ്രൊപ്പോഷണൽ ടു 2 by D കോമൺ ആയിട്ട് വലിയ എടുത്താൽ 1 പ്ലസ് 2 by D അല്ലല്ലോ, 1 by D മാത്രമേ കോമൺ ആയിട്ട് വലിയ എടുക്കാൻ നോക്കൂ. F1 പ്രൊപ്പോഷണൽ ടു 1 by D കോമൺ ആയിട്ട് വലിയ എടുത്താൽ 2 പ്ലസ് 3 by 2. LCM 2 4 പ്ലസ് 3 7 by 2 എന്ന് വരും. 7 by 2. അപ്പോൾ F1 പ്രൊപ്പോഷണൽ ടു 7 by 2D ഇക്വേഷൻ നമ്പർ 1. ഇനി 2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടുക്കുമ്പോൾ ഇത് ഒരേ ഡിറക്ഷൻ, ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടും, ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും. അപ്പോൾ ഇതിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഈ 2 എന്ന് പറയുന്ന വയറിൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടുമാണ്. കാരണം ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും, അത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ അത് വലുത് നിന്ന് ചെറുതിനെ കുറയ്ക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഇവിടെ കറണ്ട് കൂടുതലായതുകൊണ്ട് ഈ ഫോഴ്സ് ആയിരിക്കും വലുത്. അപ്പോൾ F2 എടുക്കുമ്പോൾ പ്രൊപ്പോഷണൽ ടു I2 I3 by D മൈനസ് I1 I2 by D പ്രൊപ്പോഷണൽ ടു I2ൻ്റെ വാല്യൂ എത്രയാ? I2 2 into 3 by D minus 1 into 2 by D. അപ്പോൾ F2 proportional to 6 by D minus 2 by D 4 by D വരും, 4 by D വരും. So F2 proportional to സോൾവ് ചെയ്യുമ്പോൾ LCM D ആണ്. 6 minus 2 4 by D proportional to 4 by D. നമുക്ക് വേണ്ടത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമുക്ക് ഈ 1ലുണ്ടാകുന്ന ഫോഴ്സും 2ലുണ്ടാകുന്ന ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ F1 by F2 എടുക്കുമ്പോൾ 7 by റേഷ്യോ ഈക്വൽ ആക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് വരും, റേഷ്യോ എടുക്കുമ്പോൾ അത് ക്യാൻസൽ ആവും. 7 by 2D by 4 by D. D മുകളിൽ പോയി ഈ D ക്യാൻസൽ ആവും, ഈ 2 താഴെ വരും. സോ F1 by F2 ഈക്വൽസ് 7 by 8. Option 7 by 8. Option 1. Okay. A circular coil of wire consisting of 100 turns each of radius 9 cm carries a current of 0.4 ampere. The magnitude of magnetic field at the center of the coil. ഒരു കോയിലിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni by 2 into R 4 pi into 10 raised to minus 7 into number of turns 100 10 raised to 2 current 0.4 4 into 10 raised to minus 1 by 2 into radius of the circular radius 9 centimeter 9 into 10 raised to minus 2. നമുക്ക് സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്, വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. B is equal to 2.79 into 10 raised to minus 4 Tesla എന്ന് കിട്ടും. സോൾവ് ചെയ്തു, സിമ്പിൾ ക്വസ്റ്റ്യൻ. 43rd question. The triangular loop of side L carries a current I. ട്രയാങ്കുലർ ലൂപ്പാണ്. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും, കാരണം എല്ലാ സൈഡും L ആണ്. It is placed in a magnetic field B
such that the plane of the loop is in the direction of the magnetic field. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നോർത്ത് സൗത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയിൽ തന്നെയാണ് ലൂപ്പ് ഇരിക്കുന്നത്. എങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോർക്ക് ടു ഈസ് ഈക്വൽ ടു ഒരു ലൂപ്പാണ് IAB സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് അത് MB സൈൻ തീറ്റ ആണ്. M എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ്, I × A × B × സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. പ്ലെയിനിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, പ്ലെയിനിൻ്റെ നോർമൽ ഇങ്ങോട്ട്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. സൈൻ 90. സൈൻ 90 1 ആയി. സോ ടോർക്ക് ടു ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ ആണ്, M × B ആണ്. M എന്ന് പറഞ്ഞാൽ I × A ആണ്. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ലൂപ്പേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഏരിയ ഓഫ് ദ ലൂപ്പ് എടുത്താൽ മതി. സോ I × ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല √3/4 × L². ഇത് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് തരികയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല × B. സോ ആൻസർ ഈസ് √3/4 IBL², ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് അവർ തന്നിട്ടുണ്ട്. ഇതൊരു സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു എന്ന് തന്നിരിക്കുന്നു, 4 ആംപിയർ കറണ്ട്. ഇതിനെ 10 ഓം റെസിസ്റ്റൻസിനെ മാറ്റി 20 ഓം റെസിസ്റ്റർ ഇവിടെ ഉപയോഗിച്ചാൽ ഇവിടെ ഒഴുകുന്ന കറണ്ട് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. സിമ്പിൾ. ഇതിൻ്റെ റേഷ്യോ എടുക്കുക 3/8 വരും. 3/8. ഇതിൻ്റെ റേഷ്യോ എടുക്കുക 9/24 എന്ന് പറയുന്നതും 3/8 ആണ്. അപ്പോൾ ഇവയുടെ റേഷ്യയും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യലാണ്. ഇതുവഴി കറണ്ട് ഒഴുകില്ല. ഈ റെസിസ്റ്റർ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ 4 ഓം റെസിസ്റ്റർ ഉപയോഗിച്ചാലും 8 ഓം റെസിസ്റ്റർ ഉപയോഗിച്ചാലും എന്തുപയോഗിച്ചാലും ഇതുവഴി കറണ്ട് ഒഴുകുന്നില്ല. ബാക്കി റെസിസ്റ്റൻസ് മാറ്റാത്ത സ്ഥിതിക്ക് നേരത്തെ എന്ത് കറണ്ട് ഒഴുകിയോ അതേ കറണ്ട് ഇപ്പോഴും ഒഴുകൂ. സോ ആൻസർ ഈസ് അഗെയിൻ 4 ആംപിയർ. ദാറ്റ്സ് ഓൾ. വീൻസ്റ്റോൺസ് നെറ്റ്വർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. 1 meter long wire is lying at right angles to a magnetic field. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് കരുതുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതിൻ്റെ ലെങ്ത് 1 മീറ്ററും തന്നിട്ടുണ്ട്. ഇതിലൂടെ കറണ്ട് ഒഴുകുന്ന കണ്ടക്ടറും ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഇടയ്ക്കുള്ള ആംഗിൾ θ 90 ഡിഗ്രിയാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം വെയിറ്റ് എന്നാണ്. കിലോഗ്രാം വെയിറ്റ് അല്ല ഫോഴ്സിൻ്റെ SI യൂണിറ്റ്, ന്യൂട്ടനാണ്. അപ്പോൾ ന്യൂട്ടനിലേക്ക് മാറ്റുമ്പോൾ × G ആണ്. കിലോഗ്രാം വെയിറ്റിനെ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × G എന്ന് പറഞ്ഞാൽ 1 × 9.8 ന്യൂട്ടൺ എന്നാവും ഫോഴ്സ്. ഇപ്പോൾ SI യൂണിറ്റിലായി. ഇനി എന്താ തന്നിരിക്കുന്നത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.98 ടെസ്ല. കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 മീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് എത്രയെന്നാണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല BIL സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ 90 1 ആണ്. എഫ് തന്നിട്ടുണ്ട്. ഇവ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 9.8 ഈക്വൽസ് B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, 0.98 കറണ്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം, ലെങ്ത് 1. സോ I എന്ന് പറയുന്നത് 9.8/0.98 which is equal to 10 ampere. Option 2. When a current I is set up in a wire of radius R, drift velocity VD. If the same current is set up through a wire of radius 2R, drift velocity. But drift velocity VD എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് I എന്ന് പറയുന്നത് NAEVD എന്നാണ്. Current flowing through a conductor in terms of drift velocity, N concentration of charge carriers, number of charges per unit volume, A area, E charge of electron, VD drift velocity. ഇവിടെ drift velocity is equal to I/NAE. രണ്ട് കേസിലും നമുക്ക് കറണ്ട് സെയിം തന്നിട്ടുണ്ട്. രണ്ട് കേസിലും
അതേ കണ്ടക്ടർ ആകുമ്പോൾ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയം സെയിം ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ഒക്കെ സെയിം ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ പൈ ആർ സ്ക്വയർ ആണ്. പൈ കോൺസ്റ്റൻറ്റ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് വേണ്ടത്. അപ്പോൾ V2/V1 ഈസ് ഈക്വൽ, റേഷ്യോ എടുക്കുമ്പോൾ തലകീഴായിട്ട് വരും. എന്ത് വരും? R1/R2 ദ ഹോൾ സ്ക്വയർ. സോ V2 ആദ്യത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD തന്നിട്ടുണ്ട്. ആദ്യത്തെ റേഡിയസ് R, രണ്ടാമത്തെ റേഡിയസ് 2R ദ ഹോൾ സ്ക്വയർ. R ക്യാൻസൽ ആവും, ഇത് 1/4 ആവും. V2 സമം സോ VD/4 ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇവിടെ വരും. VD/4, സോ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a meter bridge, the balanced length from left end, standard resistance of 1 ohm is on the right gap is found to be 20. Value of unknown resistance ആണ്. ഇത് മീറ്റർ ബ്രിഡ്ജ് എന്നിരിക്കട്ടെ AB. ഇത് ലെഫ്റ്റ് ഗ്യാപ്പ്, ഇത് റൈറ്റ് ഗ്യാപ്പ്. നമ്മൾ സർക്യൂട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു, ഗാലനോമീറ്റർ, ദെൻ ജോക്കി. ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? മീറ്റർ ബ്രിഡ്ജാണ്. ബാലൻസ് ലെങ്ത് ഫ്രം ലെഫ്റ്റ് എൻഡ്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഈസ് ഓൺ ദ റൈറ്റ് ഗ്യാപ്പ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് 1 ohm ആണ്. ഇവിടെ അൺനോൺ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, X എന്ന് വിളിക്കാം. ഇപ്പോൾ ബാലൻസ് ലെങ്ത് L എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എങ്കിൽ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ബാലൻസ് ആവുന്ന സമയത്ത് X/R ഈക്വൽസ് L. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത് ആണ്. L/100 - L ഇതാണ് ഫോർമുല. ഈ ദൂരം, മൊത്തം ദൂരം 100 ആണ്. 100 മീറ്റർ, 1 മീറ്റർ ആണ്, അപ്പോൾ 100 സെൻറ്റിമീറ്റർ. ഇതെല്ലാം ആകുമ്പോൾ ഈ ദൂരം 100 - 20 ആവും. അപ്പോൾ L1 20, L2 100 - 20. അപ്പോൾ L1/L2 ആണ്. X/Rൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 ഈക്വൽസ് L1 എന്ന് പറയുന്നത് 20/100 - 20 80. സോ X is equal to 1/4, which is equal to 0.25 ohm. ഓപ്ഷൻ 4. 48th ക്വസ്റ്റ്യൻ. നമ്മൾ തിയറി പഠിക്കുന്നതാണ്. ഇൻഡിവിജ്വലായിട്ട് ഓരോ ഹീറ്ററും ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ടൈം, അത് സീരിയസ് ആയി കണക്ട് ചെയ്താൽ ആ ടൈം T1 + T2, പാരലായി കണക്ട് ചെയ്താൽ T1 T2/T1 + T2. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് 2 ഡിവൈസ് ഓരോന്നും ഒരു നിശ്ചിത ഹീറ്റ് ഉണ്ടാക്കാനെടുത്ത ടൈം T1 അടുത്തത് T2 ആണ്. അത് സീരിയസ് ആയി കണക്ട് ചെയ്താൽ, ആ 2 ഡിവൈസിനെ സീരിയസ് ആയി കണക്ട് ചെയ്താൽ അതിന് വേണ്ട സമയം എന്ന് പറയുന്നത് T സീരിയസ് T1 + T2 ആയിരിക്കും. അത് രണ്ടും പാരലായി കണക്ട് ചെയ്താൽ T പാരലൽ സമം T1 T2/T1 + T2. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അത് രണ്ടിനെയും ബോത്ത് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. T സീരീസ് സമം T1 + T2. അടുത്ത ക്വസ്റ്റ്യൻ. 6 lead acid type secondary cell, each of EMF 2 volt and internal resistance 0.015 ohm are joined in series to provide a supply to resistance of 8.5 ohm. What is the current drawn from the supply and the terminal voltage? ഇപ്പോൾ ഇതുപോലെ എത്ര സെല്ലുകളുണ്ട്? 6 സെല്ലുകളുണ്ട്. 6 സെല്ല്. ഓരോന്നിൻ്റെയും വോൾട്ടേജ് E എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും 2 volts. അപ്പോൾ എല്ലാം സീരിയസ് ആയി കണക്ട് ചെയ്യാണ്. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വോൾട്ടേജ് എടുക്കുമ്പോൾ ഈ നെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ആഡ് ചെയ്യണം. 2 × 6 12 volt എന്ന് വരും. എല്ലാത്തിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. R എല്ലാത്തിനും. അതിനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിരിക്കുന്നു, R.
ഓരോന്നിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്കറിയാം ആണ് എങ്കിൽ ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8.5 ഓം ആണ്. എങ്കിൽ ഈ സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്ര ഇതിൻ്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, ഇതിന് അക്രോസ് ആയിട്ടുണ്ട് എ ബിക്ക് ഇടയിലുണ്ടാകുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര. അപ്പോൾ കറണ്ട് ഐ എന്ന് പറയുന്നത് കറണ്ട് ഐ ഇ നെറ്റ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ആർ നെറ്റ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ആർ, അതായത് ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് നടത്തും. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എല്ലാം കൂട്ടണം, അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഐ ഈസ് ഈക്വൽ ടു ഇ നെറ്റ് 6 into 2 12 by R 8.5 plus 8.5 plus R net. ഓരോന്നിൻ്റെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.015 ആണെങ്കിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 0.015. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ആഡ് ചെയ്യുക, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കറണ്ട് കിട്ടും, കറണ്ട് 1.4 ആംപിയർ എന്ന് കിട്ടും. കാൽക്കുലേഷൻ ഇട്ടാൽ മതി. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്. അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കറണ്ടിനെ ഈ റെസിസ്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് അറിയുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വോൾട്ടേജ്, അതായത് 1.4, ഈ വോൾട്ടേജിനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1.4 ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 8.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11.9 വോൾട്ട് എന്ന് വരും. ഓക്കെ, ആൻസർ 2. Final question. If B1 is the magnetic induction at a point on the axis of a circular coil of radius R situated at a distance R √3 and B2 is the magnetic field at the center of the coil, then the ratio of B1 by B2 is equal to. അപ്പോൾ B2 എന്ന് പറയുന്നത് സെൻറ്ററിലും B1 എന്ന് പറയുന്നത് ഒരു കോയിലിൻ്റെ R√3 ദൂരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡുമാണ്. അപ്പോൾ ഇതൊരു കോയിലായിട്ട് നമുക്ക് എടുക്കാം. കോയിലിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതിന് റേഡിയസ് ഉണ്ട് R ആണ്. അവിടുന്ന് എക്സ് ദൂരത്തിലൊരു പോയിൻ്റ് എടുത്തു, എക്സ്. ഈ എക്സ് എന്ന് പറയുന്നതാണ് അവർ R√3 എന്ന് തന്നിരിക്കുന്നത്. ആ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിനെ ഒ എന്ന് കൊടുക്കാം. ഈ കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം കാണണം, അതാണ് B1. അപ്പോൾ ഒരു പർട്ടിക്കുലർ ദൂരത്തിലിരിക്കുന്ന സമയത്തെ ആക്സിസിൽ ഏതെങ്കിലും സ്ഥലത്തുള്ള ദൂരത്തിലിരിക്കുന്ന സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ni r² by 2 into r² plus x² the whole raised to 3/2. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ആക്സിൽ അല്ല ഏതെങ്കിലും ഒരു പോയിന്റിലുള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് R√3. അപ്പോൾ B1 എന്ന് പറയുന്നത് μ0 ni r² by 2 into ഇത് r² പ്ലസ് എക്സിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ എൻ്റെ എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ r² into 3 എന്ന് വരും. 3r². The whole raised to 3/2. So B1 equals μ0 ni r² by 2 into r² plus r², 3r², 4r². 4r² the whole raised to 3/2 എന്ന് പറഞ്ഞാൽ 4r² the whole raised to 3/2. 4r² the whole raised to 3/2. 3/2 എന്നെടുക്കുന്നതിന് പകരം 1/3 എന്നെടുക്കുകയാണെങ്കിൽ റൂട്ട് എന്നെടുക്കാം. റൂട്ട് എന്നെടുത്തിട്ട് ഇതിനെ ക്യൂബ് എന്ന് വിളിച്ചാൽ മതി. പവർ 1/2 പകരം ഞാൻ റൂട്ട് എന്ന് വിളിച്ചു. അപ്പോൾ μ0 ni r² by 2 into ഓക്കെ 4ൻ്റെ റൂട്ട് 2. ഓക്കെ 2 ക്യൂബ് 8. r² റൂട്ട് r, ഇവിടെ r³ വരും. ഈ r² r² ക്യാൻസൽ ആകുമ്പോൾ താഴെ ഒരു r വരും. അപ്പോൾ B1 കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ B1 ഈക്വൽസ് μ0 ni by 2 into 4 r² by 2 into r² plus r². 4 r² the whole raised to 3/2 എന്ന് പറഞ്ഞാൽ 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 എന്ന് പറഞ്ഞാൽ 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r² plus r². 4 r² the whole raised to 3/2 by 2 into r
R ഇൻറ്റു 1/8 എന്നാണ്. 1/8. അതേസമയത്ത് സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni/2R. അത് ഡയറക്റ്റ് ഫോർമുല. സെൻട്രൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റേഷ്യോ B1/B2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ ഇതെല്ലാം ക്യാൻസലായി 1/8 എന്ന് വരും. സോ B1/B2 ഈക്വൽസ് 1/8. ഓപ്ഷൻ 2. ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീങ്. ഓക്കെ. Good morning, my dear students. We are going to discuss questions in your revision test. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. Match the list 1 and list 2. Here, A, B, C, D. Arrangement of the particles in CCP lattice or HCP lattice and in the voids or face center, corner, etc. What about the number of the tetrahedral void and octahedral void? What is the principle? If there is one atom in lattice, CCP lattice or HCP lattice, if there is one atom in lattice, there will be two tetrahedral void and one octahedral void. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഏത് പ്രോബ്ലവും ചെയ്യാം ഇതുമായി ബേസ് ചെയ്ത്. ലാറ്റിസിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ രണ്ട് ടെട്രാഹെഡ്രൽ വോയിഡും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസ് നോക്കാം. A in CCP and B is equally distributed in octahedral and tetrahedral void. അപ്പോൾ one atom of A ഉണ്ട്, ഒരു A atom ലാറ്റിസിലുണ്ട്. Then B atoms are equally distributed in octahedral and tetrahedral void. octahedral voidൽ ഒരു ബി ഉണ്ട്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു ബി ഇവിടെയുമുണ്ട്. Therefore, formula of the compound is AB2. അപ്പോൾ എയ്ക്ക് നേരെ എന്ത് വരും? ഇറ്റ് ഈസ് എസ്. പെട്ടെന്ന് നോക്കണം, എയ്ക്ക് നേരെ എസ് ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 3 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ബാക്കി നോക്കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയേ മതിയാകൂ. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. In class B, B in HCP and A occupies 2/3 of the octahedral void. B ലാറ്റിസിലിരുന്നു. One atom of B in lattice. ഉടൻ പറയണം 2 tetrahedral void and 1 octahedral void. B in HCP and A occupies 2/3 of the octahedral void. What is 2/3 of the octahedral void? 1 into 2/3 A ഇരുന്നു. Thus, formula of the compound is A 2/3 B1. A 2/3 B1. Make it as a whole number, multiply by 3. Therefore, this is same as A2B3. Therefore, answer A2B3. അപ്പോൾ ബിക്ക് നേരെ പി. പെട്ടെന്ന് നോക്കണം, എയ്ക്ക് നേരെ എസും ബിക്ക് നേരെ പിയും ഉള്ള എത്ര ഓപ്ഷൻ? എയ്ക്ക് നേരെ എസും ബിക്ക് നേരെ പിയും 2 ഓപ്ഷൻ ഉണ്ട്, 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. അപ്പോൾ അടുത്തതിലേക്ക് പോകണം. നെക്സ്റ്റ്, എ അറ്റ് ദ കോർണേഴ്സ് ആൻഡ് ഫേസ് സെൻറ്റേഴ്സ്, ബി അറ്റ് എഡ്ജ് സെൻറ്റേഴ്സ് ആൻഡ് ബോഡി സെൻറ്റർ.
ലിസൺ, ഒരു ക്യൂബിൻ്റെ എഡ്ജിലുള്ള പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം 1/8. ഫേസ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ ഈസ് 1/2. അതിൻ്റെ അർത്ഥം ഒരു ക്യൂബിൻ്റെ ഫേസിൻ്റെ സെൻറ്ററിലിരിക്കുന്ന പാർട്ടിക്കിൾ 2 ക്യൂബുകളുടെ സ്വന്തമാണ്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഹാഫ് മാത്രമേ ഈ ക്യൂബിന് കിട്ടുകയുള്ളൂ. ദെയർഫോർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഫേസ് സെൻറ്റർ ഈസ് 1/2. Contribution of the particle at the edge center is 1/4. അതായത് ഈ ക്യൂബിൻ്റെ പോലെയുള്ള 4 ക്യൂബുകളുടെ സ്വന്തമാണ് ഈ പാർട്ടിക്കിൾ. Therefore the edge center contribution is 1/4. Then body center contribution, it is 1. അപ്പം നമുക്ക് നോക്കാം, A at the corners and face centers. അപ്പോൾ മൊത്തം 8 കോർണറുണ്ട്, 6 ഫേസ് സെൻറ്ററുമുണ്ട്. അപ്പോൾ മൊത്തം A എത്ര ഉണ്ടെന്ന് നോക്കിക്കേ, 1/8 × 8. 8 കോർണറിലുള്ള പാർട്ടിക്കിളിൻ്റെ A 1/8 × 8 പ്ലസ് ഫേസ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ ഈസ് 1/2. 1/2 × 6, ഇത്രയും A ഉണ്ട്. അടുത്തത് B at the edge centers and body centers. Edge center contribution is 1/4 into, ഒരു കോർണറിന് 12 എഡ്ജസ് ഉണ്ട്. Therefore 1/4 × 12 plus 1/4 × 12 plus. ഇനി ഒരു പാർട്ടിക്കിൾ ബോഡി സെൻറ്റർ ആണ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്, പ്ലസ് 1 B ഉണ്ട്. അപ്പോൾ ഇതെത്ര വരും? 1/8 × 8 is 1 plus 3 which is A4. ഇത് 3 plus 1 4, A4 B4 which is same as AB. And therefore ഓപ്ഷൻ സിക്ക് നേരെ എന്തെഴുതണം? AB, it is R. ഇനി നമുക്ക് ഒരെണ്ണം കൂടി. B in CCP and A occupies all the tetrahedral and all the octahedral void and tetrahedral voids. Therefore the answer, B in CCP lattice, 1 atom of B in lattice. ഉടൻ പറയണം, 2 tetrahedral void and 1 octahedral void. A എവിടെ ഇരുന്നു? All the octahedral and tetrahedral void. 2 tetrahedral voidൽ 2A ഇരുന്നു, ഇവിടെ 1A ഇരുന്നു. മൊത്തം എത്ര A ഉണ്ട്? 3. And therefore formula of the compound is A3B1 which is A3B. Therefore it is Q. And therefore the correct answer is option 1. Next question. The non-stoichiometric iron oxide has a composition of Fe.940. What would be the ratio of the ferrous and ferric ion present in it? ഇത് ഏത് ഡിഫക്റ്റ് ആണ്? This defect is called metal deficient defect. Ferrous oxide is Fe+2 O-2, Fe+2 O-2. ഇതാണ് ഫെറസ് ഓക്സൈഡ്. ഇവിടെ ഇപ്പോൾ യാതൊരു ഡിഫക്റ്റും ഇല്ല. പക്ഷേ ഒരു ഫെറസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, കാണാനില്ല, ഒരു വേക്കൻസി ഉണ്ടായിരിക്കുന്നു. ആരൊക്കെ അന്വേഷിച്ചിട്ടും ആ ഫെറസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഫെറസ് പറയും, ഇവിടെ നഷ്ടപ്പെട്ട 2 പോസിറ്റീവാണ്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ 2 ഫെറസ് തീരുമാനമെടുക്കും. അതോടുകൂടി E+2 പറയും, ഞാൻ +3 ആകാം. E+2 പറയും, ഞാനും +3 ആകാം.
അതോടുകൂടി പ്രശ്നം അവസാനിക്കുന്നു. ഈ വേക്കൻസി അതുപോലെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഈ ഡിഫക്റ്റിൻ്റെ പേരാ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇവിടെ ബഹുഭൂരിപക്ഷവും ഫെറസാണ്, കുറച്ച് ഫെറിക്ക് വന്നിട്ടുണ്ട്. Fe+2 becomes Fe+3. അതുകൊണ്ട് ഈ ഡിഫക്റ്റാണ്, ദാറ്റ് ഇസ് കോൾഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫോമുല എന്ത് വന്നത്? Fe.94O. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ പറയണം, ഇതിൽ ബഹുഭൂരിപക്ഷവും ഫെറസാണ്, വളരെ കുറച്ച് ഫെറിക്കുമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇറ്റ് ഈസ് Fe.94O. So, if there is no defect, what is the formula? FeO. ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ FeO. ഡിഫക്റ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൽ ബഹുഭൂരിപക്ഷവും Fe+2 ആ. വളരെ കുറച്ച് ഫെറിക്കുമുണ്ട്, ഓക്സിജനും ഉണ്ടാവും. അപ്പോൾ ഈ ഫോമുല വന്നതിപ്പോൾ മനസ്സിലായി. ഇതിൽ ബഹുഭൂരിപക്ഷം ഫെറസും കുറച്ച് ഫെറിക്കും ഓക്സിജനുമുണ്ട്. ഇവിടെയോ ഫെറസും ഓക്സിജനും മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത് എക്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഫെറിക്ക് എത്ര ഉണ്ടാകും? 0.94 - x. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് 0.94. ഇനി നോക്കിക്കേ, ഓക്സിജൻ്റെ ചാർജ് -2, അയണിൻ്റെ ചാർജ് +2 ആ. രണ്ടും ന്യൂട്രലൈസ് ചെയ്തു. മോളിക്യൂൾ ഈസ് ന്യൂട്രൽ. ഈ മോളിക്യൂളും ന്യൂട്രലാ. ഇതിൻ്റെ ചാർജ് -2. അപ്പോൾ ഇതിൻ്റെ മൊത്തമുള്ള ചാർജ് +2 വരണം. ഏതാ ഈ മൊത്തമുള്ള ചാർജ്? കംപ്ലീറ്റ് ഫെറസിൻ്റെയും ഫെറിക്കിൻ്റെയും ചാർജിൻ്റെ തുക 2 വരണം. ഒരു ഫെറസിൻ്റെ ചാർജ് 2, എക്സ് ഫെറസിൻ്റെ ചാർജ് 2x. ചാർജ് ഓഫ് 1 ferrous is 2. ചാർജ് ഓഫ് എക്സ് ഫെറസ് ഈസ് 2x. ചാർജ് ഓഫ് 1 ferric is +3. Therefore, charge of 0.94x is 0.94 - x × 3. ഈ തുക എത്ര വരണം? +2 വരണം, 2 വരണം. ഇതൊന്ന് സോൾവ് ചെയ്യണം. വേഗം സോൾവ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും x is equal to 0.82 എന്ന് വരും. സിംപ്ലിഫൈ ഇറ്റ്. x is equal to 0.82. അപ്പോൾ ഫെറസ് കിട്ടി. ആ ഫെറസ് 0.82 ആണ്. അപ്പോൾ ഇതെത്ര വരും? 0.94 - x. 0.94 - 0.82 is 0.12. അപ്പോൾ ഫെറസിൻ്റെയും ഫെറിക്കിൻ്റെയും റേഷ്യോ, ദാറ്റ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു 0.82 (0.12) or 82 (12) or 41 (6). Therefore, answer is ratio between ferrous and ferric is 41 (6). Option 1 is the answer. Next, total volume of atoms present in a face-centered cubic unit cell of metal of atomic radius r. ഒരു സിമ്പിൾ ക്യൂബിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? only one particle. പക്ഷേ ഫേസ് സെൻറ്റേഡ് ക്യൂബിലോ 4 പാർട്ടിക്കിൾ ഉണ്ട്. 4 പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിനെ സ്ഫിയറായി സങ്കല്പിക്കാം. ഒരു സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്? 4/3πr³. But it is given, it is face-centered cubic unit cell. Face-centered means one unit cell contains 4 particles, 4 spheres. അപ്പോൾ ക്വസ്റ്റ്യൻ 4 സ്ഫിയറിൻ്റെ മൊത്തമുള്ള വോളിയം എന്ത്? This into 4, answer is 16πr³ divided by 3. Answer option 4. Next, aluminium
atomic mass 27, crystallizes in the cubic system with a cell edge length of 4.05 Armstrong unit. Its density is 2.7 gram per centimeter cube. Determine the unit cell type and radius of aluminum. What is the equation for density of a unit cell? Is Z into molar mass by Avogadro number into a cube. ഇതിൽ Z ഒഴികെ എല്ലാം അറിയാം. നമുക്ക് Z കണ്ടുപിടിക്കണം. What is Z? Number of particles present in one unit cell. Z1 means simple cube. Z2 means body-centered cube. Z4 means face-centered cube. അതാണ് ചോദ്യം. Determine the unit cell type. അപ്പോൾ Z കണ്ടിട്ട് Z1 ആണെങ്കിൽ സിമ്പിൾ ക്യൂബ്, Z2 ആണെങ്കിൽ ബോഡി സെൻറ്റേഡ്, Z4 ആണെങ്കിൽ ഫേസ് സെൻറ്റേഡ് ക്യൂബ്. എന്നിട്ട് അലൂമിനിയത്തിൻ്റെ റേഡിയസും കണ്ടുപിടിക്കണം. തുടങ്ങാം. ഡെൻസിറ്റി 2.7 gram per centimeter cube equal to Z into molar mass of aluminum is atomic mass same 27 by Avogadro number 6.02 into 10 raised to 23 into ഡെൻസിറ്റി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. ഇവിടെ തന്നിരിക്കുന്നു എഡ്ജ് ലെങ്ത് ഈസ് 4.05 ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡെൻസിറ്റി സെൻറ്റിമീറ്റർ ക്യൂബിൽ കിട്ടണമെങ്കിൽ ആ എഡ്ജ് ലെങ്തിനെ സെൻറ്റിമീറ്റർ ആക്കണം. ദിസ് ഇസ് ഈക്വൽ ടു 4.05 ഇൻറ്റു 10 raised to -8 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കണം. അപ്പോൾ 4.05 ക്യൂബ് ഇൻറ്റു 10 raised to -8 ക്യൂബ് എന്ന് പറയുമ്പോൾ 10 raised to -24. ഇത് രണ്ടും കൂടെ പെട്ടെന്ന് ക്യാൻസൽ ആകുമ്പോൾ ഒരു 10 വരും. ഇത് സോൾവ് ചെയ്താൽ Z കിട്ടും. ഓൺ ഫൈനൽ സോൾവിങ് Z ബിക്കംസ് 2 എന്ന ആൻസർ വരും. അപ്പോൾ വേഗം പറയൂ. Z is equal to 4. So on solving Z becomes Z is equal to 4. വേഗം പറയണം. Z4 വന്നാൽ അതേത് സ്ട്രക്ചർ ആയിരിക്കും? ഫേസ് സെൻറ്റേഡ് ക്യൂബ്. അപ്പോൾ ആൻസർ ഫേസ് സെൻറ്റേഡ് ക്യൂബാണ്, FCC ആണ്. കാരണം ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് Z പെട്ടെന്ന് കണ്ടുപിടിക്കണം. ദ ആൻസർ ഈസ് Z is equal to 4 ഫേസ് സെൻറ്റേഡ് ക്യൂബ്. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. പറയൂ, റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫോർ എ ഫേസ് സെൻറ്റേഡ് ക്യൂബ് ഫേസ് ഡയഗണൽ √2a ഈസ് ഈക്വൽ ടു 4r. Therefore radius equal to √2a by 4, which is √2 into റേഡിയസിൻ്റെ യൂണിറ്റ് ആംസ്ട്രോങ് യൂണിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എഡ്ജ് ലെങ്ത് ആംസ്ട്രോങ് യൂണിറ്റ് ഇട്ടാൽ മതി. 4.05 ഡിവൈഡഡ് ബൈ 4. നോക്കിക്കേ, 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ √2 വരും, 1.4 സംതിങ്. Therefore answer is option 4. The structure is FCC and the radius of aluminum atom is 1.432 Armstrong unit. Next question. For rhombic sulfur, which of the following crystal parameter is correct? Sulfur has two allotropic form. One is called rhombic sulfur, another is called monoclinic sulfur. ഈ സൾഫറിൻ്റെ യൂണിറ്റ് സെൽ റോംബോഹെഡ്രൽ അല്ല, ഓർത്തോറോംബിക് ആണ്. അപ്പം മറക്കരുത്, റോംബിക് സൾഫർ റോംബോഹെഡ്രൽ അല്ല, സ്ട്രക്ചർ ഈസ് ഓർത്തോറോംബിക്. അപ്പോൾ ഓർത്തോറോംബിക്കിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വേഗം പറയണം. ഇൻ ഓർത്തോറോംബിക് A is not equal to B is not equal to C, but
alpha is equal to beta is equal to gamma is equal to 90 degree. ഒരു ഓർത്തോറോംബിക് യൂണിറ്റ് സെല്ലിൻ്റെ ആക്സിയൽ ആംഗിളും ആക്സിയൽ ഡിസ്റ്റൻസിൻ്റെയും വാല്യൂ ഇതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1ഉം കറക്റ്റാണ്, ഓപ്ഷൻ 3യും കറക്റ്റാണ്. 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 90, ഗാമ ഈസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു 90 തന്നെയാണ്. Therefore answer is option 4. Both 1 and 3 are correct. Next, for rhombic sulfur, in FCC structure of an element, what is the total number of voids in 0.6 mole of it? 0.6 mole atoms ലാറ്റിസിലിരുന്നു. നിങ്ങൾ 1 മോളെന്ന് കേൾക്കുമ്പോൾ പറയും 6.02 × 10⁻23 ആറ്റംസ് ആണ്. അപ്പോൾ 0.6 മോൾ എന്ന് കേട്ടാൽ 0.6 × Na ആറ്റംസ് ആണ്. ഇത്രയും ആറ്റംസ് എവിടെ ഇരുന്നു? ഇൻ ലാറ്റിസ്. നോക്കിക്കേ, 0.6 മോളിനകത്ത് മൊത്തം എത്ര വോയിഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അർത്ഥം 0.6 മോൾ ഇരുന്നത് ലാറ്റിസിലാണ്. 0.6 × Na ആറ്റംസ് ഇൻ ലാറ്റിസ്. അപ്പോൾ പറയൂ, ടെട്രാഹെഡ്രൽ വോയിഡ് ഇതിൻ്റെ ഇരട്ടി 1.2 × Na ടെട്രാഹെഡ്രൽ വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡ് ഇതിൻ്റെ പകുതി, ഒക്ടാഹെഡ്രൽ വോയിഡ് 0.6 × Na. Therefore total void is sum of these two, which is 1.8 × Na is the total number of voids, which is 1.8 × 6.02 × 10⁻23 voids. This is the answer. അതിൻ്റെ ആൻസർ വരും 1.08 × 10⁻24 is the answer. Therefore answer is option 2, 1.08 × 10⁻24. Next, a metal crystallizes in FCC lattice. What is the closest distance between metal atoms if edge length of the unit cell is 4.242 Armstrong unit? ഒരു FCCയിലെ ഏറ്റവും അടുത്തുള്ള 2 ആറ്റങ്ങൾ തമ്മിലുള്ള ദൂരം ചോദിച്ചാൽ, ഇതൊരു ക്യൂബാണ്. ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാകും, കോർണറിലുള്ളവരും ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടം മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് നിയറസ്റ്റ് നൈബേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവരുടെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഫേസ് ഡയഗണൽ ഇതാണ്, ഫേസ് ഡയഗണലിൻ്റെ പകുതിയാണ്. വാട്ട് ഈസ് ഫേസ് ഡയഗണൽ? √2a. നമുക്ക് വേണ്ടത് √2a/2. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് ഫേസ് ഡയഗണൽ, അതിൻ്റെ പകുതി √2a/2. Therefore answer is √2/2 × edge length is 4.242 Armstrong unit. പക്ഷേ ആൻസർ നോക്കിക്കേ, ആൻസർ ഈസ് ഗിവൺ ഇൻ പൈക്കോമീറ്റർ. അപ്പോൾ വേഗം ആൻസർ പറയണം. ഈ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3 എന്ന് വരും, 3 ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് വരും ആൻസർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 3 കിട്ടും. 4.242 ആംസ്ട്രോങ് യൂണിറ്റ് ആണ്. Therefore answer is 3 ആംസ്ട്രോങ് യൂണിറ്റ്. But answer is in picometer. 1 ആംസ്ട്രോങ് യൂണിറ്റ് is 100 picometer. അതറിയണം. 1 ആംസ്ട്രോങ് യൂണിറ്റ് is 100 picometer. Therefore 3 ആംസ്ട്രോങ് യൂണിറ്റ് is 300 picometer. Answer
option 3. Next, correct statement regarding ferrimagnetic material is, ഫെറിമാഗ്നറ്റിലെ മോളിക്യൂൾസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ദാ ഇങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. 2 ഡയറക്ഷനാണ്, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Therefore, in a ferrimagnetic substance, magnetic moments are equal in both direction and therefore it contains. Question: the correct statement regarding ferrimagnetic material. Now listen here. This is called antiferro. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫെറി ആണ്. For antiferro, this is the direction, and this direction is called ferromagnetic. It is called ferro. In ferro, magnetic moments, all magnetic moments are in the same direction. In antiferro, magnetic moments are equal and opposite direction. Then ferri, in ferrimagnetic, 2 ഡയറക്ഷനും ഉണ്ടാകും, പക്ഷേ അൺഈക്വൽ നമ്പർ ആയിരിക്കും. നോക്കിക്കേ, അപ്പോൾ ferrimagnetic substances arises due to the alignment of magnetic moment in both direction in unequal amount. Therefore, it contains unequal number of magnetic moment vectors in opposite direction. Equal ആണെങ്കിൽ antiferro, ഒറ്റ ഡയറക്ഷനേ ഉള്ളുവെങ്കിൽ ferro. Therefore, answer is option 4. Next, question number 9. To get n-type semiconductor impurity to be added to silicon should have the following number of valence electron. നമുക്കറിയാം 14th ഗ്രൂപ്പിലാണ് സെമി കണ്ടക്ടർ സിലിക്കണും ജെർമേനിയവും. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കുവാൻ, നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കുന്നതിന് വേണ്ടി പീരിയോഡിക് ടേബിളിലെ 15ാമത്തെ ഗ്രൂപ്പിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത് ഇവരെ ഡോപ്പ് ചെയ്താൽ മതി. അതിൽ നൈട്രജൻ ഗ്യാസാണ്, ഡോപ്പ് ചെയ്താൽ പറന്നു പോകും. അതുകൊണ്ട് ബാക്കി നൈട്രജൻ ഒഴികെയുള്ളവരെ ഡോപ്പ് ചെയ്യാം. ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 5. അപ്പം 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ളവരെ ചേർത്താൽ എൻ ടൈപ്പ്, 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ളവരെ ചേർത്താൽ പി ടൈപ്പ്. Therefore, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ സിലിക്കണിൻ്റെ കൂടെ ആരെ ചേർക്കണം? വിത്ത് എലമെൻറ്റ് വിത്ത് വാലൻസ് ഇലക്ട്രോൺ 5. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ഇൻ 58.5 gram sodium chloride is. സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ഫേസ് സെൻറ്റേഡ് ക്യൂബിൻ്റെ സ്ട്രക്ചറാണ്. ഒരു യൂണിറ്റ് സെല്ലിൽ 1 യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 4 molecules of sodium chloride എന്ന് പഠിച്ചിട്ടുണ്ടാവും. In 1 unit cell there are 4 molecules of sodium chloride. Therefore, the structure of sodium chloride is phase centered. പക്ഷേ ലാറ്റിസ് ഫേസ് സെൻറ്റേഡ് അല്ല, കാരണം 2 അയോണുകളുടെ ഇൻ്റർ പെനിട്രേഷൻ നടന്നുണ്ടാകുന്നതാണ്. അപ്പോൾ 4 സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഇരുന്നാൽ ഇതൊരു യൂണിറ്റ് സെല്ല, 1 സെൽ. 4 മോളിക്യൂൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഒരു സെല്ല. 8 മോളിക്യൂൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 2 യൂണിറ്റ് സെൽ. 40 മോളിക്യൂൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 10 യൂണിറ്റ് സെൽ. ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് നോക്കാം. 58.5 gram സോഡിയം ക്ലോറൈഡ് എത്ര മോളാണെന്ന് നോക്കാം. 58.5 by മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് കാണാൻ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അറ്റോമിക് മാസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 58.5 തന്നെയാണ്. സോഡിയം 23, ക്ലോറിൻ 35.5, ആഡ് ചെയ്യുമ്പോൾ 58.5. Therefore, answer is 1 mole. 1 mole contains Na molecules. അപ്പോൾ മൊത്തം Na മോളിക്യൂൾസ് ഉണ്ട്. 4 മോളിക്യൂൾ ആണെങ്കിൽ ഒരു യൂണിറ്റ് സെൽ.
40 സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ 10 യൂണിറ്റ് സെൽ. അപ്പോൾ 4 NaCl ആണെങ്കിൽ 1 യൂണിറ്റ് സെൽ. അപ്പോൾ Na മോളിക്യൂൾ ഉണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെൽ? Which is Na/4 unit cells. Answer is Na/4 unit cell. Na Avogadro number 6.02 into 10 raised to 23. Up 6.02 divided by 4. Therefore, answer becomes option 3. 1.5 into 10 raised to 23 is the answer. Next. Radius of metal atom can be expressed in terms of the length of a unit cell. Simple cube, body-centered cube, face-centered cube. For simple cube, A is 2R, therefore R is A/2. For body-centered cube, body diagonal √3A is 4R, therefore R is √3A/4. For face-centered cube, face diagonal √2A is 4R, therefore R is √2A/4, which is 4 means 2 into 2, ഒരു √2 കൂടെ ക്യാൻസൽ ആകും, അപ്പോൾ A/2√2. Therefore, A/2 for simple cubic lattice correct. √3A/4 is correct for radius for BCC. A/2√2 is correct for FCC. Therefore, answer is all of the above, option 4. Next, in CCP structure, the first and third layers are repeated, etc. We know hexagonal close packing in 2 dimension when converted into 3 dimension. ശ്രദ്ധിച്ച് കേൾക്കണം. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. 2 dimension എന്ന് പറഞ്ഞാൽ നീളവും വീതിയും മാത്രമേ ഉള്ളൂ, ഉയരമില്ല. ഇനി ഉയരം കൂടി ഉണ്ടാകുമ്പോൾ 2 ടൈപ്പ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. വൺ ഈസ് കോൾഡ് AB arrangement. Another is called ABC arrangement. This is called hexagonal close packing in 3 dimension. This is called cubic close packing, which is same as face-centered cube. അപ്പോൾ CCPയുടെ സ്ട്രക്ചർ ഇതാ ABC. ABCയിൽ നോക്കിക്കേ, 1 2 3 4. 4ാമത്തെ ലെയർ ഇരിക്കുന്നത് 1ാമത്തെ ലെയറിൻ്റെ തൊട്ടു മുകളിലാണ്. 4th ലെയർ ഈസ് ജസ്റ്റ് above the first layer. 5th ലെയർ ഈസ് ജസ്റ്റ് above the second layer. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഇതിൽ കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ 2. ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ലെയേഴ്സ് ആർ റിപ്പീറ്റഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ലെയർ, ദിസ് ഈസ് ദ ഫോർത്ത് ലെയർ. അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ ആൻഡ് ഫിഫ്ത്ത് ലെയർ ആർ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാലും മതി. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. Next one. In an element X, atomic mass 80 is having face-centered cubic structure. Calculate number of unit cells present in 8 gram of X. Face-centered cube ആണ്. In face-centered cube, 1 unit cell contains 4 molecules. ഒരു യൂണിറ്റ് സെല്ലിൽ 4 മോളിക്യൂൾ ഉണ്ടാവും ഫേസ് സെൻറ്റേഡിൽ. ഇവിടെ 8 gram എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ എത്ര യൂണിറ്റ് സെല്ലുണ്ട്? 8 gram എക്സ് ഈസ് ഈക്വൽ ടു 8/80 മോൾ.
which is 1 by 10 mole. 1 by 10 mole ഉണ്ട്. 1 by 10 മോളിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? ദിസ് ഈസ് 1 by 10 ഇൻറ്റു ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 8 ഗ്രാമിൽ 1 by 10 മോളുണ്ട്. 1 by 10 ഇൻറ്റു Na മോളിക്യൂൾസ് ഉണ്ട്. 4 മോളിക്യൂളാണ് ഒരു യൂണിറ്റ് സെൽ. ഇത്രയും മോളിക്യൂൾ എത്ര യൂണിറ്റ് സെല്ലായിരിക്കും? 1 by 10 ഇൻറ്റു Na by 4 യൂണിറ്റ് സെൽസ്. അപ്പം ഇത്ര യൂണിറ്റ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 by 40 ഇൻറ്റു Na, which is 0.025 into Na unit cells. This is the answer. So answer is option 4. Next, volume occupied by atoms in a simple cubic unit cell is, edge length is A. In a simple cube, only one particle, only one sphere. Question: what is the volume of this sphere? It is simple cube. In simple cube, only one particle, one sphere. Volume of a sphere is 4 by 3 pi r cube. This is the answer. But in the options, no radius term there. But there is edge length. So remember, for a simple cube, A is equal to 2r. Therefore, r is equal to A by 2. Therefore, r cube is equal to A cube by 8. You substitute r cube as A cube by 8. Therefore, 4 by 3 into pi into A cube by 8. 4 by 8, this is 2. Therefore, pi A cube by 6. Answer is option 3. Therefore, volume occupied by atom, only one atom is present. Volume of one atom is pi A cube by 6. Next, in a cubic unit cell, 7 of the 8 corners are occupied by atoms of A and centers of all faces are occupied by atoms of B. General formula of the compound is, ഒരു ക്യൂബിലെ കോർണർ കോൺട്രിബ്യൂഷൻ എത്രയാ? 1 by 8. പക്ഷേ 7 കോർണേഴ്സിൽ മാത്രമേ എ ഇരുന്നുള്ളൂ. അപ്പോൾ എ എത്ര ഉണ്ട്? 1 by 8 into 7. ഇനി 1 by 8 into 7. And centers of all faces are occupied by atoms of B. Face center contribution is 1 by 2. 6 face centers are present. അതിൽ മുഴുവനും ആരിരുന്നു? B. Therefore, answer formula A 7 by 8 B 3. Make it as a whole number, multiply by 8. Therefore, A 7 B 24. Answer is A 7 B 24, option 3. Next, we are going to discuss the questions based on surface chemistry. Colloid of which one of the following can be prepared by electrical dispersion method as well as reduction method? Electrical dispersion method is called Bredig-Sarku method. Bredig-Sarku method ഉണ്ടാക്കണമെങ്കിൽ ഇനേർട്ടായ മെറ്റൽസ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം മുതലായ ഇലക്ട്രോഡ് മുതലായ മെറ്റലുകളുടെ കൊളോയിഡ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. Bredig-Sarku method is used for the preparation of inert metals like gold, silver, platinum, etc. And gold can also be prepared by reduction method.
NCERT ടെക്സ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗോൾഡിൻ്റെ ക്ലോറൈഡ്, ഓറിക് ക്ലോറൈഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫോർമാൽഡിഹൈഡ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. യു വിൽ ഗെറ്റ് കൊളോയിഡൽ ഗോൾഡ്. അവിടെ സംഭവിച്ചത് ഓറിക് ക്ലോറൈഡിനെ ഫോർമാൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്ത് കൊളോയിഡൽ ഗോൾഡാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇതൊരു കെമിക്കൽ മെത്തേഡാണ്. ഗോൾഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ Bredick arc method as well as chemical method called reduction. Therefore, answer is colloidal gold. Next, rate of physisorption increases with. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടിയാൽ അഡ്സോർപ്ഷൻ നടന്ന മോളിക്യൂൾ എല്ലാം ഇറങ്ങിപ്പോകും. ഒരു തേനീച്ചക്കൂട്ടിൽ ചൂട് കൂടുമ്പോൾ തേനീച്ചകൾ ഇറങ്ങിപ്പോകുന്നത് പോലെ ചൂട് കൂടുമ്പോൾ ഫിസിസോപ്ഷൻ കുറഞ്ഞു വരും. Therefore, physisorption takes place only at low temperature. Therefore, question, rate of physisorption increases with decrease in temperature. ടെമ്പറേച്ചർ കുറയുന്തോറും ഫിസിസോപ്ഷൻ കൂടി വരും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും ഫിസിസോപ്ഷൻ കുറഞ്ഞു വരും. ആൻസർ ഓപ്ഷൻ 4. Next, the dispersed phase in colloidal ferric hydroxide is positively charged, while that in colloidal gold is negatively charged. അപ്പം ഒരു കൊളോയിഡിൻ്റെ ഡി പിയുടെ ചാർജ് പോസിറ്റീവാണ്, കൊളോയിഡൽ ഗോൾഡിൻ്റെ ഡി പിയുടെ ചാർജ് നെഗറ്റീവാണ്. ഈ രണ്ട് കൊളോയിഡും കൂടെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസേഷൻ ഓഫ് ദ ചാർജസ് ഓൺ ബോത്ത് ഡി പി. ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ കൊയാഗുലേഷൻ സംഭവിക്കും. അപ്പോൾ ഈ രണ്ട് കൊളോയിഡുകൾ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ. ക്വസ്റ്റ്യൻ, which of the following is not correct? 1. Coagulation in both the salts can be made by electrophoresis. എല്ലാ കൊളോയിഡുകളെയും ഇലക്ട്രോഫോറസിസ് കൊണ്ട് കൊയാഗുലേഷൻ നടത്താൻ കഴിയും. 2. Sodium sulfate solution causes coagulation of both the salts. Correct. സോഡിയം സൾഫേറ്റിൽ സോഡിയം അയോണുമുണ്ട്, സൾഫേറ്റ് അയോണുമുണ്ട്. സൾഫേറ്റ് അയോൺ ഇവിടെ വന്ന് ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് കൊയാഗുലേഷൻ നടത്തും. Na+ ഇവിടെ വന്ന് നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് കൊയാഗുലേഷൻ നടത്തും. അതും കറക്റ്റാണ്. നെക്സ്റ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ കൊയാഗുലേറ്റ് ഗോൾഡ് സോൾട്ട് മോർ റെഡിലി. മഗ്നീഷ്യം ക്ലോറൈഡിൽ Mg2+ ഉണ്ട്, Cl- ഉണ്ട്. ചാർജ് കൂടുന്തോറും കൊയാഗുലേറ്റ് ചെയ്യാനുള്ള പവർ കൂടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഹാർഡി-ഷൂൾസ് റൂൾ. Mg2+ പെട്ടെന്ന് ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കും. ഇതിനൊരു മൈനസേ ഉള്ളൂ, ഇതിനെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ കൊയാഗുലേഷൻ നടത്തൂ. ദാറ്റ് ഈസ് കറക്റ്റ്. 4. Mixing of both the salt has no effect is a wrong statement. Why? രണ്ട് കൊളോയിഡുകളുടെയും ചാർജുകൾ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള ഡി പിയുടെ ചാർജസ് ഓപ്പോസിറ്റുള്ള കൊളോയിഡ് മിക്സ് ചെയ്താൽ charges of both dp will be neutralized and it will undergo coagulation, and therefore mixing of both the salt has no effect is a wrong statement. Mixing will produce coagulation of both colloids. Answer option 4. Next, during adsorption നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ്. 1. ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ഡെൽറ്റ ജി ഈസ് ഓൾസോ നെഗറ്റീവ്. മറക്കരുത്, അഡ്സോർപ്ഷൻ നടക്കുമെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്. Delta G is given by delta H minus T delta S. അപ്പോൾ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒറ്റ ആൻസർ മതി. ഫോർ അഡ്സോർപ്ഷൻ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് മീൻസ് delta H minus delta S should be negative.
Therefore, answer is option 2. Delta H minus T delta S is negative. Answer option 2. Next, the volume of gases hydrogen, methane, carbon dioxide and ammonia adsorbed by 1 gram of activated charcoal at 298 Kelvin and 1 atmosphere pressure are in the order. Adsorption of a gas depends on polarity of the gas. Polarity depends on dipole moment. ഗ്യാസുകൾക്ക് ഡൈപോൾ മൊമെൻ്റ് കൂടുന്തോറും അഡ്സോർപ്ഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗ്യാസുകൾ 1 ഹൈഡ്രജൻ, 2 മീഥെയിൻ. മീഥെയിൻ ഈസ് എ സിമെട്രിക് മോളിക്യൂൾ, ടെട്രാഹീഡ്രൽ മോളിക്യൂൾ. Carbon dioxide is a linear molecule. Ammonia is a pyramidal molecule having a lone pair. We have studied for hydrogen dipole moment is 0. Tetrahedral methane dipole moment is 0. It is a symmetric molecule. അതുപോലെ കാർബൺ ഡയോക്സൈഡ് ലീനിയർ മോളിക്യൂളാണ്. ഡൈപോളുകൾ ക്യാൻസലായി μ=0. But in the case of ammonia, it is pyramidal. അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ക്യാൻസലേഷൻ നടക്കില്ല. ഡൈപോൾ മൊമെൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് കൂടുന്തോറും അഡ്സോർപ്ഷൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അഡ്സോർപ്ഷൻ നടക്കുന്ന മോളിക്യൂൾ ആരാണ്? അമോണിയ. അപ്പോൾ പെട്ടെന്ന് നോക്കണം, മാക്സിമം അമോണിയ നടക്കുന്ന എത്ര കേസുകളുണ്ടെന്ന് നോക്കണം. മാക്സിമം അഡ്സോർപ്ഷൻ ഹൈഡ്രജൻ അല്ല, മീഥെയിൻ അല്ല, കാർബൺ ഡയോക്സൈഡ് അല്ല, മീഥെയിൻ. അതുകൊണ്ട് ആൻസർ 4 തന്നെ. ഇനി എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുകൂടി നമുക്ക് നോക്കാം. സോ മാക്സിമം ഡൈപോൾ മൊമെൻ്റ് ഫോർ അമോണിയ. ബാക്കി 3 പേർക്കും ഡൈപോൾ മൊമെൻ്റ് 0യാ. ഇനി നമുക്ക് പരിശോധിക്കണം ബോണ്ടുകളുടെ പൊളാരിറ്റി. കാർബൺ ഓക്സിജൻ ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട്. ഓക്സിജൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. അതുകൊണ്ട് ഈ വടം വലിയിൽ ഓക്സിജൻ ഒരു പൊളാരിറ്റി ഉണ്ടാകും. CO ബോണ്ട് ഈസ് മോർ പോളാർ ദാൻ CH ബോണ്ട് ബിക്കോസ് oxygen is more electronegative and therefore CO bond is more polar than CH bond. അതുകൊണ്ട് അമോണിയ കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കഴിഞ്ഞാൽ മീഥെയിൻ. HH ഒരു പൊളാരിറ്റിയും ഇല്ല. ഈ വടം വലിയിൽ ആരും ജയിക്കുന്നില്ല, തോക്കുന്നില്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി 0. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പൊളാരിറ്റി 0 തന്നെയാണ്. ഇതാണ് ലീസ്റ്റ് അഡ്സോർബ്ഡ് ഗ്യാസ്, ഇതാണ് മോസ്റ്റ് അഡ്സോർബ്ഡ് ഗ്യാസ്. Therefore answer ammonia, carbon dioxide, then methane, hydrogen. Option 4. Next question. Correct statement about Helmholtz electrical double layer is. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ഡി പി കൊളോയിഡിലെ ഡി പിക്ക് ചാർജ് ഉണ്ടാവാൻ കാരണം ഡ്യൂ ടു ദി പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് ദി അയോൺസ്. ഇതിന് ചുറ്റും പ്ലസ് വന്നിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ ഡി പി എന്ന് പറയുന്നതാണ് ദിസ് ലെയർ ഈസ് കോൾഡ് ഫിക്സഡ് ലെയർ. അപ്പോൾ DM ഇവിടെയാണ്. ആ ലെയറിൻ്റെ പേരാ ഡിഫ്യൂസ്ഡ് ലെയർ. അപ്പോൾ DM-ന് ചുറ്റും ഇനി ആര് കാണും? ഇപ്പോൾ 100 പോസിറ്റീവ് അയോൺ ഉണ്ടെന്നിരിക്കട്ടെ, 100 നെഗറ്റീവ് അയോണും ഉണ്ടെന്നിരിക്കട്ടെ. പോസിറ്റീവ് അയോണുകളിൽ വളരെ കുറേ അധികം ആൾക്കാർ ഇവിടെ വന്ന് പറ്റിപ്പിടിച്ചു. ഇതിന് ചുറ്റും നെഗറ്റീവ് അയോണും ബാക്കിയുള്ള പോസിറ്റീവ് അയോണും കാണും, കുറച്ച് പോസിറ്റീവും കാണും. ഇപ്പോൾ 60 പോസിറ്റീവ് ഇവിടെ പറ്റിപ്പിടിച്ചെങ്കിൽ 40 പോസിറ്റീവും 100 നെഗറ്റീവും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മൊത്തമുള്ള ചാർജ് നെഗറ്റീവായിരിക്കും. അപ്പം 100 പോസിറ്റീവും 100 നെഗറ്റീവും, 60 പോസിറ്റീവ് ഇവിടെ വന്നിരുന്നു, ബാക്കി 40 പോസിറ്റീവും 100 നെഗറ്റീവും DM-ന് ചുറ്റുമുണ്ട്. ദിസ് ഇസ് കോൾഡ് ഡിഫ്യൂസ്ഡ് ലെയർ, ദിസ് ഇസ് കോൾഡ് ഫിക്സഡ് ലെയർ.
ഈ രണ്ട് ലെയറുകൾക്ക് പറയുന്ന പേരാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ രണ്ട് ലെയറുകൾ തമ്മിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ 2ഉം 4ഉം മാത്രമാണ്. 2. It is a combination of two layers of opposite charges around colloidal salt. ഞാൻ പറഞ്ഞു ഇവിടെ പ്ലസും മൈനസും വന്നെങ്കിലും പ്ലസിൻ്റെ എണ്ണം കുറവാ, മൈനസിൻ്റെ എണ്ണം കൂടുതലാ. അതുകൊണ്ട് ഇതിന് മൊത്തമുള്ള ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 ഓപ്പോസിറ്റ്ലി ചാർജ് ലെയേഴ്സ്. 4. Potential difference between the fixed layer and the diffused layer is called zeta potential is correct. ഈ ലെയറും ഈ ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലാണ് സീറ്റ പൊട്ടൻഷ്യൽ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് 2 and 4. നെക്സ്റ്റ് വൺ, ഹൗ വുഡ് യു ഒബ്റ്റെയിൻ എ സോൾ ഓഫ് AgI the dispersed phase of which migrate towards cathode under the electric field? അപ്പോൾ ഡീപ്പ് കാഥോഡിലോട്ട് സഞ്ചരിക്കണം. കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാ. നെഗറ്റീവായ ഇലക്ട്രോഡിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ DPയുടെ ചാർജ് പോസിറ്റീവ് ആകണം. സിൽവർ അയോഡൈഡ് എന്ന കൊളോയിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. By the reaction between silver nitrate and potassium iodide, you will get silver iodide plus potassium nitrate. ഇതിൻ്റെ പേരാണ് കൊളോയിഡൽ സിൽവർ അയോഡൈഡ്. സോ സിൽവർ അയോഡൈഡ് ഇസ് എ കൊളോയിഡ്. ഒരു കാര്യം മറക്കരുത്, സിൽവർ അയോഡൈഡിലെ DPക്ക് ചാർജ് ഉണ്ടാവാൻ 2 പേർക്ക് മാത്രമേ അവസരമുണ്ടാകൂ. ഒന്നുകിൽ Ag+ വന്ന് പറ്റിപ്പിടിച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ AgIയുടെ സർഫസിൽ I- മാത്രം വന്ന് പറ്റിപ്പിടിക്കാം. ഈ 2 പേർക്ക് മാത്രമേ AgIയുടെ സർഫസിൽ അഡ്സോർബ് ചെയ്യാൻ അവകാശമുള്ളൂ. ഇതാണ് പറ്റിപ്പിടിക്കുന്നതെങ്കിൽ DPയുടെ ചാർജ് പോസിറ്റീവ്. ഇതാണ് പറ്റിപ്പിടിക്കുന്നതെങ്കിൽ DPയുടെ ചാർജ് നെഗറ്റീവ്. നമുക്ക് ഏത് ചാർജാണ് വേണ്ടത്? DP പോസിറ്റീവ്. എങ്കിലേ കാഥോഡിലേക്ക് സഞ്ചരിക്കൂ. അപ്പോൾ DPയുടെ ചാർജ് പോസിറ്റീവ് ആകണമെങ്കിൽ Ag+ വന്ന് പറ്റിപ്പിടിക്കണം. അതുകൊണ്ട് AgNO3 എക്സസ് ഉണ്ടായിരിക്കണം. അതേസമയം പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ഉണ്ടായിരുന്നുവെങ്കിൽ I- വന്ന് AgIയുടെ സർഫസിൽ പറ്റിപ്പിടിക്കും. യു വിൽ ഗെറ്റ് എ DP വിത്ത് നെഗറ്റീവ് ചാർജ്. ഇതെല്ലാം NCERT ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് കിട്ടണമെങ്കിൽ പറയൂ, ആരെ എക്സസ് എടുക്കണം? AgNO3. എങ്കിലേ Ag+ എക്സസ് ഉള്ളൂ. ഇവിടെ വന്ന് പറ്റിപ്പിടിക്കൂ. Therefore answer by adding little excess of AgNO3 to Ki solution, option 2 is the answer. Next one, 5 ml of a standard gold salt needs 0.5 milligram lyophilic colloid for its protection from coagulation. Calculate the gold number. What is the definition? 10 ml colloidal gold അതിലേക്ക് 1 ml 10% സോഡിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച 18 milligram of a lyophilic colloid. Therefore, gold number is the 18 milligram of a lyophilic colloid which just prevents the coagulation of 10 ml colloidal gold by adding 1 ml 10% sodium chloride എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 5 ml കൊളോയിഡിലേക്ക് എത്ര ഇടണം? 0.5 milligram. എങ്കിൽ
10 ml കൊളോയിഡിലേക്ക് എത്ര മില്ലിഗ്രാം ഇടേണ്ടി വരും? ഇതിൻ്റെ ഡബിളാണിത്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ 1 മില്ലിഗ്രാം ഇടേണ്ടി വരും. അപ്പോൾ 10 ml കൊളോയിഡൽ ഗോൾഡിനെ കൊയാഗുലേഷനിൽ നിന്ന് സംരക്ഷിക്കുവാൻ 1 മില്ലിഗ്രാം ലയോഫിലിക് കൊളോയിഡ് ഇടണമെങ്കിൽ gold number is 1. Therefore, gold number is 1. What is the definition of gold number? Gold number is the weight in milligram of a lyophilic colloid which is just to prevent the coagulation of 10 ml colloidal gold. This is 5 ml. That is 0.5. 10 ml in this double 1 milligram. Gold number is 1. Next. Match list 1 and list 2 and select the correct answer using the codes given below. Fog, മൂടൽമഞ്ഞ്. മൂടൽമഞ്ഞിലെ DPR ലിക്വിഡ് വാട്ടർ, DMR എയർ. അപ്പോൾ DP, അപ്പം ഫോഗിലെ DPR ലിക്വിഡ്, DMR ഗ്യാസ്. അങ്ങനെയുള്ളവരുടെ പേര് പറയൂ. Aerosol. Milk, DP is liquid, DM is also liquid. രണ്ടും ലിക്വിഡ് ആയവരുടെ പേരാണ് ഇമൾഷൻ ആർ. അടുത്തത് ചീസ്. ഇൻ ചീസ് അല്ലെ ബട്ടർ, അതുപോലെ ബട്ടർ DP is liquid, DM is solid, therefore it is called a gel. Next, സോപ്പ് ലാദർ. സോപ്പിൻ്റെ പതയിൽ ലിക്വിഡാണ് കൂടുതൽ, എയറാണ് കുറവ്. എയർ ഈസ് ഗ്യാസ് ഈസ് DP, liquid is DM, and that is called foam. അതിൻ്റെ പേരാണ് foam, and therefore answer is option 1. Next one. The ability of an ion to bring about coagulation of a given colloid depends upon ഒരു DPയുടെ ചാർജ് പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, അതിനെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട അയോണിൻ്റെ ചാർജ് മൈനസ് ആയിരിക്കണം. അത് മൈനസ് കൂടുന്തോറും എബിലിറ്റി കൂടും. അതുപോലെ DP നെഗറ്റീവ് ആണെങ്കിൽ കൊയാഗുലേഷൻ നടത്തണമെങ്കിൽ പോസിറ്റീവ് അയോൺ ആയിരിക്കണം. പോസിറ്റീവ് ചാർജ് കൂടുന്തോറും കൊയാഗുലേഷൻ്റെ പവർ കൂടും. Therefore, ability of an ion to bring about coagulation depends on both magnitude and the charge. ഇപ്പോൾ ഈ പ്ലസ്സിലേക്ക് ഈ പ്ലസ് ഇട്ടാൽ കൊയാഗുലേഷൻ നടക്കില്ല. അപ്പം ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, ചാർജിൻ്റെ അളവിനെയും ഡിപ്പെൻഡ് ചെയ്യും. Therefore, answer both magnitude and charge. ചാർജും വേണം, മാഗ്നിറ്റ്യൂഡും നോക്കണം. മാഗ്നിറ്റ്യൂഡ് കൂടണം, ചാർജ് ഓപ്പോസിറ്റ് ആയിരിക്കുകയും വേണം. അതുകൊണ്ട് ചാർജിനെയും മാഗ്നിറ്റ്യൂഡിനെയും ആശ്രയിക്കുന്നതായിരിക്കും എബിലിറ്റി ഓഫ് എൻ അയോൺ ടു ബ്രിങ് അബൌട്ട് കൊയാഗുലേഷൻ. നെക്സ്റ്റ്, മെറ്റലർജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. Which of the following fluxes is used to remove acidic impurities in metallurgic process? ഫ്ലക്സ് ചേർക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അസിഡിക് ഇംപ്യൂരിറ്റി ആണെങ്കിൽ എന്ത് ചേർക്കണം? ബേസിക് ഫ്ലക്സ്. ഇനി ബേസിക് ഇംപ്യൂരിറ്റി ആണെങ്കിൽ അസിഡിക് ഫ്ലക്സും വേണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു അസിഡിക് ഇംപ്യൂരിറ്റീസ്. അപ്പം വേണ്ടത് ബേസിക് ഫ്ലക്സ്. ബേസിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ് മതി. ലൈംസ്റ്റോൺ ഈസ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഓൺ ഡീകമ്പോസിഷൻ വി വിൽ ഗെറ്റ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ഒരു ബേസിക് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ബേസിക് ഫ്ലക്സ് വേണമെങ്കിൽ കാൽസ്യം ഓക്സൈഡ് വേണം. അതെടുക്കുന്നതിന് വേണ്ടി കാൽസ്യം കാർബണേറ്റ് എന്ന ലൈംസ്റ്റോൺ ഇടണം. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഓർമ്മയുണ്ടാകും. ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ വി ആർ യൂസിങ് ലൈംസ്റ്റോൺ ആസ് ദ ബേസിക് ഫ്ലക്സ് there. Therefore, answer option 2. Next one.
Match list 1 and list 2 to select the correct answer using the codes given below. Cyanide process. The inert മെറ്റലായ സിൽവറും ഗോൾഡും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സയനൈഡ് പ്രോസസ്. ബിക്കോസ് gold, in the extraction of gold, the ore should be leached with sodium cyanide or potassium cyanide. അതുകൊണ്ട് cyanide process is used in the extraction of gold. Flotation process. ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ പതയുണ്ടാക്കുവാൻ ഫ്രോത്തിങ് ഏജൻറ്റ് ചേർക്കണം. ദാറ്റ് ഇസ് കോൾഡ് പൈൻ ഓയിൽ. പൈൻ ഓയിൽ ചേർക്കുമ്പോൾ ഫ്രോത്ത് ഉണ്ടാകും, പതയുണ്ടാകും. അതുകൊണ്ട് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ പൈൻ ഓയിൽ ചേർക്കണം. അടുത്തത് ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. അലൂമിനിയം ഉണ്ടാക്കുന്ന മെത്തേഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് dissolved in molten cryolite. Therefore, extraction of aluminum is given by electrolytic reduction by passing current. Next, zone refining. Zone refining കൊണ്ടുണ്ടാക്കുന്നതാണ് അൾട്രാ പ്യുവർ സിലിക്കണും അൾട്രാ പ്യുവർ ജെർമേനിയവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. Therefore, zone refining is used for the preparation of ultra pure germanium. Therefore, answer option 2. Next, the most electropositive metals like sodium, potassium, കാൽസ്യം, അലൂമിനിയം ഇവരെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇലക്ട്രോളിസിസ് മാത്രമേ കഴിയൂ. കാർബണിനെ പോലെയുള്ള റെഡ്യൂസിങ് ഏജൻറ്റിനൊന്നും അത് കഴിയില്ല. ഇലക്ട്രോൺ എന്ന ശക്തനായ റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ കൊണ്ട് മാത്രമേ ഈ മെറ്റൽ ഉണ്ടാക്കാൻ കഴിയൂ. Therefore, most electropositive metals are isolated from their ores by electrolysis of fused ionic salt. Answer option 4. Next, when the sample of copper with silver impurity is to be purified by electrolysis, appropriate electrodes are purification of copper. ഓർമ്മയുണ്ടോ? Electrolyte is copper sulfate solution. Dip, anode and cathode. Anode must be impure electrode. ഇതിനകത്ത് കോപ്പറും സിൽവറും ഉണ്ട്. അവിടെ നിന്ന് Cu2+ ഇറങ്ങി വരും. ആ Cu2+ കാഥോഡിലേക്ക് മൂവ് ചെയ്യൂ, ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂടും. അതുകൊണ്ട് Cu2+ ആണ്. കറണ്ട് കടന്നു പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് Cu2+ ആണ്. ചാർജ് പോസിറ്റീവായതുകൊണ്ട് കാഥോഡിലേക്ക് പോകൂ, ആനോഡിലോട്ട് വരില്ല. അന്ന് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് പ്യുവർ കോപ്പറാണ്. അതുകൊണ്ട് ഇത് ഇംപ്യുവർ കോപ്പറാണ്. Therefore, impure copper is anode and cathode is pure copper. Therefore, cathode must be pure copper, anode must be impure copper in the extraction of gold, in the extraction of copper. So, answer option 4. Next, sodium cyanide is sometimes added to the froth flotation process as a depressant. Froth flotation process നടക്കുന്നത് എപ്പോഴാണ്? In the case of sulfide ores. സൾഫൈഡ് ഓറുകൾ ഫ്രോത്തിൻ്റെ മുകളിൽ, പതയുടെ മുകളിൽ പൊങ്ങിക്കിടക്കും. അവർ ലൈറ്റാണ്, ഭാരം കുറവാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ സൾഫൈഡ് ഒരുമിച്ചുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ PbSഉം ഉണ്ട്, ZnSഉം ഉണ്ട് ഒരുമിച്ച്, നമുക്ക് PbS എടുക്കണം, PbS കളക്ട് ചെയ്യണം. അപ്പം ഫ്രോത്തിൻ്റെ മുകളിൽ രണ്ടു പേരും പറ്റിപ്പിടിച്ച് അവിടെ കിടക്കും. ഒരു സൾഫൈഡിനെ ഇല്ലാതാക്കണം. അതിനു വേണ്ടി ഒരു ഡിപ്രസൻ്റ് ചേർക്കണം. ദാറ്റ് ഡിപ്രസൻ്റ് ഈസ് സോഡിയം സയനൈഡ്. ബിക്കോസ് സോഡിയം സയനൈഡ് സിങ്ക് സൾഫൈഡുമായി ചേർന്ന് ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ആ കോംപ്ലക്സ്
അലിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞ് കിടക്കുകയും ചെയ്യും. അപ്പോൾ പതയുടെ മുകളിൽ PbS മാത്രമാകും. ആൻഡ് ദെയർഫോർ സോഡിയം സയനൈഡ് ഈസ് കോൾഡ് ഡിപ്രസൻറ്റ്. ഒരു സൾഫൈഡിനെ പിടിച്ച് സോഡിയം സയനൈഡ് ഒരു കോംപ്ലക്സായി മാറ്റും. ആ കോംപ്ലക്സിൻ്റെ ഫോർമുല ഇതാണ് Na2ZnCnCn4 ആൻഡ് സിങ്ക് സൾഫൈഡ് ഫോംസ് എ സോളുബിൾ കോംപ്ലക്സ് Na2ZnCn4 വൈൽ PbS റിമെയിൻ ഓൺ ദ ഫ്രോത്ത്. പതയിൽ PbS മാത്രം പൊങ്ങിക്കിടക്കും. ZSO4 സോളുബിളായ ഒരു കോംപ്ലക്സായി മാറുന്നു. ദാറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ ഡിപ്രസൻറ്റ്. അപ്പം ഡിപ്രസൻറ്റ് ചേർക്കുന്നത് എപ്പോൾ ഒന്നിൽ കൂടുതൽ സൾഫൈഡ് ഒരുമിച്ചുള്ള ഓറുകളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്രസൻ്റാണ് സോഡിയം സയനൈഡ്. നെക്സ്റ്റ് വൺ, ടോട്ടൽ നമ്പർ ഓഫ് കാർബണേറ്റ് ഓഴ്സ് among the following is. അതിൻ്റെയൊക്കെ ഫോർമുല അറിയണം. ആർജൻറ്റൈറ്റ് ഈസ് സിൽവർ സൾഫൈഡ്. കലാമിനീസ് zinc carbonate. Malachite is basic copper carbonate which is CuOH twice CuCO3. Galena PbS lead sulfide in the pera galena. Then magnetite, it is called Fe3O4. Dolomite is a mixed carbonate of calcium carbonate and magnesium carbonate. അതാണ് ഡോളമൈറ്റ്. കാസിറ്ററൈറ്റ് SnO2. ബോക്സൈറ്റ് Al2O3 എന്താണ് ക്വസ്റ്റ്യൻ? ടോട്ടൽ നമ്പർ ഓഫ് കാർബണേറ്റ് ഓർ 1 2 3 4. ആൻസർ ഈസ് 4. ഇതിനകത്ത് കാർബണേറ്റ് ഓറുകൾ മൊത്തം 4 മാത്രമാണ്. ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 1 ആൻസർ ഈസ് 4. നെക്സ്റ്റ് വൺ, oxidation state of copper in. This is copper in. Copper is +1 is. Yes. Oxidation state of copper is +1 in. Malachite. What is malachite? CuCO3 CuOH twice. ഇവിടെയും കോപ്പർ 2+, ഇവിടെയും കോപ്പർ 2+. Cuprite Cu2s. നോക്കിക്കേ, കോപ്പറിൻ്റെ വാലൻസി 1. ഇറ്റ് കണ്ടെയ്ൻ Cu+1. കുപ്രൈറ്റ് Cu2O ഈസ് കോൾഡ് കുപ്രൈറ്റ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, കോപ്പർ ഗ്ലാൻസ് ആണ് ഈ പറഞ്ഞത്. കുപ്രൈറ്റ് ഈസ് Cu2O വിച്ച് കണ്ടെയ്ൻ Cu+1. കോപ്പർ വാലൻസി 1. അതുകൊണ്ട് മാലക്കൈറ്റിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. കുപ്രൈറ്റിലും കോപ്പർ ഗ്ലാൻസിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. Therefore ആൻസർ both 2 and 3. നെക്സ്റ്റ്, ബ്ലിസ്റ്റേർഡ് കോപ്പർ. ബെസമർ കൺവേർട്ടറിൽ നിന്ന് വരുന്ന 98% കോപ്പറുണ്ട്. ആ 98% പ്യുവർ കോപ്പറിൻ്റെ പേരാ ബ്ലിസ്റ്റേർഡ് കോപ്പർ. അതുകൊണ്ട് ബ്ലിസ്റ്റേർഡ് കോപ്പർ പ്യുവർ കോപ്പർ അല്ല, ഓർ ഓഫ് കോപ്പർ അല്ല, അലോയി ഓഫ് കോപ്പർ അല്ല, ഇംപ്യുവർ കോപ്പർ തന്നെയാണ്. അതിനകത്ത് 98% കോപ്പർ ഉണ്ട്. അതിൽ നിന്ന് ഇനി ബാക്കി 2% ഇമ്പ്യൂരിറ്റി മാറ്റാനാണ് നമ്മൾ നേരത്തെ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഒക്കെ പഠിച്ചത്. സോ ഇംപ്യുവർ കോപ്പറാണ് ബ്ലിസ്റ്റേർഡ് കോപ്പർ. നെക്സ്റ്റ് വൺ, which one of the following reaction is an example for calcination? During calcination, no oxygen is consumed in the reaction. ചൂടാക്കുമ്പോൾ ഓക്സിജൻ കൺസ്യൂം ചെയ്യാൻ പാടില്ല. Here oxygen consumed, here oxygen consumed, here oxygen consumed. ഇവിടെ ഓക്സിജൻ കൺസ്യൂം ചെയ്തില്ല. അതുകൊണ്ട് ഹീറ്റിംഗ് നടത്തുമ്പോൾ ഓക്സിജൻ കൺസ്യൂം ചെയ്യാത്ത റിയാക്ഷൻ മാത്രമാണ് കാൽസിനേഷൻ. Therefore calcination, the only one example is MgCO3. Next one, following reaction is not involved in the thermite process.
Following reaction is, which of the following reaction is not involved in thermite process? What is thermite process? ഏതെങ്കിലും ഒരു മെറ്റൽ ഓക്സൈഡിനെ അലൂമിനിയം ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാ അലൂമിനോ തെർമൈറ്റ് പ്രോസസ്, സിംപിളി തെർമൈറ്റ് പ്രോസസ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, അലൂമിനിയം കൊണ്ട് മെറ്റൽ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാ തെർമൈറ്റ് പ്രോസസ്. ദാ അലൂമിനിയം റെഡ്യൂസസ് മെറ്റൽ ഓക്സൈഡ്, അലൂമിനിയം റെഡ്യൂസസ് മെറ്റൽ ഓക്സൈഡ്, അലൂമിനിയം റെഡ്യൂസസ് മെറ്റൽ ഓക്സൈഡ്. ഇവിടെ അലൂമിനിയം ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ അയൺ എടുത്തു. ദിസ് ഈസ് നോട്ട് എ തെർമൈറ്റ് പ്രോസസ്. In all thermite processes, reducing agent is metallic aluminum, and therefore option 3 is not a thermite process. Answer option 3. Next, ഇനി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകാം. Organic chemistry. An organic compound A having molecular formula C5H10Cl2 is hydrolyzed to give a compound B, which gives an oxime with hydroxylamine and yellow precipitate with iodine and NaOH. The compound A should be. The compound A should be. ശ്രദ്ധിച്ച് കേൾക്കണം. Yellow precipitate is obtained when treated with iodine and halogen. Iodine and NaOH. ആ റിയാക്ഷൻ്റെ പേരാ ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ CH3CO ഗ്രൂപ്പ് ഉണ്ടാകണം. CH3CO ഗ്രൂപ്പുള്ള എല്ലാ ആൽഡിഹൈഡുകളും കീറ്റോണുകളും ഹാലോഫോം റിയാക്ഷൻ തരും. ഇനി ഓക്സൈം വിത്ത് ഹൈഡ്രോക്സിലമീൻ, all aldehydes and ketone will react with hydroxylamine forming oxime. എല്ലാ ആൽഡിഹൈഡുകളും കീറ്റോണുകളും ഹൈഡ്രോക്സിലമീനുമായി ചേർന്ന് ഓക്സൈമും തെറ്റും. അപ്പോൾ ഈ ഫോമുലയുള്ള ഏത് കോമ്പൗണ്ടിലാണ് ഇതെല്ലാം ഹൈഡ്രോളിസിസ് കഴിഞ്ഞതിന് ശേഷം നടക്കുക? നിങ്ങൾക്കറിയാം, ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എപ്പോഴും CLന് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ CL ആരാകും? OH ആകും. CL becomes OH. വേഗം ഓപ്ഷൻ 2 ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ 2 CH3 CH2 CH2 C Cl Cl CH3. ഇത് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? Cl becomes OH, Cl becomes OH. ഒരേ കാർബൺ ആറ്റത്തിൽ ഒന്നിൽ കൂടുതൽ OH ഉണ്ടെങ്കിൽ immediately 1 molecule of water will be eliminated. ഒരേ കാർബൺ ആറ്റത്തിൽ ഒന്നിൽ കൂടുതൽ OH ഉണ്ടെങ്കിൽ 1 മോളിക്യൂൾ വാട്ടർ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യും. Therefore the product is CH3 CH2 CH2 C double bond O CH3. OH വെച്ചും കൂടെ ചേർന്ന് വാട്ടർ ആയി CO. ഇതൊരു കീറ്റോണാ. All ketone will react with hydroxylamine forming oxime. ദാ CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഇത് അയോഡോഫോം തരും. ബാക്കിയുള്ള കേസിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. Therefore answer is option 2. CH3 CH2 CH2 CCl2 CH3 is the answer. Next, അടുത്ത question. Identify A in the following sequence of reactions. നമുക്കറിയാം, any alkyl halide will react with NH2 forming NH3 ammonia forming RNH2 എന്നറിയാം. So alkyl halide will react with ammonia forming primary amine plus HCl. Then
any primary amine when treated with chloroform and alcoholic potash, that reaction is called Hoffman's carbylamine reaction, forming RNC isocyanide. Any isocyanide on reduction gives RNHCH3, a secondary amine is produced. അവിടെ പറഞ്ഞിരിക്കുന്ന 3 റിയാക്ഷൻ ഇതാണ്. അപ്പോൾ ഈ എടുത്ത ക്ലോറൈഡ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാൽ മതി, ലാസ്റ്റ് കിട്ടിയ കോമ്പൗണ്ടിൽ CH3NH, ഇതാണ് R. അപ്പോൾ ഇത്രയും ഭാഗം മാറിയാൽ R ആരാണെന്ന് നോക്കിക്കേ. R is CH3 twice CH. ഇതാണ് ഈ R എന്ന് പറയുമ്പോൾ Cl ഇതാണ്. therefore ആൻസർ ഇതാണ്. ഈ കോമ്പൗണ്ട് CH3 twice CHCl അതാരാ? CH3 CHCl CH3. that compound is called isopropyl halide അല്ലെ ക്ലോറൈഡ്. therefore ആൻസർ ഈസ് isopropyl halide വേണം എടുക്കേണ്ടിയിരുന്നത്. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ C6H5CH2Br, one magnesium either hydrolysis, product X is. ലോകത്തിലുള്ള ഏതൊരു ക്രിഗ്നാർഡ് റിയേജൻറ്റിനെയും വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്താൽ, വാട്ടർ തന്നെ വേണമെന്നില്ല, എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ. എന്തോ ഈ ആക്റ്റീവ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ കണക്റ്റഡ് ടു ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ലൈക്ക് നൈട്രജൻ, ഫ്ലോറിൻ അല്ലെങ്കിൽ ഓക്സിജൻ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് RH+MgXOH. ഈ ആക്റ്റീവ് ഹൈഡ്രജൻ ആറിൻ്റെ കൂടെ ചേർന്നിരിക്കും. ദ പ്രോഡക്റ്റ് ഈസ് എ ഹൈഡ്രോകാർബൺ. ദിസ് ഇസ് എ ജനറൽ റിയാക്ഷൻ ഓഫ് ഓൾ Grignard reagent. Grignard reagent will react with any compound containing active hydrogen. That means hydrogen atom connected to highly electronegative element ആയ ഓക്സിജൻ, നൈട്രജൻ, ഫ്ലോറിൻ ഒക്കെ ആകാം. Then the product is RH. RH is the hydrocarbon. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. C6H5CH2Br when treated with magnesium. ഫസ്റ്റ് സ്റ്റെപ്പിൽ മഗ്നീഷ്യം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? RMgX. പ്രോഡക്റ്റ് ഈസ് C6H5CH2MgBr. അപ്പം ഇതാണ് RMgR. അടുത്ത സ്റ്റെപ്പിൽ RMgR ഈസ് ട്രീറ്റഡ് വിത്ത് H3O+ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ പ്രസൻസിൽ, ആസിഡിൻ്റെ പ്രസൻസിൽ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്തു, ഹൈഡ്രോളിസിസ്. പെട്ടെന്ന് ആറിലേക്ക് H വരും. പറയൂ, ഈ ആറിലേക്ക് H വന്നാൽ ഇവിടെ ഒരു H കൂടും. H കൂടുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് C6H5CH3. ദാറ്റ് കോമ്പൗണ്ട് ഈസ് കോൾഡ് toluene. therefore answer option 4. toluene is the answer. Next question. Next, CCl bond of chlorobenzene in comparison to CCl bond of methyl chloride will be. Methyl chloride is CH3Cl. Chlorobenzene is this one. ഇതാണ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനിൽ 3 ലോൺ പെയർ ഉണ്ടെന്നറിയാം. ഈ ലോൺ പെയറിനെ ബെൻസീൻ റിങ്ങിലേക്ക് ഒഴുക്കാം. ആ ഒഴുക്കിൻ്റെ പേരാ പ്ലസാർ എഫക്റ്റ്. therefore due to the presence of the lone pair, chlorine can exhibit പ്ലസാർ എഫക്റ്റ്. പക്ഷേ ക്ലോറിൻ്റെ പ്രിഡോമിനേറ്റിംഗ് എഫക്റ്റ് -I ആണെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധം വരുമ്പോൾ ലോൺ പെയർ താഴേക്ക് ഒഴുക്കും. ദാറ്റ് എഫക്റ്റ് ഇസ് കോൾഡ് പ്ലസാർ. ആ പ്ലസാർ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 ഇലക്ട്രോൺ ഇവിടെ വന്നൊരു ഡബിൾ ബോണ്ടായി മാറി Clനൊരു പോസിറ്റീവ് ചാർജും ഉണ്ടാകും.
അതുകൊണ്ട് മറക്കരുത്, in chlorobenzene this bond is having partial double bond character due to plus R effect. ഇവിടെ അങ്ങനെയുള്ള പ്രതിഭാസമൊന്നുമില്ല, റെസൊണൻസ് എഫക്റ്റ് ഇവിടെ ഇല്ല, ഇത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇൻ ക്ലോറോബെൻസീൻ കാർബൺ ക്ലോറിൻ ബോണ്ട് ഈസ് പാർഷ്യലി ഡബിൾ ബോണ്ടഡ് ക്യാരക്ടർ ഡ്യൂ ടു പ്ലസ് ആർ എഫക്റ്റ്. ഡബിൾ ബോണ്ട് ആകുമ്പോൾ ബോണ്ടിൻ്റെ ശക്തി കൂടും, ബോണ്ടിൻ്റെ നീളം കുറയും. അപ്പോൾ ബോണ്ടിന് നീളം കുറവാണ്, ബോണ്ടിന് ശക്തിയും കൂടുതലുമാണ്. അതുകൊണ്ട് ആൻസർ CCl bond of chlorobenzene is shorter and stronger. സ്ട്രോങ്ങർ ആവാൻ കാരണം 2 ബോണ്ടായി, പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ ഷോർട്ടർ ആണ്, ഡബിൾ ബോണ്ടിന് നീളം കുറവാണ്, സിംഗിൾ ബോണ്ടിനേക്കാൾ ഷോർട്ടർ ആൻഡ് സ്ട്രോങ്ങർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The starting substance for the preparation of iodoform in any one of the following except. iodoform ഉണ്ടാക്കണം, ഹാലോഫോം ഉണ്ടാക്കണം. ഹാലോഫോം ഉണ്ടാക്കേണ്ട കോമ്പൗണ്ടുകളിൽ CH3CO ഗ്രൂപ്പ് വേണം. അത് CH3CO ഗ്രൂപ്പുള്ള ആൽക്കഹോളാകാം, ആൽഡിഹൈഡാകാം, കീറ്റോൺ ആകാം. ഫസ്റ്റ് വൺ CH3COH, ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. CH3CHOH CH3, ദാ CH3CO ഉണ്ട്. Therefore this compound will undergo haloform reaction. ഇതുകൊണ്ട് iodoform ഉണ്ടാക്കാൻ കഴിയും. സെക്കൻഡ് വൺ CH3CH2OH, ദാ CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ് വിൽ ഗീവ് ഹാലോഫോം. അടുത്തത് ഇല്ല, CH3CO ഗ്രൂപ്പ് ഇല്ല, അത് ഹാലോഫോം തരില്ല. ഫോർത്ത് വൺ CH3CO ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ ആണ്. അതുകൊണ്ട് ഹാലോഫോം തരുന്നത് CH3CO ഗ്രൂപ്പുള്ള എല്ലാ ആൽക്കഹോളുകളും, എല്ലാ ആൽഡിഹൈഡുകളും, എല്ലാ കീറ്റോണുകളും തരും. ദെർഫോർ തരാത്ത ഒരാളേ ഉള്ളൂ, 3. ദെർഫോർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ. The reaction of toluene with the chlorine in presence of ferric chloride gives X, and the reaction in presence of light gives Y. X and Y are. Toluene is this compound. This compound is treated with chlorine in presence of ferric chloride, chlorine in presence of light, chlorine in presence of ferric chloride, chlorine in presence of sunlight. Chlorine in presence of ferric chloride, product is electrophilic substitution. ഇതിനകത്ത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഓർത്തോ പാരാ പൊസിഷനിൽ ക്ലോറിൻ വരും. ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ പ്രോഡക്റ്റ് ഈസ് orthochlorotoluene plus parachlorotoluene CH3Cl. എന്നാൽ chlorine in presence of sunlight, that will be a free radical mechanism. Free radical can attack only the side chain. അപ്പോൾ ഈ ഓരോരോ H ഡോട്ട് ഇറങ്ങിപ്പോയി ഓരോ Cl ഡോട്ട് വന്നിരിക്കും. ഫൈനലി പ്രോഡക്റ്റ് ഈസ് CCl3. അപ്പോൾ ഇവിടെ ക്ലോറിൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ബെൻസീൻ റിങ്ങിലാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ ഇവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സൈഡ് ചെയിൻ. Therefore answer X is ortho 1 parachlorotoluene, Y is trichloromethyl benzene. Therefore answer option 3. Next, the compound that gives a tribromo derivative on treatment with bromine in water is. Bromine with water when treated with phenol, നമുക്കറിയാം. For example, in the case of phenol, when treated with the bromine in presence of a polar solvent like water, the product is OH, Br. എന്നാൽ നോൺ പോളാർ സോൾവെൻ്റ് അല്ലെങ്കിൽ ഓർത്തോബ്രോമോ
ഫീനോളും പാരാബ്രോമോഫീനോളും മാത്രമാകും. ഇവിടെ ട്രൈബ്രോമോ 2, 4, 6 ട്രൈബ്രോമോഫീനോൾ ഈസ് ദ പ്രോഡക്റ്റ്. ഇവിടെ ക്രിസോളാണ്, CRESOL ആണ്. അപ്പോൾ ഈ 42 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ട്രൈബ്രോമോ ഡെറിവേറ്റീവ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ബ്രോമിൻ. ആദ്യം ഓർത്തോക്രിസോൾ എടുക്കാം. ഓർത്തോക്രിസോളിൽ ഓർത്തോ പൊസിഷൻ CH3 ഉണ്ട്. ദാ ഈ OHൻ്റെ ഒരു ഓർത്തോ പൊസിഷനിൽ CH3 ഉണ്ട്. ഇനി ഇവിടെ ഒരു ബ്രോമിൻ വരും, ഇവിടെ ഒരു ബ്രോമിൻ വരും, ഡൈബ്രോമോയെ കിട്ടൂ. മെറ്റാക്രിസോൾ എന്ന് പറയുന്നത് ഇതാണ്. OHCH3 OHൻ്റെ ഓർത്തോ പൊസിഷൻ പാരാപ്പൊസിഷൻ ഫ്രീയാ. അപ്പം ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും. ഇറ്റ് ഈസ് കറക്റ്റ്. ദെയർഫോർ മെറ്റാക്രിസോൾ ഈസ് പോസിബിൾ. പാരാക്രിസോളിൽ അത് നടക്കില്ല, കാരണം പാരാപ്പൊസിഷൻ CH3. ബെൻസൈൽ ആൽക്കഹോളിൽ ഈ റിയാക്ഷൻ നടക്കത്തുമില്ല. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. Next one. Arrange the halide in the decreasing order of SN1 reactivity. SN1 reaction നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? സ്റ്റേബിൾ കാർബോണിയം അയോൺ ഉണ്ടാകണം. SN1 reaction is enhanced by സ്റ്റേബിൾ കാർബോണിയം അയോൺ. അപ്പോൾ സ്റ്റേബിളായ കാർബോണിയം അയോൺ ഉണ്ടാകുന്നവർ പെട്ടെന്ന് SN1 തരും. പെട്ടെന്ന് ആലോചിക്കണം. 1 CH3 CH2 CH2 Cl. അതിലെ കാർബോണിയം അയോൺ ഇതാ, എ പ്രൈമറി കാർബോണിയം അയോൺ. സെക്കൻഡ് വൺ CH2 ഡബിൾ ബോണ്ട് CH പ്ലസ് CH3. അതായത് Cl മൈനസ് ഇറങ്ങിപ്പോകുമ്പോഴാണ് കാർബോണിയം അയോൺ ഉണ്ടാകുന്നത്. ദിസ് ഈസ് എ പ്രൈമറി കാർബോണിയം അയോൺ, ദിസ് ഈസ് എ സെക്കൻഡറി കാർബോണിയം അയോൺ. സെക്കൻഡറി കാർബോണിയം അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി. അതുകൊണ്ട് SN1 പെട്ടെന്ന് തരാൻ സാധ്യത ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ്, സെക്കൻഡറിയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് സെക്കൻഡറി മാത്രമല്ല. ഈ കാർബോണിയം അയോണിൻ്റെ പേരാ അലൈൽ കാർബോണിയം അയോൺ. അതിനൊരു റെസൊനൻസ് ഉണ്ട്. പ്ലസ് ചാടി ഇവിടെ വരും, ഡബിൾ ബോണ്ട് ചാടി ഇവിടെ വരും. ആ പ്രതിഭാസത്തിൻ്റെ പേരാ റെസൊനൻസ്. ദെയർഫോർ അലൈൽ കാർബോണിയം അയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു റെസൊനൻസ്. ഇനി 3 ഓപ്ഷൻ 3 നോക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് നോക്കാം. CH3 CH2 CH പ്ലസ് CH3. ഇത് സെക്കൻഡറിയാണ്, അലയിലല്ല. ഇത് സെക്കൻഡറിയുമാണ്, അലയിലുമാണ്, ഹൈലി സ്റ്റേബിൾ. ഇത് പ്രൈമറി, ഹൈലി അൺസ്റ്റേബിൾ. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് SN1 തരുന്നത് ഇതാണ്. അത് കഴിഞ്ഞാൽ ഇത്. Therefore ആൻസർ ഈസ് 2 greater than 3 greater than 1. ആൻസർ ഓപ്ഷൻ 1. മറക്കല്ലേ, അലയിൽ കാർബോണിയം അയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു റെസൊനൻസ്. ഈ പ്ലസ് ഓടി ഇവിടെ വരും, ഡബിൾ ബോണ്ട് ചാടി ഇവിടെ വരും. ഈ ചാട്ടത്തിൻ്റെ പേരാ കള്ളക്കളി. ആ കള്ളക്കളിയുടെ പേരാണ് റെസൊനൻസ്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ 1. Next one. Decreasing order of the reactivity of the following compound towards OH minus ionase. ദാ ബെൻസീൻ റിങ്ങിലേക്കൊരു OH മൈനസ് വരുന്നു. OH മൈനസ് എന്ന് പറയുന്നതിൻ്റെ പേരാ ന്യൂക്ലിയോഫൈൽ. ബെൻസീൻ റിങ്ങിൽ നിറയെ ഇലക്ട്രോണുകളാണ്. ന്യൂക്ലിയോഫൈലിന് ബെൻസീൻ റിങ്ങിനെ ഇഷ്ടമല്ല. കാരണം OHൻ്റെ ചാർജ് നെഗറ്റീവാണ്. ബെൻസീൻ റിങ്ങിനകം നിറച്ച് ഇലക്ട്രോൺ കൊണ്ടുണ്ടാക്കിയ ക്ലൗഡാണ്, ഇലക്ട്രോണിൻ്റെ ക്ലൗഡാണിത്. അതുകൊണ്ട് ന്യൂക്ലിയോഫൈൽ ബെൻസീൻ റിങ്ങിനെ കണ്ടാൽ തിരിഞ്ഞോടും. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ,
Generally, aromatic compound will not undergo nucleophilic substitution reaction. Nucleophile ബെൻസീൻ റിങ്ങിനെ ഇഷ്ടമല്ല. പക്ഷേ ഇവിടുത്തെ ഇലക്ട്രോൺ കുറഞ്ഞാൽ ശരി OH- വരാൻ ഒരു ചെറിയ ഇഷ്ടം തോന്നുകയും ചെയ്യും. അപ്പം നമുക്ക് നോക്കാം കോമ്പൗണ്ട്സ്. നമ്മുടെ കോമ്പൗണ്ടുകളിൽ first compound is metanitrobromobenzene. The first compound metanitrobromobenzene. ഇത് ബ്രോമോബെൻസീൻ, മെറ്റയിൽ ഒരു NO2 ഗ്രൂപ്പ്. NO2 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത -6ഉമുണ്ട് -I-യുമുണ്ട്. പക്ഷേ മെറ്റാ പൊസിഷനിൽ -I മാത്രമേ ഓപ്പറേറ്റ് ചെയ്യൂ. NO2 ഗ്രൂപ്പിൻ്റെ റെസൊണൻസ് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓർത്തോയിലോ പാരയിലോ നിൽക്കണം. ഇത് മെറ്റയില്ല. മെറ്റയിൽ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺ ക്ലൗഡിനെ ഒന്ന് പിടിച്ചു വലിക്കും. Second one, 2,4,6 trinitrobromobenzene. ഇവിടെ NO2, ഇവിടെയും NO2, ഇവിടെയും NO2. ഈ NO2-ന് -6ഉമുണ്ട് -I-യുമുണ്ട്. ഈ -6-നും -I-യുമുണ്ട്. ഇവിടെയും -6ഉമുണ്ട് -I-യുമുണ്ട്. ഓർത്തോപാര പൊസിഷനിൽ 2 എഫക്റ്റുമുണ്ട്. ബെൻസീൻ റിങ്ങിലെ സർവ്വ ഇലക്ട്രോണുകളും പിടിച്ചു വലിക്കും. ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോണിന് കടുത്ത ദാരിദ്ര്യം അനുഭവപ്പെടും. ദൂരെ ആരാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? OH- പെട്ടെന്ന് ഓടിഞ്ഞു വരും. ഇവിടെ വരാൻ കുറച്ച് മടിക്കും. അടുത്തത് നെക്സ്റ്റ് വൺ പാരാനൈട്രോബ്രോമോബെൻസീൻ. പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്. അതിന് എന്ത് എഫക്റ്റ് ഉണ്ട്? -6ഉം -I-യുമുണ്ട്. ദാ ഇവിടെ മെറ്റയിൽ -I മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഇവിടെ പിടിച്ചു വലിക്കും. അടുത്ത കേസ് 2,4-dinitro-bromobenzene. 2-ലും 4-ലും നൈട്രോ. അപ്പോൾ ഇവിടെ -6ഉണ്ട് -I-ഉണ്ട്. ഇവിടെ ഈ -6ഉണ്ട് -I-ഉണ്ട്. ഇലക്ട്രോണിലെ സർവ്വ ഇലക്ട്രോണുകളെയും പിടിച്ചു വലിച്ചത് ഇതാ. അപ്പോൾ ഇലക്ട്രോൺ പോയപ്പോൾ OH- ഓടി വരും. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ചു കൊണ്ടുപോയത്. അത് കഴിഞ്ഞാൽ ഇതാണ്, അത് കഴിഞ്ഞാൽ ഇതാണ്. Therefore, this second will undergo maximum nucleophilic substitution. Then comes 4, then comes 3, then comes 1. 1-ലെ നൈട്രോ ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിലായതുകൊണ്ടാണ്. Therefore, answer option 2. Next one, identify Z in the following reaction. തുടങ്ങാം. CH3 CH2 CH2Br when treated with aqueous NaOH. പെട്ടെന്ന് ഹാലൈഡ് മാറി OH വരും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Br-ന് പകരം OH വരും. പ്രോഡക്റ്റ് ഈസ് CH3 CH2 CH2OH. That compound is treated with aluminum oxide and heated. അലൂമിന ഒരു നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാ. ചൂടാക്കുമ്പോൾ ഒരു മോളിക്കൂൾ വാട്ടർ ഇറങ്ങിപ്പോകും. ഒരു OH-ഉം H-ഉം കൂടെ ചേർന്ന് വാട്ടർ ആകുമ്പോൾ ബാക്കി CH3 CH double bond CH2. Elimination of one molecule of water, and that reaction is called dehydration. That compound is treated with chlorine plus H2O. മറക്കരുത്, ക്ലോറിനും H2Oയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഒരെണ്ണമാണ് HOCl, hypochlorous acid. Chlorine plus water, one product is hypochlorous acid. ഇനി അഡീഷൻ നടക്കും ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോനിക്കോവ്സ് റൂൾ. HOCl അയണൈസേഷൻ എന്ന് പറഞ്ഞ് Cl- അല്ല, Cl+ഉം OH- അതിൻ്റെ കാരണം
ക്ലോറിനേക്കാൾ മോർ ഇലക്ട്രോ നെഗറ്റീവാണ് ഓക്സിജൻ. അതുകൊണ്ട് HOCl-ലെ അയോണുകൾ OH- Cl+ഉമാണ്. ഇനി മാർക്കോനിക്കോസ് റൂൾ പറയൂ. നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു ദ കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഹൈഡ്രജൻ. അതുകൊണ്ട് നെഗറ്റീവ് പാർട്ട് ഇവിടെ വരും, പോസിറ്റീവ് പാർട്ട് ഇവിടെ വരും. addition takes place in accordance with Markovnikov's rule. Therefore, the product is CH3CHOH single bond CH2Cl. This is the last product. Answer option 2. അപ്പോൾ ഇത് ഡീഹൈഡ്രേഷൻ ആണ്. ഇവിടെ ഇതിൻ്റെ പേര് ഹൈപ്പോക്ലോറസ് ആസിഡ്. അതിൻ്റെ അഡീഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോനിക്കോസ് റൂൾ. HOCl-ൻ്റെ അയോണൈസേഷൻ Cl- അല്ല, Cl+ഉം OH-ഉം. നെഗറ്റീവ് പാർട്ട് ഇവിടെ വന്നു, പോസിറ്റീവ് പാർട്ട് ഇവിടെയും വന്നു. ആൻസർ ഓപ്ഷൻ 2. Next question. Identify the set of reagents X and Y in the following set of transformations. അപ്പോൾ ഫസ്റ്റ് റിയാക്റ്റൻ്റ് ഈസ് CH3CH2CH2Br. നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് നോക്കിക്കേ. Br ഇവിടെ വന്നു, ഇവിടെ ഇരുന്ന Br ഇവിടെ വന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു HBr മാറിയതിന് ശേഷം ഒരു HBr ആഡ് ചെയ്ത് നോക്കാം. HCl-നെയും HX-നെ അല്ലെങ്കിൽ HCl-നെയും ഒക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റിൻ്റെ പേരാ ആൽക്കഹോളിക് പൊട്ടാഷ്. എ വെരി ഗുഡ് ഡീഹൈഡ്രോഹാലജനേറ്റിംഗ് ഏജൻറ്റ്. വെൻ ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ് -HBr എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊരു Br-ഉം ഇവിടെ നിന്നൊരു H-ഉം പോയി. പ്രോഡക്റ്റ് ഈസ് CH3CH ഡബിൾ ബോണ്ട് CH2. മറക്കരുത്, ആൽക്കഹോളിക് പൊട്ടാഷ് ഒരു നല്ല ഡീഹൈഡ്രോഹാലജനേറ്റിംഗ് ഏജൻറ്റാണ്. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നൊരു ജോലി HCl, HBr, HIA എടുത്ത് കളയുക. വെരി ഗുഡ് ഡീഹൈഡ്രോഹാലജനേറ്റിംഗ് ഏജൻറ്റ്. ഇനി ഇതിലേക്ക് നമുക്കൊരു HBr ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. HBr ആഡ് ചെയ്യാം. ഇതൊരു ആൽക്കീന. Addition takes place in accordance with Markovnikov's rule. H+ and Br-. Negative part will go to the carbon having least number hydrogen. Therefore, the product is CH3CHBr single bond CH3. അതാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ട് ചുരുക്കത്തിൽ ഒരു HBr എടുത്തു കളഞ്ഞു, ഒരു HBr ചേർത്തു. അപ്പോൾ ബ്രോമിൻ്റെ സ്ഥലം മാറിയിരിക്കും. That is Markovnikov's addition. Therefore, answer X-I എടുത്തത് ആര്? ആൽക്കഹോളിക് KOH. Y-I എടുത്തത് ആര്? HBr. Therefore, answer is option 2. അടുത്ത ക്വസ്റ്റ്യൻ. An optically inactive alkyl chloride which on reaction with aqueous KOH gives B on heating with copper at 300 degrees Celsius give an alkene C. What are A and C? Alkyl halide on reaction with aqueous KOH നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? ROH. When ROH is treated with hot copper is a very good dehydrogenating agent. ഹൈഡ്രജനെ മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് കോപ്പർ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. CH3CH2OH ട്രീറ്റഡ് വിത്ത് കോപ്പർ -ഹൈഡ്രജൻ. ഇവിടുന്നൊരു H-ഉം ഇവിടുന്നൊരു H-ഉം പോയാൽ ബാക്കി CH3CHO. ഒരു ആൽഡിഹൈഡ് കിട്ടും. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ കോപ്പർ വെച്ച് ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും ഹൈഡ്രജൻ്റെ എലിമിനേഷൻ അല്ല, -വാട്ടർ. കാരണം ടെറിഷറി കാർബോണിയം അയോൺ പെട്ടെന്നുണ്ടാകും. ടെറിഷറി കാർബോണിയം അയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ. -വാട്ടറായി ഒരു ആൽക്കീനെ കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം.
പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ആണെങ്കിൽ കോപ്പർ വെച്ച് ട്രീറ്റ് ചെയ്താൽ എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ. Tertiary alcohol, when treated with the copper, no elimination of hydrogen but elimination of water forming an alkene. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതാ പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് aqueous KOH gives B. B on heating with copper at 300 gives an alkene. അപ്പോൾ ആൽക്കീൻ കിട്ടണമെങ്കിൽ ഉണ്ടായ ആൽക്കഹോൾ എന്തായിരിക്കണം? ടെറിഷറി ആൽക്കഹോൾ. അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. Therefore the answer is ഓപ്ഷൻ 3 ആണ്. 3 ഒന്ന് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. Me3CCl. അപ്പോൾ എന്ന് പറഞ്ഞാൽ that means CCS3 ഇതാണ് CH3 3CCl. When treated with aqueous KOH, product potassium chloride മാറും. The product is CH3CCS3. ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവുമാണ്. കാരണം ഇവിടെ കൈറൽ കാർബൺ ഇല്ല. ദിസ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഓൾസോ. ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് OH. ആൻഡ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ടെറിഷറി ആൽക്കഹോൾ. ടെറിഷറി ആൽക്കഹോളുകളിൽ കോപ്പർ വെച്ച് ട്രീറ്റ് ചെയ്താൽ മൈനസ് ഹൈഡ്രജൻ അല്ല, മൈനസ് വാട്ടറാണ് പോവുക. അപ്പോൾ ഒരു OHും ഒരു Hും. പ്രോഡക്റ്റ് CH3C ഡബിൾ ബോണ്ട് CH2CH3. അതിന് പകരമാണ് ഇങ്ങനെ പറഞ്ഞത് Me2. ഇതാണ് Me2 മീഥൈൽ ഗ്രൂപ്പ്. Me2C ഡബിൾ ബോണ്ട് CH2. ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following does not give a white precipitate with alcoholic silver nitrate? അതായത് സിൽവർ ക്ലോറൈഡോ സിൽവർ ബ്രോമൈഡോ സിൽവർ അയഡൈഡോ ഒക്കെ ഉണ്ടാകണമെങ്കിൽ ദ RX will react with the silver nitrate forming AgX ഉണ്ടാകണമെങ്കിൽ X മൈനസ് ഇറങ്ങിപ്പോയി NO3 മൈനസ് കയറണം. അതിൻ്റെ പേരാ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പറയൂ, ക്ലോറോബെൻസീനിലേക്ക് NO3 മൈനസ് വരുമോ? ഇല്ല, ഒരിക്കലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. കാരണം NO3 മൈനസിന് ഇഷ്ടമല്ല. ആരെ? NO3 മൈനസ് ഇറങ്ങി വന്ന് Cl മൈനസ് പോയെങ്കിൽ മാത്രമേ സിൽവർ ക്ലോറൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകൂ. ആ NO3 മൈനസിന് ബെൻസീൻ റിങ്ങിൽ പ്രവേശനമില്ല. ബിക്കോസ് chlorobenzene will not undergo nucleophilic substitution reaction. Therefore, answer is chlorobenzene. ബാക്കിയുള്ളതെല്ലാം Cl മൈനസ് ഇറങ്ങിപ്പോകും, AgClയുമായി ചേർന്ന് സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അതെല്ലാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരുന്നവരാണ്. ഇത് തരുന്നതല്ല. Therefore, answer option 2. Next question. A dextrorotatory optically active alkyl halide undergo hydrolysis by SN2 mechanism. The resulting alcohol is. What is the difference between SN1 and SN2? SN1-ൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന് ഇൻവേർഷൻ, രണ്ട് റിട്ടൻഷൻ. In SN2 only inversion. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. In all SN1 reaction there is inversion plus retention, but in SN2 there is only inversion. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ തല തിരിയുക, റിട്ടൻഷൻ നിലനിർത്തുക. അപ്പോൾ ഞാൻ ഒരു ഡെക്സ്ട്രോറൊട്ടേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻവേർഷൻ നടക്കുമ്പോൾ ലീവോ ഉണ്ടാകും,
റിട്ടൻഷൻ നിൽക്കുമ്പോൾ നിലനിർത്തും, ഡെസ്ട്രോയെ നിലനിർത്തും. എനിക്ക് എന്ത് കിട്ടും? എ മിക്സർ ഓഫ് ലീവോ ആൻഡ് ഡെക്സ്ട്രോ, ദാറ്റ് ഈസ് കോൾഡ് റസമിക് മിക്സർ. റസമിക് മിക്സർ. ഇനി ലീവോ ആണ് എടുക്കുന്നതെങ്കിൽ ഡെസ്ട്രോയും ലീവോയും, ദാറ്റ് മിക്സർ ഈസ് കോൾഡ് റസമിക് മിക്സർ. SN2-വിലോ ഇൻവേർഷൻ മാത്രം. ഡെസ്ട്രോ എടുത്താൽ ലീവോ ആകും, ലീവോ എടുത്താൽ ഡെസ്ട്രോയും ആകും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണം. SN1 ഇൻവേർഷനും റിട്ടൻഷനും, SN2-വിൽ ഇൻവേർഷൻ മാത്രം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയാണ് എടുത്തത്, SN2 മെക്കാനിസമാണ് സംഭവിച്ചത് എങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ C2H5Cl AgNO2, a major product bond absent in A is. Any alkyl halide will react with potassium nitride and any alkyl halide will react with silver nitride. ഇതെന്താ പ്രത്യേകത? ദിസ് ഈസ് അയോണിക്, ഇത് കോവലൻ്റാ. ഇവിടുത്തെ സ്ട്രക്ചർ ഇതാ, KON ഡബിൾ ബോണ്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്ട്രക്ചർ RON ഡബിൾ ബോണ്ടോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ RNO2 എന്ന് വിളിക്കും. അതിൻ്റെ പേര് ആൽക്കൈൽ നൈട്രൈറ്റ്. അപ്പോൾ അവിടെ R എന്ന ഗ്രൂപ്പിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നത് O ആണ് എന്ന് പറഞ്ഞാൽ കാർബൺ കണക്ട് ചെയ്യുന്നത് ഓക്സിജനിലാണ്. സിൽവർ നൈട്രേറ്റ് ഈസ് കോവലൻറ്റ്, അയോണുകളായി മുറിഞ്ഞിട്ടില്ല. പക്ഷേ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയറുണ്ട്, അതായിരിക്കും ആറിലേക്ക് ചെല്ലുന്നത്. ഇതാണെങ്കിൽ മുറിഞ്ഞിരിക്കുക, ആറിലോട്ട് N കയറും. ആറിലേക്ക് എന്നെന്ന് പറഞ്ഞാൽ ONOയുടെ ഗ്രൂപ്പാണ്, O ആണ്. ഇത് K+ഉം O-ഉമാണ്. O എന്ന് ആറിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉള്ളത് കൊണ്ട് നൈട്രജൻ ആയിരിക്കും ചെന്ന് കയറുന്നത്. ദ പ്രോഡക്റ്റ് ഈസ് RN ഡബിൾ ബോണ്ടോ, കോർഡിനേറ്റ് ബോണ്ടോ. ഇതിൻ്റെ പേര് ആൽക്കൈൽ നൈട്രൈറ്റ്, ഇതിൻ്റെ പേര് നൈട്രോ ആൽക്കെയിൻ. മറക്കരുത്, ഇവിടെ കാർബണിലേക്ക് ഓക്സിജനാണ്, ഇവിടെ കാർബണിലേക്ക് നൈട്രജനാണ്. ഇത് നൈട്രോ കോമ്പൗണ്ടാണ്, ഇത് ആൽക്കൈൽ നൈട്രൈറ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് നോക്കാം. C2H5Cl, CH3, CH2, അതിലേക്ക് N ഡബിൾ ബോണ്ടോ, കോർഡിനേറ്റ് ബോണ്ടോ. ഇതാണ് കിട്ടുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇവിടെ ഇല്ലാത്ത ബോണ്ട് ഏതെന്നാണ്. CN, ദാ CN ബോണ്ട് ഉണ്ട്. CO ബോണ്ട് ഇല്ല, ഇതിനകത്ത് CO ബോണ്ട് ഇല്ല. CH, ദാ CH ബോണ്ട് ഉണ്ട്. CC ബോണ്ട്, ദാ CC ബോണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ബോണ്ട് ഏതാ? CO ബോണ്ടാണ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. അപ്പോൾ ഈ 50 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻ്റെയും കറക്റ്റ് ആൻസർ കിട്ടിയവരെന്ന് കൈപോക്കിക്കേ. യെസ്, താങ്ക് യു വെരി മച്ച്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ZEOTS-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് എക്സാമിനേഷൻ ഈസ് ലിവിങ് വേൾഡ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. Anyway, more than 90% of the questions included in this examination is previous asked questions from Neet examination as well as AIMS. So, our questions like പോകാം. First question, question number 1, section A, living world ilana start ചെയ്യുന്നത്. The suffix phyta indicates. So, according to
Taxonomic hierarchy. Living organisms are classified into a series of ranks or categories based on their natural relationship. And Linnaeus introduced a definite hierarchy in plant and animal kingdom, and it consists of, Linnaean hierarchy consists of 7 ranks or categories in their descending order. They are kingdom, phylum or division, then class, order, family, genus, species. Idile family, the suffix of a family, ACA, Fabaceae, Liliaceae, Solanaceae, Rubiaceae, Malvaceae. ACA is the suffix of a family. Similarly, order. Ales. The suffix ales indicate order. ACA indicate family. Then the phyta, bryophyta, pteridophyta. The phyta indicate division. So the answer of our first question, the suffix phyta indicates option 4, division. Okay. അപ്പോൾ ഇവിടെ ഫാമിലിയിൽ ഏൽസും വരും, ഫാമിലി എ സി വരും, ഓർഡർ ഏൽസ് വരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following is against rules of ICBN, International Code for Botanical Nomenclature? Scientific names. According to International Code of Botanical Nomenclature, the scientific name consists of 2 words. Both words are in Latin. The first word is called a generic name or genus name, and second word is called a specific name or specific epithet. Here, the handwritten scientific name. So, the 2 words are generic name and specific name. And here, genus name starts with a capital letter and a small species name with a small letter. Both words are printed in italics. If these names are printed, that is in italics, while underlined separately when handwritten. So the first point regarding the rules of ICBN is correct. So the handwritten scientific name should be underlined. For example, Mangifera indica. So the genus name Mangifera and the species name indica. So genus name starts with the capital letter and the species name with a small letter. Then the name of the author is included in abbreviated form, that must be included after the specific name. That is another rule. Every species should have a generic name and a specific epithet, already mentioned. So that is also correct. Third one, scientific names are in Latin and should be italicized. Means when they are printed, they are in italics, and separately underlined when it is handwritten or typed. Typed or handwritten, that is underlined. Typed means using a typewriter. Okay, then generic name and specific name should be written starting with small letter, false ana, because generic name starts with a capital letter and specific name with a small letter. That is the correct. So option wrong against or not against the rules of ICBN is option 4 is the correct answer, which is against the rule of ICBN. Okay, because generic name starts with a capital letter. So next question. Question number 3. The match the item in the column 1 with the column 2 and select the correct option given below. So these are taxonomic aids. Herbarium. Herbarium is a collection of
plant materials which are dried, pressed and pasted on a paper sheet and are arranged on the basis of an accepted system of classification. Dried plant parts means plant in the tigine dry ചെയ്യുന്നു, press ചെയ്യുന്നു and pasted on a paper sheet and arranged according to an accepted system of classification. So the correct option regarding herbarium is it is a place where dried and pressed plant specimens are mounted on sheet are kept. So A is related to option 3. The next key is a tool used for the identification of plants and animals according to their similarities and differences. And key is based on a pair of contrasting traits called couplets. Each statement in a couplet is called lead. And out of the two alternatives, one is selected and other is rejected for identification purpose. So that is called lead. So key is a taxonomic aid used for the identification of plants and animals based on their similarities and dissimilarity. So the most appropriate option regarding key is what? A booklet containing a list of characters and their alternatives which are helpful in the identification of various taxa. So B is related to option 4. A booklet containing a list of characters and their alternatives which are helpful in the identification of various taxa. Then museum. Museum is a place where the specimens of plants and animals are kept for study and references. So preserved plant materials and animal materials are kept for study and references. So the first option, museum, what it is a place where it is a place having a collection of preserved plants and animals. So C related to 1. Catalog. What is catalog? It's a small booklet or list that enumerates methodically all species found in an area with a brief description aiding information. That is, catalogs are useful for the identification of scientific names of different species available in an area, briefly describing their characters. A small pocket dictionary, like a pocket dictionary, it describes about the names of species, the scientific used for the identification. It is used for the identification of names of species in an area, giving brief description. Okay, so the most correct match is a list that enumerates methodically all these species found in an area with a brief description aiding information. So A4, A3, B4 and C1 and D2. Option 3 is the correct answer. Next question 4. Which one of the following animals correctly matched with its particular taxonomic category? So human primata family. So family of a human being is not primata. Family of human being is hominidae, not primata. So this is not family. Primata is order. Tiger, tigris species. Tiger, the zoological name of a tiger, scientific name of tiger is Panthera tigris. So Panthera is the genus name and tigris is the species name. So tigris species, correct option. So second option is correct. Third, housefly, Musca domestica is its scientific name. Musca is genus name, not order. Order Diptera, not Musca. Then dog, Carnivora genus. Dog, Canis familiaris is the scientific name. Carnivora is not a genus. Canis is the genus of a dog. Carnivora is the order of a dog, not genus. So the correct option regarding this question is tiger, tigris and species, species. Okay, question 4 answer is option 2.
Next, question number 5. A taxon is. So, in hierarchical system of classification, we already seen that living beings are classified into a series of or placed into a series of ranks or categories based on their natural relationship. അത് ഒരു സ്പെസിഫിക് അല്ലേ റാങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഒന്നിൽ അവസാനിക്കുന്നത്. അത് ഡിസെൻഡിങ് ഓർഡറിലുള്ള ഡിഫറെൻറ്റ് റാങ്കുകളിൽ ലിവിങ് ഓർഗാനിസംസിനെ പ്ലേസ് ചെയ്യുന്നു. ഹയസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം, ലോവസ്റ്റ് വൺ ഈസ് സ്പീഷീസ്, ആൻഡ് ഈച്ച് റാങ്ക് ഇൻ ടാക്സോണമിക്കൽ സിസ്റ്റം ഈസ് കോൾഡ് taxon. So, taxon is a taxonomic group of any ranking. That is, taxon may be kingdom, phylum or division, class, family, genus, species. So, these are the 7 categories. Any of these category is called a taxon. Each category is called a taxon. So, species is the lowest taxon in hierarchical system, taxonomic hierarchy. And kingdom is the highest taxon. So, highest taxon in classification is kingdom and lowest taxon is species. Okay, next question. So, taxonomic group of any category, answer option 4. Next question. A group of related families are called a order. A group of related species is called a genus. And a type of living organism, that is also taxon. Next question. Question number 6. Which of the following taxonomic category of wheat is wrongly matched? So, in taxonomy hierarchy or placing of organism, we studied about the 4 organism, plant and animals. First one, human beings. Human beings are genus name, which is the Homo, and it possesses only one species, sapiens. Homo is the genus name and sapiens is the species name. Then it is included in the family Hominidae. Then order Primata. Class, so species, genus, Primatae, order. Then class Mammalia, phylum Chordata, and the kingdom Animalia. Another member among the kingdom Animalia is given Musca domestica, housefly. Human beings in a pole housefly. Musca domestica. This is the genus name and the species name. Then Muscidae or Muscidae is the family. Order Diptera. Then class Insecta. Then phylum Arthropoda and kingdom Animalia. Then among the members of plant kingdom, 2 examples are given. One is Mangifera indica, that is mango tree, and Triticum aestivum. Mangifera genus name, indica species name. Similarly, Triticum genus, then in aestivum species. Then next family. Family of Mangifera indica, Anacardiaceae, and Triticum aestivum Poaceae. Then order
sapindales, Mangifera indica. Similarly, Triticum aestivum, poales. Then class monocotyledone, Triticum aestivum, monocotyledone. And Mangifera indica, dicotyledone class. Then both belongs to the division Angiospermae and both are members of plant kingdom. Okay, so here wrongly matched. Genus of wheat is Triticum, family Poaceae, class Monocots, monocotyledone, division not Plantae, kingdom is Plantae, division Angiospermae. So option 3 is wrongly matched. So next question. Question number 7. The common character between tomato and potato will be maximum at the level of their. Common characteristics between tomato and potato. Potato and tomato both belongs to the family Solanaceae. Maximum number of common characters are found a species, all related species are included in same genus, and related genus are included in family, and related family. So as moving from species to kingdom, number of common character decreases. So among the following, the maximum number of common characters at the level of their which one family, and above that maximum number, that is species. Then next level അതായത് common characters as moving from species to kingdom, number of common characters decreases. So the common characteristics between tomato and potato will be maximum among the 4 member is family, and division number of common character again decreased, and moving above that division കഴിഞ്ഞാൽ next kingdom, number of common character again decreased. So maximum level which common character is found in among the 4 is family. Okay, the common characteristics between tomato and potato will be maximum at the level of their family, because all are belongs to the family Solanaceae. Next question. Then a family is identified based on floral characters. Okay. Next question number 8. Zygote after its formation undergo a period of rest or dormancy to tide over adverse condition in. So in post-fertilization events we see that all the events in fertilization after the formation of zygote is called post-fertilization events, and after the formation of zygote, the further development of zygote depends on 2 things. First one, the type of life cycle of organism. For example, in the case of life cycle organism having haplontic life cycle, they undergo meiotic division to form haplod spores because the plant body is haplod. Then second, the environment to which organism found, that is in many algae and fungi, after the formation of zygote, it secretes a thick wall around it. Such a thick walled zygote helps to tide over the unfavorable condition or dormancy, that helps to tide over desiccation or damage, and after a period of rest, when the favorable condition returns, that develops into new individual. Okay, so that is in algae and fungi. Option 3 is the correct answer. Next question. Eggs covered by calcareous shell are laid down in, that is in oviparous animals, after the formation of zygote. That is depending upon whether the development of zygote, after the formation of zygote, embryogenesis takes place. Main events of post-fertilization events are embryogenesis, formation of embryo from zygote. So whether the development of zygote into organism takes place inside the body of organism or outside,
or whether they lay eggs or give birth to young ones. Organisms are classified into oviparous and viviparous. So egg laying organisms are oviparous. In oviparous animals, after the formation of a zygote, it is surrounded by a thick calcareous shell, and the egg is laid in a safe place in their environment. After attaining a particular period of incubation, the young ones hatches out from it. So the chances of survival is lesser in oviparous animals, because they laid egg in an external environment, where the young ones hatches out after getting a proper period of incubation. So here, pigeon and frog, first option. Frog false on because in frog external fertilization is there. Pigeon is that is oviparous animal. Example for oviparous animal, reptiles and birds. So here pigeon, bird, crocodile, reptile. So option 2 correct answer. Third option, crocodile and frog, false. All of these false. So the option 2 is the correct answer. Next question. Question number 10. Match the column 1 with the column 2 and select the correct option. Some asexual mode of reproduction, and their examples are given. Gemmules are endogenous buds, asexual buds formed in sponges, and they possess an ability to tide over the unfavorable condition. So in sponges, asexual reproduction takes place by endogenous buds called gemmules, which can tide over the unfavorable condition. Then B, leaf buds. Leaf buds in bryophyllum, the buds present in the margins, notches present in the margins of leaves in bryophyllum, when come in contact with the soil, damp soil, they develops into plantlets, and further it develops into a new plant. So leaf buds are found in bryophyllum. Bulbils are asexual reproductive structures or vegetative propagule of agave. And offset is a mode of asexual reproduction structure found in water hyacinth. It is the modified stem. Conidia in Penicillium, Aspergillus, etc. asexual reproduction takes place by specialized exogenous spores produced exogenously, that is called penicillium. So gemmules, sponges, leaf buds, bryophyllum, bulbils, agave, offset, water hyacinth, and conidia, penicillium. Option 1 itself is the correct answer. 1 is the correct option. Next, question number 11. Select the correct statement. Gametes are invariably haploid. Invariably means they are all the time, always, simply. Gametes are whether the gametes producing individual, the parent that produce individual, are haploid or diploid. Gametes are always haploid. So they are invariably haploid is the correct option. Spores are invariably haploid. Spores are sometimes formed without meiosis. So spores not always haploid. Sometimes diploid spores are developed without reduction, division or meiosis. Then gametes are generally haploid, not generally, always, all the time, that is all the time or each occasion, that is they are invariably haploid. So the option 1 is the correct answer. Clear? Next question. Which is correctly matched? Onion bulb. In onion, asexual reproduction takes place by a specialized vegetative propagule called bulb. The bulb contain axillary bud and terminal buds in their modified stem. Next, yeast. In yeast, asexual reproduction takes place by budding and also fission. Then chlamydomonas, not conidia, by the production of whose spores asexual reproduction takes place. Conidia are asexual structures in ascomycetic fungus, that is Penicillium, Aspergillus, etc. Ginger, asexual reproductive structure is or vegetative propagule is rhizome, not sucker. So
Option 1 alone is the correctly matched. Option 1 is the correct answer. Next, question number 13. Dioecious plants of Markantia shows the occurrence of. Dioecious. Markantia is an example for dioecious planta or unisexual planta. Here the occurrence of antherdiophore and archegoniophore. So this is the thallus and the between the notches of this thallus possess the reproductive structure. A cluster of antheridia and a cluster of archegonia are produced in a special branch. This branch is called, a cluster of archegonia is called archegoniophore, and a cluster of antheridia is called, in male planta antheridia is present. This is antherdiophore. So this antherdiophore and archegoniophore present in different planta in the case of a Markantia. That is the dioecious condition of Markantia. While in which planta? Cara, the monoecious condition. This is dioecious condition of Markantia. Dioecious in Markantia. While in this is the part of which planta? Cara. In Cara, from each nodal region, the leafy appendages are developed, and in that nodal region, oogonium and antheridium are the reproductive structures. What are they? Oogonium. This is the oogonium. Upper oogonium and lower antheridium produced from same nodal region. From the same nodal region, oogonium is produced towards the upper side and antheridium produced towards the lower side. This is the structure of antheridium and archegonium in Cara. So, globular structure, that is antheridium. Antheridium is also called a globule because of its spherical shape. And oogonium is also called a nucleus. Oogonium, or it is otherwise called a nucleus. So, the monoecious condition in Cara is an example for monoecious planta, and the monoecious condition in Cara is represented by the occurrence of upper oogonium and lower antheridium on the same branch, nodal region of the same branch. So, here is upper oogonium and lower antheridium. This is found in which planta? This is the condition of a monoecious condition of Cara. While the question is dioecious condition of a Markantia is represented by antherdiophore and archegoniophore present in different planta. So, the option 2 is the correct answer. Next question, question number 14. Which is common to multicellular fungi, filamentous algae and moss protonema? That is, in some lower plants like algae, similarly protonema of mosses and filamentous fungi, reproduction takes place by a method called fragmentation. So, diplontic life cycle, that is false, because in algae and in a majority algae and in fungi, haplontic life cycle is there. In moss, haplodiplontic life cycle. So, not the diplontic life cycle, that is the false option. Members of kingdom Plantae, that is also false because the fungi is not the member of Plantae. According to Whittaker's classification, fungi is another kingdom, new kingdom. Mode of nutrition, in fungi, heterotrophic mode of nutrition, and in Plantae, autotrophic. So, it is also different. So, the common among these three, multicellular fungi, filamentous algae like Spirogyra, Edogonium,
And also most Proteinema, that is also filamentous, reproduces asexually by fragmentation. So option 4 is the correct answer. Next question, question number 15. Bryophytes and pteridophytes transport, in bryophytes and pteridophytes, transport of male gamete, that is, we studied that after gametogenesis. Pre-fertilization event include a gametogenesis and gamete transfer. After gametogenesis, the male and female gametes are brought together to facilitate their fusion. And in majority organism, male gamete is motile and female gamete is passive or stationary, but there are some exceptions found in some algae and fungi where both male and female gametes are motile. Even though there are some exceptions, in majority cases, male gamete is motile and female gamete is stationary or passive. So the male gametes are carried to the female gamete in order to facilitate their fusion. So in lower plants like bryophytes, pteridophytes and algae, water serves as a medium for the transport of a male gamete to the female gamete. During the transfer through the water, a large number of male gametes fail to reach the female gamete. In order to compensate that, such an organism produces a large number of female gamete as compared to the, male gamete as compared to the number of egg or ovum available for fertilization. So the medium here is water, so option 3. Next question number 16. Find the incorrect statement. In diploid organism, specialized cells called myocytes undergo meiosis. Okay, that is cell division during gamete formation. We studied in that topic. In diploid organism, gametes are formed by meiosis, and in haploid organism, gametes are formed by mitosis. That is, whether the organism producing gametes are haploid or diploid, gametes are invariably haploid. Gametes are always haploid. So the first option, the diploid cell gametes are produced from, in diploid organism, gametes are produced from specialized diploid cell called myocytes. That is the correct option. Then all perennials are polycarpic. Exceptions are there. Bamboo is a perennial, but it is monocarpic. Strobilanthus, it will live for 12 years, but it is a monocarpic plant. So all perennials are polycarpic is not true. Majority of the perennials, that is the correct option. Not most perennials are polycarpic, that is the correct option, but all perennials are polycarpic, false. Male honeybee is parthenon because it is formed by parthenogenesis, that is female gamete directly develops into an individual without fertilization, that leading to the development of male progeny, while females are diploid in honeybee. Pea plant is by self-fertilizing bisexual plant. So in seed plants, pollen grains are carriers of male gametes, and ovule contain the egg within the embryo sac, and in angiosperm within the archegonium. Anyway, that is present within the ovule. Both the female gamete in angiosperms and gymnosperms present inside the ovule or megasporangium. Anyway, pollen grains are the carriers of male gamete. So male gametes are carried to female gamete in order to facilitate their fusion. So in bisexual self-fertilizing plants like a pea, the transfer of a pollen grain to the stigma is very easy because both anther and stigma found very close to each other. So option 4 is also correct. Pea is a bisexual self-fertilizing plant. And here the incorrect option, option 2. Next question number 70. The lower organism with a simple body organization shifted to sexual method of reproduction. That is, asexual reproduction is common feature of organisms having simple organization and unicellular organism. And such organism shifted to sexual mode of reproduction before the onset of adverse condition. That is, during the end of the favorable season or just before ending the favorable season, they reproduce sexually, and the product of sexual reproduction can able to resist the unfavorable condition. For example, zygospore. And in angiosperm seed can undergo a period of dormancy during unfavorable condition. So
the product of sexual reproduction can resist the unfavorable condition. So just before attaining the unfavorable condition, they shifted to sexual mode of reproduction. So before the onset of adverse condition, they shifted to sexual method of reproduction. So that is the correct option. Okay, option 3. The next question, 18. Find the wrong statement. Male gamete is always motile. False. Because in gymnosperms and angiosperm, the male gametes are not motile. So the pollen tube carry the male gamete. Why? After reaching the stigmatic surface or ovule, pollen grain produce a pollen tube, and this pollen tube carry the male gamete to the female gamete in the case of gymnosperms and angiosperms. Clear? So male gamete not always motile. In gymnosperms and angiosperm, it is immotile. There are some exception in gymnosperm. For example, in Pinus and Ginkgo, the male gamete is ciliated. But in most cases of gymnosperm and in angiosperm, the male gamete is not motile. So male gamete is always motile is false. Not always motile. Male gamete is motile in human. Male gamete in human is motile. And AFU algae and fungi, both male and female gametes are motile. That is also correct. Female gamete is immotile in fucus. Namala textile diagram fucus in human beings in male female gamete. So baki options are correct. First option false. Next question. Question number 19. Match the following correctly. Here organisms and their haploid chromosome number is given. Fruit fly. So fruit fly, the diploid chromosome number of a fruit fly is, that is in fruit fly, 2n is equal to 12. So the haploid chromosome number is n is 6. Sorry, that is in housefly. In fruit fly, 2n is equal to 8, 4. So n is 4, n4, that is the fruit fly. Then in rice, 2n is equal to 24. So n is equal to 12. Next, in maize, 2n is 20. So n is equal to 10. Then in Ophioglossum, highest diploid chromosome number. Another question is also there. Highest diploid chromosome number is found in Ophioglossum reticulatum. That is a fern plant. And in that fern, to 100, 2060. So n is equal to 630. So n 1 4 option. 4 answer. 2 12, 3 10, and 4 630. So the option 2 is the correct answer. Here another question. Ophioglossum reticulatum is a fern plant having highest diploid chromosome number. And here the answer is option 2. Next question, 20. Product of sexual reproduction generally generates. So sexual reproduction, this question asked several times. The product of sexual reproduction generally generates new genetic combination leading to variation. While the young ones produced as a result of asexual reproduction are morphologically and genetically identical to their parents or among themselves. Such a population of genetically identical individuals are called clones. So, asexual reproduction generate clones, while the product of a sexual reproduction generate new genetic combination leading to variation. So, the young ones are not identical to their parents, not exact carbon copies of their parents or among themselves. So that is the correct option 1, new genetic combination leading to variation. Next question. Question number 21. A dioecious flowering plant prevent both. So we studied about self-pollination and cross-pollination. Self-pollination, continuous self-pollination leads to loss of vigor and quality. So, flowering plants develop many mechanisms to prevent self-pollination and to promote cross-pollination or xenogamy. And they are collectively called outbreeding devices.
That, and one such a mechanism is production of a unisexual plant. Some plants are unisexual while some others are bisexual. So dioecious plants, autogamy and geitonogamy is prevented. Autogamy is the transfer of pollen grain from the anthera stigma to the anthera stamen to the stigma of a same flower, while the transfer of pollen grain from anther to the stigma of another flower of the same plant is called geitonogamy. Both conditions are self-pollination. Both are self-pollination. So this dioecious condition prevent autogamy and geitonogamy. And there are several other options. What in some plants non-synchronized maturation of anther and carpel. That is stamenum, carpelum different times in maturation nadakum. So non-synchronized maturation. Pollen release before the stigma become receptive, or anthers are mature. That is pollen grains are released before the maturation of or formation of egg, or the gynoecium is matured before the release of pollen grain. So in both cases, non-synchronized maturation is occur that prevent self-pollination. Then in some cases, anther and the stigma found different levels. So such are the different mechanism. There is a genetic mechanism, that is self-incompatibility or self-sterility is a genetic mechanism that prevent self-pollen from fertilizing the ovule. So that is a genetic mechanism. So there are several outbreeding devices, and one of these is production of unisexual plants, flowers, production of unisexual flowers. So dioecious plants both male plant and female plant are separate. So in such plants only xenogamy or cross-pollination is possible. So autogamy and geitonogamy is prevented there. Next question number 22. Choose the correct statement. Endothecium protect microspore. Tapetum nourishes the developing pollen. Hard outer layer of the pollen grain is called intine. Sporogenous tissue is haploid. Out of the four options, the correct statement. We studied the structure of microsporangium. Microsporangium contain microspores inside it, and for that young anther contains sporogenous tissue, and it is surrounded by tapetum. It is a nutritive tissue, and above the tapetum there is another layer called middle layer, and above that there is different layers of first one epidermis, then middle layer, endothecium, next layer, next middle layer, more than one layers are there, and the innermost layer is tapetum that contain two or more conspicuous nucleus and abundant nutrition. This is the structure of a microsporangium when we take a cross section of an anther. Anyway, outermost layer is the epidermis, then endothecium, middle layer, and tapetum. Endothecium produce microspore. False. The sporogenous tissue inside the sporangium. Sporogenous tissue. From the sporogenous tissue, microspore mother cells are developed that undergo meiosis to produce microspores or pollen grains. Microspores further developed into pollen grains. Anyway, endothecium produces microspore, that is the false option. Tapetum, it is a nutritive tissue surrounding the sporogenous tissue that nourishes the pollen grain, that is the correct option. Tapetum is a nutritive tissue, and it is composed of a large sized cell with abundant protoplasm and nutrients, and it contains one or more prominent nucleus, and it is a nutritive tissue that gives nourishment for the developing pollen grain. Hard outer layer, then when pollen grains are formed, each pollen grain is composed of two layers. Outer layer is called exine and inner layer is called intine. Exine is thick and spiny, and it is composed of exine is made up of a complex material called sporopollenin. So it is the hard outer layer exine,
and thin and smooth layer is intine. Exine is made up of sporopollenin and intine is made up of cellulose and pectin. So hard outer layer is called intine, that is false, not intine but it is exine. Intine is thin and smooth layer. Sporogenous tissue haploid, that is false. From the sporogenous tissue, microspore mother cells are developed. That is also diploid. 2N. And that undergo meiosis to produce haploid spores. So sporogenous tissue and microspore mother cell developed from that is diploid. So that is also false. So the correct option, option 2. Next question, 23. Function of filiform apparatus. Filiform apparatus. So we when studied about embryo sac, the micropylar pole of the embryo sac contain egg apparatus. And egg apparatus contain a large central egg and 2 synergids on either side. Then chalazal region consists of antipodals. Then the largest cell in the embryo sac is central cell. It contains 2 polar nuclei. This is the central cell. Central cell has 2 polar nuclei. And these are 2 synergids. And the micropylar pole of the synergid consists of a special form of cellular thickening called filiform apparatus. And this filiform apparatus is present towards the micropylar pole of the, this is the micropylar pole and this is the chalazal pole. So filiform apparatus present in the micropylar pole help in guiding the entry of pollen tube towards the synergids, because the pollen tube discharges the male gametes within the cytoplasm of synergids. Clear? So during pollen pistil interaction, the pollen tube discharges the male gamete within the cytoplasm of synergids for fertilization. So the answer is, the function of filiform apparatus is to guiding the entry of pollen tube towards synergids, produce nectar folds, recognize suitable pollinate stigma, stimulate division of generative cell folds, guiding the entry of pollen tube towards the synergid or ovule is the function of a filiform apparatus. Option 2. Next question, 24. Which of the following features not possessed by entomophilous flowers? Entomophilous flowers means insect pollinated flowers. Pollination by insect is called entomophily, and insect pollinated flowers are usually brightly colored and showy. They are large and showy. If they are small, they are clustered into inflorescence. They produce nectar and fragrance. To attract the pollinator insect, they produce nectar and fragrance. Then they provide but here the flowers which are pollinated by flies and beetles produce foul odor. Flies and beetles pollinated flowers produce foul smell. Then they provide floral rewards in the form of pollen grain and nectar. In order to adhere the body of animal, the pollen grains are sticky. Then floral reward sometimes may be a safe place to lay egg, as in the case of yucca and moth, Amorphophallus and some insects, etc. Anyway, feathery stigma is not the character of entomophilous flowers. In order to trap the airborne pollen grain, stigma is feathery in the case of wind pollinated flowers or anemophilous flowers. Wind pollination is called anemophily, and wind pollinated flower possess what? Feathery stigma. So presence of edible pollen is a feature of entomophilous flower. Fragrance and nectar, pollen grains are sticky, all are correct, but except feathery stigma. Feathery stigma is the characteristic feature of anemophilous or wind pollinated flowers. Okay, to trap the airborne pollen grain. Next question, 25. Hilum is a scar on the seed coat where the fruit is attached to seed is attached to fruit. So when we study the structure of ovule, ovule is composed of a central mass of tissue called nucellus, which is surrounded by covering structures called integuments. Integuments completely cover the ovule except a small opening called micropyle.
then the portion where the funicle is attached to the funicle is the short stalk of the ovule, and when the portion where the funicle is attached to the body of the ovule is called a hilum. And when this ovule develops into seed, ovule after fertilization matures into seed, this hilum seen as a scar on the seed coat where here the body of ovule and funicle is attached at the hilum. So it is the scar on the seed where the funicle is attached. Clear? Or the seed is attached to fruit. So in some other option, it is the scar on the seed coat where the funicle is attached to seed, or it is the point at which the seed is attached to fruit, etc. So the answer is option 2. Fruit where persistent calyx is attached, fruit where it is attached to pedicel, false. Seed where integuments fuse, false. So funicle is the funiculum body of the ovule junction ആണ് ഏതാ hilum. അപ്പോൾ അത് സീഡിനെ ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സീഡിനെ ഫ്യൂണിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. So option 2 is the correct answer. Next question. Which of the following statement is not true? Pollen grains are rich in nutrients. Correct ആണ്. Pollen grains are rich in nutrients. So pollen grains are used as supplementary food. They are used for production of a pollen syrup, tablets, etc. And the use of pollen products enhanced the capability of racehorses, athletes, etc. Performance increase in that. Then pollen grains of many species cause severe allergy and bronchial affliction that may lead to various respiratory disorders. For example, we already studied about the Parthenium or carrot grass. It is a species, genus that causes a carrot. It is a grass genus that causes a pollen allergy. It is introduced to India as a contaminant with imported wheat. Imported wheat നോടൊപ്പം ഇന്ത്യയിൽ contaminant ആയി എത്തിച്ചേർന്ന ഒരു imported ആയിട്ടുള്ള സാധനമാണ് Parthenium. Introduced plant, not an Indian origin. Flowers pollinated by flies and bats secrete foul odor. Flies and bats secrete produce what foul odor to attract them, not bat. Bat is attracted by honey അല്ലെങ്കിൽ nectar, not foul odor. So flowers pollinated by flies and beetles produce foul smell, not bats. Last, so that option is false. Then last option, stored pollen grains in liquid nitrogen. It is possible to store pollen grains in liquid nitrogen at minus 196 degrees Celsius, and such stored pollen grains are used as a pollen bank, similar to seed bank. Not seed bank, such stored pollen grains are used as pollen bank, and later it is used in crop improvement programs, crop breeding experiments. So the option 4 is also correct. So the wrong option is third option. Next question. Pollination in water hyacinth is brought about by the agency of. So in majority of the aquatic plants, pollination is not by water. For example, nymphea, water lily. Nymphea means lotus, water lily, water hyacinth, pistia, all are water plants. But here the pollination is not brought about by water, that is caused by wind or insects. Here in water hyacinth, the options are birds, small flowers, so bird cannot pollinate it, bats cannot pollinate it, water cannot pollinate it. So the correct option is insects or wind. So option 4 is the correct answer. While Vallisneria, Hydilla, Zostera, Lemna, etc. water pollinated flower. Only limited genera uses water as pollinating agent. And of these, most of the plants are monocotyledonous. Next question. Question number 28. Proximal end of the filament is attached to thalamus or petal, and the distal end is attached to anther. So filament, each stamen consists of a filament and an anther. This is the
distal end of the filament, and this is the proximal end of the filament. This proximal end is either attached to thalamus. Usually floral whorls arising from thalamus, but in some cases we have studied that epipetal stamens are there, so stamens are attached to petals. Epipetal stamens, so thalamus or petals, and the distal end is attached to anther. So proximal end is attached to thalamus or petal, or petal, and distal end is attached to anther. So option 4 is the correct answer. Next question, majority of the angiosperms reduction division occurs in megaspore mother cell. First option നോക്കൂ, in majority angiosperms reduction division occurs in megaspore mother cell. Megaspore mother cell undergo reduction division. First option correct ആണ്. In majority angiosperm, which of the following statements are correct? Reduction division occurs in megaspore mother cell. Clear അല്ലേ? അല്ലാതെ majority angiospermilum reduction division megaspore mother cell നടക്കുമെന്നല്ല. Which of the following statement regarding this majority of angiosperm? Reduction division occurs in megaspore mother cell. That is the correct option. A small central cell present in the embryo sac. That is false. Central cell is the largest cell in the embryo sac, not small. Central cell is the largest cell in the embryo sac. Egg has filiform apparatus. False. Filiform apparatus is possessed by synergids at its micropylar pole side. The pollen grains are released in 3-celled stage. That is in over 60% of the angiosperm, pollen grains are released in 2-celled stage, and remaining it is released in 3-celled. That is below 40%. So 1 alone is correct regarding angiosperms. Next question. The one regarding most of the angiosperm. Now next question 30. The ovule of an organism technically equivalent to ovule megasporangium. Megasporangium is technically ovule, and megasporophyll is carpel or water pistil. Megasporangium is ovule and megasporophyll is pistil. Microsporangium, microsporophyll. Similarly, microsporophyll is stamen. Similarly, microsporangium and then microsporangia structure padichu. Similarly, next question. Consider the following statements 1 to 4, and how many of them are correct? Angiosperms have immotile sperms. That is the correct option. We already studied about that. Angiosperms possess immotile sperms. Majority of the plant uses, flowering plant, most of the flowering plant uses biotic agents as pollinators. In apomixis, diploid egg is formed without a reduction division, which develops into embryo without fertilization. Apomixis is a type of asexual reproduction in which seeds are developed without fertilization. Development of seed without fertilization is called apomixis. And there are several ways of apomixis. In some cases, a diploid egg is formed without reduction division or meiosis that develops into a new organism without fertilization. But in many species of mango and orange varieties, some of the nucellar cells surrounding the embryo sac, in species of mango and orange, the nucellar cell surrounding the embryo sac starts dividing and protrude into the embryo sac. The nucellar cell surrounding the embryo sac start dividing and protrude into the embryo sac, and they develops into embryos. That is also another mechanism method of apomixis. So this is right option. Then hypocotyl terminates in radicle and epicotyl terminates in plumule. Hypocotyl and epicotyl are the embryonal axis. The structure of a mature embryo consists of an embryonal axis. For example, in the case of a dicot embryo, an embryonal axis is there and an embryonal axis in which 2 cotyledons are arranged. This embryonal axis is in dicot seed, that is called a tigellum. The embryonal axis is tigellum, and the tip of the embryonal axis is called plumule, and the base is called a radicle. Plumule develops into shoot system, while radicle on germination, during germination, radicle develops into
root system. So the embryonal axis has two parts. First one is epicotyl and other is hypocotyl. Epicotyl means the region of the embryonal axis. This is the point of attachment of cotyledon, this point. The region of the embryonal axis above the level of attachment of cotyledon is called a epicotyl. And that epicotyl terminates in plumule. The region of the embryonal axis below the level of attachment of cotyledon is called a hypocotyl. So, the embryonal axis has two portions. The region above the level of attachment of cotyledon is epicotyl, and region below the level of attachment of cotyledon is called a hypocotyl. Epicotyl terminates in plumule and hypocotyl terminates in radicle. Clear? So, next option is also correct. So, all the four options are correct. So, answer is option 4. Next question, question number 32. Long ribbon-like pollen grains are the characteristic feature of. So, in the case of water pollinated flowers, pollen grains are long ribbon-like. They are covered by a coating, so it is unwettable, etc. So, pollen grains are long and ribbon-like. To attach it to stigma is for the easy attachment of a stigma. Pollen grains are long ribbon-like in the case of a water pollinated flowers. So, option 3 is the correct answer. Okay. While in wind pollinated flower, pollen grains are light and dry for the easy transfer through wind. In bee allengila insect pollinated flowers, pollen grains are sticky in order to adhere the body of insects. That is the zoophilous flower means animal pollinated flowers. Next. Choose the wrong statement. Polyembryony is the characteristic feature of angiosperms. Polyembryony means occurrence of more than one embryo in a seed. Occurrence of more than one embryo in a seed. It is found in some citrus and mango varieties, where many embryos are found which are developed from new cells as well. Polyembryony means occurrence of more than one embryo. But polyembryony also found in gymnosperms, because in gymnosperm the ovule contain a female gametophyte with 2 or more archegonia. If 2 or more archegonia present, 2 or more egg is formed. So 2 or more zygote and 2 or more embryo is also developed. Clear? So in gymnosperms also polyembryony found. That is not the characteristic feature of angiosperms only. So first option is false. It is characteristic feature of angiosperms, gymnosperms, etc. Then seeds of a lupin remain in dormancy state about 1,000 years, 10,000 years. Lupin, what is the characteristic feature of a lupin? It is the oldest seed. Clear? That is dormancy. There are several records of a dormancy, long dormancy period. And the longest dormancy period is that of a lupin. That is excavated from archaeological excavation conducted in Arctic tundra region. It is obtained from Arctic tundra region, and it germinated and produced flowers after 10,000 years of seed dormancy. 10,000 years കഴിഞ്ഞിട്ടും seed viable ആണ്. And a recent record goes to Phoenix dactylifera, which is date palm. It is excavated from the archaeological excavation conducted in King Herod's palace near Dead Sea. Dead Sea അടുത്തുള്ള King Herod Palaceൽ നടത്തിയ archaeological excavationൽ നിന്ന് കിട്ടിയ സീഡാണ് ഏറ്റവും റീസെൻറ്റ് റെക്കോർഡായിട്ടുള്ള ഒരു ലോങ്ങസ്റ്റ് ഡോർമൻസി പീരീഡ്. 2000 years of dormancy, Phoenix dactylifera or date palm. So lupin remain dormant for 10,000 years, correct option. Seed dormancy is helpful in agriculture. കാരണം ഫാമേഴ്സിന് എന്ത് ചെയ്യണം, സീഡിനെ സ്റ്റോർ ചെയ്യാനും that can be used to rise crop in the next season, and also എന്താണ് stored and they can be used as food. ഫുഡായിട്ട് യൂസ് ചെയ്യാനും നെക്സ്റ്റ് സീസണിൽ ക്രോപ്പ് ജനറേറ്റ് ചെയ്യാനുമെല്ലാം ഫാമേഴ്സിനെ സഹായിക്കുന്നു. പെരിസ്പെർമസ് സീഡ് ഈസ് സീൻ ഇൻ ബ്ലാക്ക് പെപ്പർ ആൻഡ് പെരിസ്പെർം മീൻസ് in some plants the nucellus persists in mature seed. Clear? In nucellus is, we know that nucellus is consumed during the early stage of embryo sac development, not embryo. Embryo sac in the development നടക്കുമ്പോഴേ ന്യൂസെല്ലസിനെ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യും. പക്ഷേ ചില പ്ലാന്റുകളിൽ
mature seedil nucellus persisting. Such a persistent nucellus is called perisperm. Perispermous seed in example ആണ് black pepper, sugar beet തുടങ്ങിയവ. So 2, 3, 4 correct options ആണ്. Wrong statement first option. Next question 34. The coconut water from tender coconut represent. Tender coconut കാണപ്പെടുന്ന coconut water free nuclear endosperm and white kernel എന്ന് പറയുന്നത് cellular endosperm. അല്ലേ? അതായത് most common type of endosperm development in angiosperm is nuclear type endosperm development. And in nuclear type endosperm development, what happens? The primary endosperm nucleus undergo a large number of mitotic division. Mitotic division results in a large number of free nuclei. So what is free nuclei? The nuclear division is not followed by cytokinesis. So many nuclei are scattered in the cytoplasm. This stage is called free nuclear endosperm. Later these nuclei migrate towards the periphery and from the cell wall formation starts from there. So the white kernel surrounding the free nuclei is cellular endosperm, and after cell wall is formed around that cellular endosperm is formed. Clear? അതായത് കോക്കനട്ടിൻ്റെ എൻഡോസ്പേം ഫോർമേഷനിൽ എംബ്രിയോ സാക്കിനകത്ത് ധാരാളം ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഫോം ചെയ്യും. ബട്ട് ഈച്ച് ഡിവിഷൻ ഈസ് നോട്ട് അക്കമ്പനിഡ് ബൈ സെൽ വാൾ ഫോർമേഷൻ. സോ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ഈസ് ദെയർ. ദിസ് ഈസ് കോൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ദെൻ ദീസ് ന്യൂക്ലിയ ആർ പുഷ്ഡ് ടുവേഴ്സ് ദ പെരിഫറൽ സൈഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ലാർജ് വാക്യൂൾ. വാക്യുലാർ ഡെവലപ്മെൻറ്റ്, ചെറിയ ചെറിയ വാക്യൂളുകൾ സെൻറ്ററിൽ വന്ന് ഫ്യൂസ് ചെയ്യുകയും അങ്ങനെ ലാർജ് വാക്യൂൾ ഡെവലപ്പ് ചെയ്യുന്ന കാരണം എന്തായിട്ട് മാറും? ന്യൂക്ലിയർ പുഷ്ഡ് ടുവേഴ്സ് ദ പെരിഫറൽ സൈഡ്. ദെൻ ദ സെൽ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ പെരിഫറി ആൻഡ് എക്സ്റ്റെൻഡ് ടുവേഴ്സ് ദ സെൻറ്റർ. ദിസ് സെൽ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം പെരിഫറി ആൻഡ് എക്സ്റ്റെൻഡ് ടുവേഴ്സ് സെൻറ്റർ. സോ എൻഡോസ്പേം ബിക്കം സെല്ലുലാർ. ദിസ് ഈസ് ന്യൂക്ലിയർ, ഫ്രീ ന്യൂക്ലിയർ, ആൻഡ് ദിസ് ഈസ് സെല്ലുലാർ. ബട്ട് ദ central part contain free nuclear endosperm and the white kernel is cellular endosperm. Clear? So in tender coconut, the white kernel represents cellular endosperm and the coconut water is the free nuclear endosperm. Which of the following is parasitic angiosperm which produce large number of tiny seeds? Orobanche, Striga, these are some plants produce thousands of tiny seeds. A large number of tiny seeds are produced from some plants. For example, parasitic plants like Orobanche, Striga, etc. produce a large number of tiny seeds. Clear? Similarly, some large angiospermic plant, ficus, orchids belong to category. Orchid ഏറ്റവും സ്മോളസ്റ്റ് സീഡാണ്, ബട്ട് ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് tiny seeds from a single fruit itself. So similarly ficus, a large, very large plant, but produce large number of seeds, tiny seeds from a single fruit. Similarly, some parasitic plants like Orobanche and Striga, these are example for parasitic plants which produce tiny seeds. So option 4 is the correct answer. Ficus is not parasite, but it is a large tree which produce a large number of tiny seeds. Next, section B, 15 questions ഉണ്ട്, ചോയ്സസ് ഉള്ളതാണ്. ഇതുവരെ ഉള്ളത് കമ്പൽസറി ആണ്. ഇതിൽ 10 എണ്ണം സെലക്ട് ചെയ്താൽ മതി. നോക്കാം. A to D, given below and select, study the statement A to D and given below, and A to D given below and select the 2 correct ones of one of them. ഇതിലെ 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. അത് ഏതൊക്കെയാണ്? Definition of biological species was given by Ernst Mayr. അല്ലേ? ബയോസ്പീഷീസ് എന്ന കൺസെപ്റ്റ് ആദ്യമായി നൽകിയത് ഏണസ്റ്റ് മേയർ. He is known as the Darwin of 20th century. The species concept, biospecies concept was presently accepted. Biospecies concept was given by Ernst Mayr, and Ernst Mayr is known as Darwin of the 20th century. Then photoperiod does not affect reproduction in plants. False ആണ് അല്ലേ? Photoperiodism എന്ന് പറഞ്ഞാൽ the response of a plants to a relative length of a day and night. Photoperiod നമുക്കറിയാം പ്ലാന്റിൽ അഫക്റ്റ് ചെയ്യുന്നു, ആനിമലിലും അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം വാസ് ഗിവൺ ബൈ വിറ്റാക്കർ. ഫോൾസ് ആണ്. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ വാസ് ഗിവൺ ബൈ
called Linnaeus. Then the unicellular organism, in unicellular organism, reproduction is synonymous with the growth because അവിടെ സെൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യാണ്. സോ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. സോ ഓപ്ഷൻ എ ആൻഡ് ഡി കറക്റ്റ്. എ ആൻഡ് ഡി ഓപ്ഷൻ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ 3. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഒബിയസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ഒബിയസ് ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതുമായ ഫീച്ചർ ഏതാണ്? ലിവിങ് ഓർഗാനിസത്തിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന ആൻഡ് കോംപ്ലിക്കേറ്റഡ് അല്ലേ? ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആ സ്പെഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും അതിൻ്റെ എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതുമായ ഫീച്ചർ. ഓൾ ലിവിങ് ഓർഗാനിസം പൊസസ് ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഫീച്ചർ ആയിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള ഫീച്ചർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ് ഓർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി. ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാനും അതിലെ സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് എ ലിവിങ് ഓർഗാനിസം. ദാറ്റ് ഈസ് ദേ ഹാവ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ വിച്ച് ഈസ് ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. ദെൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫൈനിങ് ഫീച്ചർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആവണം, ഡിഫൈനിങ് ആണോ? റീപ്രൊഡക്ഷൻ അല്ലേ? ദർ ആർ സം ലിവിങ് ഓർഗാനിസം വിച്ച് കനോട്ട് റീപ്രൊഡ്യൂസ് മ്യൂൾ അല്ലേ? ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് നമുക്കറിയാം. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. സ്റ്റിറൈൽ ആയിട്ടുള്ള ക്ലൈൻഫിൽറ്റർ സിൻഡ്രം അല്ലെങ്കിൽ ടർണർ സിൻഡ്രം ഒക്കെ ഉള്ള മനുഷ്യർക്കാണെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ബട്ട് ലിവിങ് തിങ്സ് അല്ലേ ആണ്. അപ്പോൾ ലിവിങ് തിങ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ശരിയാവും? ഡെഫിനിഷൻ ചെയ്യാൻ പറ്റുമോ? ഈവൻ ദോ ലിവിങ് ഓർഗാനിസംസ് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ലിവിങ് ബീയിങ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എനിത്തിങ് ദാറ്റ് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലിവിങ് തിങ്. എങ്കിൽ ക്ലൈൻഫിൽറ്റർ സിൻഡ്രം ഉള്ള ഒരാളിനെ ലിവിങ് തിങ് എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ല, പക്ഷേ അയാൾ ലിവിങ് തിങ് ആണ്. സോ ലിവിങ് തിങ്സിൻ്റെ ഒരു ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഡിഫൈനിങ് ക്യാരക്ടർ അല്ല റീപ്രൊഡക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. സോ റീപ്രൊഡക്ഷൻ നമുക്കിവിടെ പറയാൻ പറ്റില്ല. ദ എബിലിറ്റി ഓഫ് ഗ്രോത്ത് നമുക്ക് അവിടെയും പഠിച്ചു എക്സെപ്ഷൻ. ഈവൻ ദോ അല്ലേ ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ലിവിങ് ഓർഗാനിസം. ദർ ആർ സം നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഓൾസോ ഗ്രോ അല്ലേ? മൗണ്ടൻസ്, സാൻഡ് ഡ്യൂൺസ് എക്സെട്ര ഓൾസോ ഏബിൾ ടു ഗ്രോ. ബട്ട് ഇൻ സച്ച് കേസ് നോൺ ലിവിങ് തിങ്സ് ദ growth is by the deposition of a substance on the surface, that is extrinsic. But in living organism, growth is from internal, that is intrinsic. So that is also false. Then presence of complex organ systems such as digestive system and nervous system. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലുമുള്ള അല്ലേ ഫീച്ചറാണോ ഈ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഒക്കെ? എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്ലാന്റിലുണ്ടോ? ഇല്ല. സോ നമുക്ക് പറയാവുന്ന ജനറലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഒബിയസ് ആയിട്ടുള്ളതുമായ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് all living organisms possess an ability to sense their environment and respond to stimuli which is physical, chemical or biological. So that is the correct answer, option 1. Then first step in taxonomy. Taxonomy is a different step. Taxonomy is the scientific study of identification, nomenclature and classification. And it includes main processes in taxonomy are first one characterization. നമ്മൾ പഠിച്ചത് ഇതാണ്. ഇത് 4 പോയിന്റ് എഴുതിയാൽ തന്നെ കാര്യം കഴിഞ്ഞു. Then identification. Then nomenclature. നാലാമത്തത് ക്ലാസിഫിക്കേഷൻ. ഇത്രയും കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യും. ആദ്യം ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറൈസേഷനാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ ഡിസ്ക്രിപ്ഷൻ അല്ലേ? ഒരു ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. 2 ക്യാരക്ടറൈസേഷൻ കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞാലാണ് അതിന് നെയിമിങ്, പേര് കൊടുക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 മീൻസ് ക്യാരക്ടറൈസേഷൻ. ക്ലിയർ? ഇതൊക്കെ എയിംസിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 2013 ശേഷം നീറ്റിനും വളരെ കുറച്ച് മാത്രമേ എയിംസിന് ചോദിച്ചിട്ടുള്ള ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ബാക്കി മെജോറിറ്റിയും നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ, മോർ ദാൻ 90% പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചവർക്ക് ഫുൾ മാർക്ക് കിട്ടും ഇതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐസ് ഓഫ് പൊട്ടറ്റോ ട്യൂബർ ആർ
പല പ്രാവശ്യം എക്സാമിനേഷന് ചോദിച്ചാണ് ഇൻ അല്ലേ പൊട്ടറ്റോ ദി ബഡ്സ് പ്രസൻറ്റ് കോൾഡ് ഐസ് ഓഫ് പൊട്ടറ്റോ ബഡ് പ്രസൻറ്റ് ഇൻ ദ ഐസ്. ദെൻ അതുപോലെ തന്നെ എന്താണ് ദി ബഡ്സ് പ്രസൻറ്റ് ഇൻ ദ മോഡിഫൈഡ് സ്റ്റെംസ് ഓഫ് റൈസോം, കോം, ginger, turmeric, etc. Buds are developed from the nodal region of their modified stem. Since these buds are developed from the nodal region, all these buds are axillary buds. Nodal region in the develop ചെയ്യുന്ന ബഡുകൾ, നോഡ് ഈസ് ദ റീജിയൻ വേർ എ ലീഫ് ഒറിജിനേറ്റ്, അവിടെ നിന്നുള്ള ബഡുകൾ എപ്പോഴും ആക്സിലറി ബഡായിരിക്കും. സോ പൊട്ടറ്റോയിൽ കാണപ്പെടുന്ന ബഡായാലും അമോർഫോഫാലസ്, കൊളോക്കേഷ്യ, ദെൻ ടർമറിക്ക, ജിഞ്ചർ, ബനാന, ഇതിലുള്ള ബഡുകളെല്ലാം ആക്സിലറി ബഡുകളാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, find out the correct match. Coconut, cucurbit, dioecious. കോക്കനട്ടും കുക്കുർബിറ്റും ഡയോഷ്യസ് പ്ലാന്റുകളല്ല, ഫോൾസ് ആണ്. മൊണീഷ്യസ് പ്ലാന്റുകളാണ് അല്ലേ. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഡെവലപ്ഡ് ഇൻ സെയിം ഇൻഡിവിജ്വൽ. ഹണിബി റോട്ടിഫേഴ്സ്, ഹണിബി ആൻഡ് റോട്ടിഫേഴ്സ് പാർത്തനോജനസിസ് അല്ലേ. അതായത് ഹണിബി റോട്ടിഫേഴ്സ് സം lizards, even in some lizards and some birds like turkey. Female gamete undergo development into an organism without fertilization, that is called parthenogenesis. Then ornithorhynchus and whale, vivipary. Whale ഒരു ഇത് രണ്ട് മാമലാണ്, പ്ലാറ്റിപ്പസ് ആണ്. പ്ലാറ്റിപ്പസും വെയിലും മാമലാണ്. പക്ഷേ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത് എഗ് ലേയിങ് മാമലാണ്, നോട്ട് വിവിപാരി ആണ്. സോ ഫോൾസ്. സോ ഓർണിത്തോറിങ്കസ് എന്ന് പറയുന്നത് പ്ലാറ്റിപ്പസ് ആണ്. സോ പ്ലാറ്റിപ്പസ് എഗ് ലേയിങ് മാമലാണ്, വെയിൽ വിവിപാരസ് ആണ്, പക്ഷേ പ്ലാറ്റിപ്പസിൽ ഓവിപാരിയാണ്. ദെൻ ഫ്രോഗ്, പീകോക്ക്. ഫ്രോഗിലും പീകോക്കിലും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, പീകോക്കിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഫ്രോഗ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കറക്റ്റാണ്. സോ 1, 3, 4 option not correct, only 2 is the correct option. Next question, 41. Which one of the following statement is not correct? In turmeric, banana and ginger, plantlets arise from internodes present in their modified stem. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ടർമറിക്കിലും ബനാനയിലും ജിഞ്ചറിലും അവയുടെ നോഡൽ റീജിയനിൽ കാണപ്പെടുന്ന ബഡ്സ് when come in contact with the soil, they develops into plantlets. So here the option is the plantlets developed from internodes present in the modified stem, not internode. We studied that nodes, so it is the false option. Then അടുത്ത നോക്കൂ, water hyacinth growing in standing water drains oxygen from water, that leads to death of fishes. Correct ആണ്. Water hyacinth is one of the most invasive weed in standing water. It since it can propagate phenomenally in a phenomenal rate, they increase in number within a short period of time. So that massive increase ആണ്, so we cannot easily get rid of them. And they drains oxygen from water, that kill fishes and other aquatic organisms. Then offsprings produced by asexual reproduction are called crons. Microscopic motile asexual reproductive structures are called clones. False ആണ്. Microscopic motile asexual reproductive structures are called clones. അത് സൂസ്പോസ് ആണ്. ഇവിടെ ഓപ്ഷൻ മാറി കിടക്കുകയാണ്, സൂസ്പോസ്. അതിലെ മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ സൂസ്പോസ്. സൂസ്പോസ് മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ false statement regarding this. So the answer is option. Wrong statement ആണ് ചോദിച്ചത്, ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻ്റർനോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നുകൊണ്ടാണ് ഫോൾസ് ആയത്. ഇതിൽ ക്ലോണല്ല, മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സൂസ്പോസ് എന്നാണ് വരേണ്ടത്, അതിൽ മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രൊബൈലാന്തസ് കുന്തിയാന ഡിഫേഴ്സ് ഫ്രം ബാംബു. സ്ട്രൊബൈലാന്തസ് കുന്തിയാന, ബാംബു രണ്ടും മോണോകാർപ്പിക് പെരിനിയലുകളാണ്. ബീയിങ് മോണോകാർപ്പിക്, രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റിയാണ് അല്ലേ. അപ്പോൾ ഡിഫറൻസ് അല്ല ഇത്, അപ്പോൾ സിമിലാരിറ്റിയാണ്. ബീയിങ് പോളികാർപ്പിക് അല്ല, രണ്ടും മോണോകാർപ്പിക് ആണ്, സോ പോളികാർപ്പിക് അല്ല. ബീയിങ് പെരിനിയൽ, രണ്ടും പെരിനിയൽ ആയിട്ടുള്ളതും ഇവ തമ്മിലുള്ള സിമിലാരിറ്റിയാണ്, ഇതും സിമിലാരിറ്റിയാണ്. സോ ഈ കേസുകൾ രണ്ടും സിമിലാരിറ്റിയാണ്. അതേസമയം
ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ബീയിങ് പോളികാർപ്പിക് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ പോളികാർപ്പിക് അല്ലല്ലോ. അപ്പോൾ ഒരാൾ പോളികാർപ്പിക് ഒരാൾ മോണോകാർപ്പിക് ആണെങ്കിൽ നമുക്ക് ഡിഫറൻസ് എന്ന് പറയാം. പക്ഷെ ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസ് നോക്കൂ, ഒരു 50 to 100 ഇയേഴ്സിനിടയ്ക്കാണ് നമ്മുടെ ഏതാണ് ബാംബുവിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആ വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ എൻഡിലായിരിക്കും ബാംബു ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, സീഡ്സ് ഉണ്ടാവും. അതേസമയം ഇൻ സ്ട്രൊബൈലാന്തസ് കുന്തിയാന ഇറ്റ് പ്രൊഡ്യൂസ് ഓർ ഇറ്റ് ഫ്ലവേഴ്സ് ഓൺസ് ഇൻ എവറി 12 ഇയേഴ്സ്. അപ്പോൾ ഒരു 8 to 12 ഇയേഴ്സിനിടയ്ക്കായിരിക്കും അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? സോ രണ്ടിൻ്റെയും ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസിൽ എന്തുണ്ടായിരിക്കും, ഒരു 8 എന്തുവരെയാണ് ഇയേഴ്സ് വരെയുള്ളത് നമുക്ക് പറയാം ജുവനൈൽ ഫേസാണ്. അത് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് വരുന്നു. അതേസമയം ബാംബൂലാണെങ്കിൽ 50 to 100 ഇയേഴ്സ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ശേഷമാണ് അത് ഫ്ലവറിങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിനിടയ്ക്കുള്ളതാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡ്. അപ്പോൾ 12 ഇയേഴ്സ്, ഒരു 8 to 12 ഇയേഴ്സ് വരെ ഏതല്ല സ്ട്രൊബൈലാന്തസിൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡ് വരുന്നെങ്കിൽ ബാംബൂലാണെങ്കിൽ അത് 50 to 100 ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ 60 to 100 ഇയേഴ്സ് ആണ്. സോ രണ്ടിൻ്റെയും വെജിറ്റേറ്റീവ് ഫേസിൻ്റെ ലെങ്തിൽ ഡിഫറൻസ് ഉണ്ട്. ബാക്കി അല്ലേ ഈ പറഞ്ഞ രണ്ടും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻസ് ആർ സിമിലാരിറ്റി. ബീയിങ് പോളികാർപ്പിക് രണ്ടിനെ സംബന്ധിച്ചും കറക്റ്റ് ഓപ്ഷൻ അല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. മാർക്ക് ദി കറക്റ്റ് വൺ ഫ്രം ദ ഫോളോയിങ്. ലേബിയോ internal fertilization, frog internal fertilization, birds external fertilization, Balanoptera internal fertilization. ലേബിയോ എന്ന് പറയുന്ന ഇറ്റ്സ് എ റോഹു, കട്ട്ല റോഹു, ഫിഷാണ്. അപ്പോൾ ഫിഷസിൽ നിങ്ങൾക്കറിയാം ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ അല്ല എക്സ്റ്റേണൽ ആണ്. സോ ദി ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഫാൾസ്. ഫ്രോഗ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഇൻറ്റേർണൽ അല്ല. ദെൻ ബേർഡ്സിൽ എക്സ്റ്റേണൽ അല്ല, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. സോ അതും ഫാൾസ്. ബാലനോപ്റ്ററ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, കറക്റ്റ് ഓപ്ഷൻ. ബാലനോപ്റ്ററ വെയിൽസിൻ്റെ ജീനസ് നെയിമാണ്, വെയിൽസ് അല്ലേ. സോ ദിസ് ഈസ് ദ കറക്റ്റ്. വെയിൽസ് മാമലാണ്. സോ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. Male gametophyte with the least number of cells present in. Male gametophyte is also called pollen grain. Pollen grains are the male gametophyte, and in angiosperms, male gametophyte are released in two-celled stage. One is large vegetative cell and another is generative cell. So vegetative cell and generative cell, two-celled condition മോസ്റ്റ് ആൻജിയോസ്പേംസിലും ഓവർ 60% ആൻജിയോസ്പേംസിലും മെയിൽ ഗാമറ്റോഫൈറ്റ് ആയ പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്യും. എന്നാൽ ചില കേസിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 സെല്ല് സ്റ്റേജ്. സോ മാക്സിമം വന്നാൽ 3 സെല്ല് സ്റ്റേജാണ്. എന്നാൽ ജിംനോസ്പേമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 സെല്ല് സ്റ്റേജാണ് ജനറലി കാണപ്പെടുക. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ല് കാണും, ജനറേറ്റീവ് സെല്ലുണ്ട്, ഇതല്ലാതെ മറ്റൊരു സ്മോൾ സെല്ലും കൂടെ ഉണ്ട്, പ്രോത്താലിയൽ സെല്ലെന്ന് വിളിക്കും. അപ്പോൾ ഇനിഷ്യലി തന്നെ 3 സെല്ലുണ്ട്. ഇനി ഇവിടെയും ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്താൽ 2 മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. അപ്പം മാക്സിമം പോയാൽ ഇവിടെ 3 സെൽസ് വന്നുവെങ്കിൽ ഇവിടെ 4 സെൽസ് വരും, അല്ലെങ്കിൽ 2 സെൽസും 3 സെൽസും. ജനറലി കണ്ടീഷനിൽ 2 സെൽഡ് സ്റ്റേജും 3 സെൽഡ് സ്റ്റേജും. ഇനി നോക്കൂ, ടെറിസ് ഫ്യൂണേറിയ. ടെറിസ് ഒരു ടെറിഡോഫൈറ്റാണ്. അവിടെ ഗാമറ്റോഫൈറ്റിക് ജനറേഷനിൽ തൗസൻഡ്സ് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ് അല്ലേ. ഫ്യൂണേറിയയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നതും മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ്. മെയിൽ ഗാമറ്റോഫൈറ്റ് ടെറിസിൽ അല്ലേ. പിന്നെ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളിൽ പ്രോത്താലസ് ആണ് അവിടുത്തെ ഗാമറ്റോഫൈറ്റ് ടെറിസിൻ്റെ കേസിൽ. അപ്പോൾ പ്രോത്താലസ് എന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് സെൽസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഫ്യൂണേറിയയുടെ അതുപോലെ തന്നെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് സ്റ്റേജാണ്. അത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയാലും ഫിമെയിൽ ഗാമറ്റ്. ആന്ത്രഡിയ ആണ് അവിടുത്തെ സെല്ല്. അതിൽ തൗസൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട്. ആർക്കിഗോണിയ, അതിൽ നിന്നാണ് സ്പേംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ആന്ത്രഡിയ എന്ന മെയിൽ ഗാമേറ്റും ആർക്കിഗോണിയ. അപ്പോൾ ആന്ത്രഡിയാണ് അവിടുത്തെ മെയിൽ ഗാമറ്റോഫൈറ്റിക് സ്ട്രക്ചർ. അപ്പോൾ എനിവേ ടെറിസിലും അല്ലേ അതുപോലെ തന്നെ ഫ്യൂണേറിയയിലും തൗസൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് വരില്ല. പൈനസിൽ 3 സെല്ലാണെങ്കിൽ ലിലിയത്തിൽ 2 സെൽ. സോ ലിലിയം എന്ന് പറയുന്ന മാത്രമാണ് ഈ ആൻജിയോസ്പെമിക് പ്ലാന്റ്. സോ മെയിൽ ഗാമറ്റോഫൈറ്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സെൽസ് പ്രസൻറ്റ് ഇൻ ഓപ്ഷൻ 1 ലിലിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എൻഡോസ്പെം ഡെവലപ്മെൻറ്റ് precedes embryo development. In majority angiosperms,
the embryo development starts only after a specific amount of endosperm is produced. This is an adaptation to ensure the proper nourishment of the developing embryo. So endosperm development precedes the embryo development. Embryo development in munne aayi endosperm development nadakkum. Then transfer of apomictic seeds to hybrid is useful. That apomixis is the development of a seed without a fertilization, and it is a type of asexual reproduction, so the product is clone. ഈ അപ്പോമിക്റ്റിക് സീഡുകളെ ഹൈബ്രിഡ് പ്രൊഡക്ഷനിൽ ജനറേറ്റ് ചെയ്താൽ ഹൈബ്രിഡുകളെ നമ്മൾ വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് സീഡിനെ നട്ട് വളർത്തി അതിൽ നിന്ന് മാക്സിമം ഈൽഡ് കിട്ടി. അതിനെ വീണ്ടും കൊണ്ട് നട്ടാൽ നമുക്ക് ആ ക്യാരക്ടർ എന്ത് ചെയ്യില്ല, ഒരുപോലെ ആ സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഹൈബ്രിഡിൽ നിന്ന് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ നടക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ അപ്പോമിക്റ്റിക് സീഡുകളെ ഹൈബ്രിഡിലേക്ക്, അപ്പോമിക്സിസിൻ്റെ ജനറ്റിക്സ് എന്താണ് അതിന് കാരണമായ ജീനെ എന്ന് കണ്ടെത്തി അതിനെ ഹൈബ്രിഡ് സീഡുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അവരും ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാക്കും. അപ്പോൾ ആ സീഡുകളിൽ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും സെഗ്രിഗേറ്റ് ചെയ്യില്ല. സോ ട്രാൻസ്ഫർ ഓഫ് അപ്പോമിക്റ്റിക് ജീൻസ് ടു ഹൈബ്രിഡ്സ് വിൽ ബി യൂസ്ഫുൾ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി, നോട്ട് എന്താണ് അപ്പോമിക്സിസ്. ഫോൾസ് ആണ്, തേർഡ് ഓപ്ഷൻ. Then remnant of nucellus. In some plant the nucellus persists. That persistent nucellus is called perisperm. So 1, 2, 4 are correct. 3 alone is false. So the option 2 is the correct statement. Next question. Out of the following, how many of them are exalbuminous seed? Exalbuminous means ex-endospermous seed. A seed without endosperm. Leguminous സീഡുകൾ ജനറലി നോൺ എൻഡോസ്പേമസ് അല്ലെങ്കിൽ എക്സാൽബുമിനസ് സീഡാണ്. അപ്പോൾ എക്സാൽബുമിനസ് സീഡുകൾ എന്ന് പറഞ്ഞാൽ നോൺ എൻഡോസ്പേമസ് സീഡുകളാണ്. പി കോക്കനട്ട് ഒരു എൻഡോസ്പേമസ് സീഡാണ്. ഗ്രൗണ്ട് നട്ട് എക്സാൽബുമിനസ് ആണ്. ബീൻസ് എക്സാൽബുമിനസ് ആണ്, അല്ലേ? ദെൻ ഏതാണ്? സോ ഹിയർ ദ സീഡ്സ് വിത്തൗട്ട് എൻഡോസ്പേം, അല്ലേ? ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഹൗ മെനി ഓഫ് ദം ആർ എക്സാൽബുമിനസ് സീഡ്? സീഡ്സ് വിത്തൗട്ട്, അല്ലേ, നോൺ എൻഡോസ്പേമസ് സീഡ്. അപ്പോൾ പി, ഗ്രൗണ്ട് നട്ട്, ബീൻസ് എന്നിവ എക്സ് എൻഡോസ്പേമസ് സീഡാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നോട്ട് 5 ഇവിടെ കിടക്കുന്നത് ഓപ്ഷൻ 3 ആണ്. എക്സ് എൻഡോസ്പേമസ് സീഡ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്: പി, ഗ്രൗണ്ട് നട്ട്, ബീൻസ്. എൻഡോസ്പേമസ് സീഡുകൾ കോക്കനട്ട്, കാസ്റ്റർ, സൺഫ്ലവർ, മൈസ്, ബാർലി 5 എണ്ണം വരും. ക്ലിയർ? സോ എക്സ് എൻഡോസ്പേമസ് സീഡ് പി, ഗ്രൗണ്ട് നട്ട്, ബീൻസ്. എൻഡോസ്പേമസ് സീഡാണ് ചോദിക്കുന്നതെങ്കിൽ കോക്കനട്ട്, കാസ്റ്റർ, ബാർലി, സൺഫ്ലവർ, മൈസ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is correct or wrong? Strawberry is a parthenocarpic fruit. Strawberry parthenocarpic fruit അല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് ആ ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് പാർത്തനോകാർപ്പി, അല്ലേ? സ്ട്രോബെറി ഈസ് എ എങ്ങനെയാണ് സ്യൂഡോ കാർപ്പ് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ടാണ്. സ്യൂഡോ കാർപ്പ് എന്ന് വിളിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫോൾസ്. യൂക്ക നീഡ്സ് മോത്സ് ഫോർ കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ, അല്ലേ? യൂക്കയും മോസും തമ്മിലുള്ള അസോസിയേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂക്കയ്ക്ക് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മോസ് പോളിനേഷൻ നടത്തണം. തിരിച്ച് മോസിൻ്റെ ലാർവെ ഡെവലപ്പ് ചെയ്യുന്നത് യൂക്കയുടെ ഓവറി ചേമ്പറിലാണ്. സോ ബോത്ത് ആർ ബെനിഫിഷ്യൽ. ദെൻ പ്ലാന്റ്സ് സച്ച് ആസ് ഓക്സാലിസ് ആൻഡ് കോംബിലൈന പ്രൊഡ്യൂസ് ക്ലീസ്റ്റോഗാമസ് ആൻഡ്, അല്ലേ? കോംബിലൈന, ഓക്സാലിസ് ആൻഡ് വയോള പ്രൊഡ്യൂസ് 2 types of flowers, ക്ലീസ്റ്റോഗാമസ് ആൻഡ് കാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ദെൻ പോളൻ, റോബോസ് മേ കൺസ്യൂം പോളൻ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. അതും കറക്റ്റാണ്. പോളൻ റോബോസ് ആർ, അല്ലേ, ദേ കൺസ്യൂം പോളൻ ഓർ ഹണി വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ 2, 3, 4 കറക്റ്റാണ്. ഫസ്റ്റ് മാത്രമാണ് റോങ്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. Read the following statement and identify the correct option given below. Bees are the dominant biotic pollinating agent. Correct option ആണ്. In Conco, the stigma and style which wave in wind to trap the airborne pollen grain. Here trap insects ആണ്, so it is false. Not trap the insects, pollen grains. In Vallisneria, pollination takes place below the surface of water. In Vallisneria, the female flowers are reached to the surface due to its long pedicel, and male flowers are released onto the surface. So pollination takes place on the surface of water. അപ്പോൾ എപ്പിഹൈഡ്രോഫിലിയ ആണ് വാലിസ്നേറിയയിൽ, നോട്ട് ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ. അത് സീ ഗ്രാസസിലാണ് ബിലോ ദ സർഫസിൽ നടക്കുക. ഇൻ സീ ഗ്രാസ്, ദ ഫീമെയിൽ ഫ്ലവേഴ്സ് റിമെയിൻ സബ്മർജ്ഡ് ഇൻ വാട്ടർ
and motile pollen grains released to the surface, not to the surface, released within. Pollination within the water ആണ് sea grasses. So option ഏതാണ്? First option alone is correct. 2, 3 and 4 are wrong. So the correct option is 1. Then question number 49. Apomictic embryo in citrus arise from. You already studied that in citrus varieties and some mango varieties, some of the nucellar cells surrounding the embryo sac start dividing and protrude into the embryo sac and they develops into embryo. So polyembryonic condition is developed there. So nucellus is the tissue from which embryo arises. Option 2. Then last question of this examination. After double fertilization, mature ovule has. Double fertilization കഴിഞ്ഞ mature ovule. Double fertilization product ഏതൊക്കെയാണ്? പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന ട്രിപ്ലോയിഡ് സെല്ലും പിന്നെ എന്താണ് സൈഗോട്ട് എന്ന ഡിപ്ലോയിഡ് സെല്ലും അല്ലേ? ഇത് രണ്ടുമാണ് പ്രോഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ 1 ഡിപ്ലോയിഡ് സെൽ ആൻഡ് 1 ട്രിപ്ലോയിഡ് സെൽ. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിപ്പീറ്റേഴ്സിൻ്റെ തന്നെ റിവിഷൻ ടെസ്റ്റിൻ്റെ 5ാമത്തെ റിവിഷൻ ടെസ്റ്റ് ആയിരുന്നു. 5ാമത്തെ റിവിഷൻ ടെസ്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഗ്യാമറ്റോജനസിസ് എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്, അതിനുശേഷം വരുന്ന ഇൻസെമിനേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ, ദെൻ അത് ക്ലീവേജ്, ദെൻ ഇംപ്ലാന്റേഷൻ, ഗസ്റ്റേഷൻ, പാർച്യൂറേഷൻ, ഇത്രയും ഇവൻറ്റ്സുകൾ. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി ആയിട്ടിരിക്കുന്നതിൻ്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ എക്സ്പ്ലോഷൻസിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ബെർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ഓർ കോൺട്രാസെപ്റ്റീവ്സ്, ദെൻ MTP, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇൻഫെർട്ടിലിറ്റി, ഇത്രയും ടോപ്പിക്സുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിവിഷൻ ടെസ്റ്റ് ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻസുകൾ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഒരു 2 ക്വസ്റ്റ്യൻ മാത്രമേ NCERT എന്ന് പറഞ്ഞ് ചോദിക്കാം, പക്ഷേ എന്നാലും NCERT തന്നെയാണ്, പക്ഷെ അതിനൊന്ന് മാറ്റി വച്ചിരിക്കുന്ന ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് മൂവ് ചെയ്ത് പോവാം. സെക്ഷൻ എയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് ഡെവലപ്പ് ഡ്യൂറിങ് ദ ഡാഷ് മന്ത് ഓഫ് ഗസ്റ്റേഷൻ എന്നുള്ളതാണ്. ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റുകൾ ഏത് മന്ത് ഓഫ് ഗസ്റ്റേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മന്തിൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് മന്തിലാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫീറ്റസിൻ്റെ എംബ്രിയോയുടെ ഹൃദയം, എംബ്രിയോ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൺ ദി ഫസ്റ്റ് മന്തിലാണ്. ആദ്യ മാസത്തിലാണ് എംബ്രിയോയുടെ ഹൃദയം ഫോം ചെയ്യുന്നത്. സെക്കൻഡ് മന്തിൽ വി ഹാവ് ദ ഡിസ്കഷൻ ദാറ്റ് സെക്കൻഡ് മന്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഫീറ്റസിൻ്റെ ലിംസും ഡിജിറ്റ്സും ഡെവലപ്പ് ചെയ്യുന്നു. ലിംസ് ആൻഡ് ഡിജിറ്റ്സ്, ലിംസുകളും ഡിജിറ്റ്സുകളും അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സുകളെല്ലാം ഫോം ചെയ്യുന്നതാണ് സെക്കൻഡ് മന്തിൽ. തേർഡ് മന്ത് ഓൺവേർഡ്സ്, ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ തേർഡ് മന്ത് ദി ഫീറ്റസിലെ എക്സ്റ്റേണൽ ജെനറ്റീലിയ വിസിബിളാണ്. എക്സ്റ്റേണൽ ജെനറ്റീലിയ വിസിബിളാണ്. മേജർ ഓർഗൻ സിസ്റ്റംസുകളെല്ലാം ഫോം ചെയ്യും. മേജർ ഓർഗൻ സിസ്റ്റംസുകളെല്ലാം ഫോം ചെയ്യുന്നു. പിന്നെ ഫിഫ്ത്ത് മന്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഫീറ്റസ് ഷോ മൂവ്മെൻറ്റ്സ് ആസ് വെൽ ആസ് ദ ഹെഡിൽ ഹെയർ, ഹെഡ് വിത്ത് ഹെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിഫ്ത്ത് മന്തിൽ കാണപ്പെടുന്നത്. പിന്നെ നടക്കുന്ന മേജർ ഇവൻ്റ് പറഞ്ഞിരിക്കുന്നത് സിക്സ്ത് മന്തിലാണ്, 6ാം മാസത്തിലാണ്. 6ാം മാസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് 6ാം മാസത്തിൽ ദാറ്റ് ഈസ് ദ ഫീറ്റസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ദേ സ്റ്റാർട്ടഡ് ഐലിഡ്സ് ടു സെപ്പറേറ്റ്, അതായത് ഐലിഡ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ഐ ലാഷസുകൾ ഫോം ചെയ്യുന്നു, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു, ഐ ലാഷസ് ഫോം ചെയ്യുന്നു. പിന്നെ ബോഡിയുടെ ഹെയേഴ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത കണ്ടീഷൻസുകളാണ് കാണുന്നത്. ഇപ്പോൾ ഫിഫ്ത്ത് മന്ത് ഫീറ്റൽ മൂവ്മെൻറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് ഡാഷ് മന്ത് ഓഫ് ഗസ്റ്റേഷൻ എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ റൈറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, ദാറ്റ് ഈസ് ഫിഫ്ത്ത് മന്ത്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 1,
our answer is option 2. 5th month എന്നുള്ള ഓപ്ഷൻ ക്ലിയർ ആയോ? Capacitation of sperms takes place in the. What is capacitation? Capacitation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവേഷൻ ഓഫ് ദ സ്പേം ആണ്. സ്പേമിൻ്റെ ഹൈപ്പർ ആക്ടിവേഷൻ ഓഫ് സ്പേം എവിടെയാണ് നടക്കുന്നത്? ദാറ്റ് ഈസ് വിത്തിൻ ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകളിൽ, ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകളിൽ വെച്ചിട്ട് സ്പേംസുകൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് മാറുന്ന ഫിനോമിനൻ, ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് വാട്ട്? കപ്പാസിറ്റേഷൻ. കപ്പാസിറ്റേഷൻ ടേക്സ് 6 to 7 hours ഫോർ കംപ്ലീഷൻ. 6 മുതൽ 7 മണിക്കൂർ വരെയാണ് കപ്പാസിറ്റേഷൻ എടുക്കുന്നത്. സോ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ഇൻ ദി എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് വിത്ത് മെയിൽ ബോഡിയിലാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദി ആൻസർ. ടേക്സ് പ്ലേസ് ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ദാറ്റ് വിൽ ബി ദി ആൻസർ. Is the process of sperm penetration through the zona pellucida, and that is called a acrosomal reaction. Is facilitated by seminal vesicles of the secretions of the seminal vesicles. So here rightly choosing answer is option 2. So for question number 2, answer is option 2. Clear ayo? Next question. Question number 3. Spermatids are transformed into spermatozoa by the process called. സ്പെർമാറ്റിഡുകൾ സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നുണ്ട്? സ്പെർമാറ്റോസോവ ആർ ദ റൗണ്ട് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ സ്പേംസ് ആർ ദ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ആൻഡ് ദിസ് സ്പെർമാറ്റിഡ്സ് ആൻഡ് ദാറ്റ് ബിക്കെയിം ദ സ്പേം ഓർ ദ സ്പെർമാറ്റോസോവ ബൈ എ പ്രോസസ്. എന്താണെന്നാണ് ചോദ്യം. And the process which is conversion of the spermatid into spermatozoa is called spermiogenesis. So here spermiogenesis എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. So for question number 3, our answer is option 3. ക്ലിയർ ആയോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. സെവറൽ മാമറി ഡക്റ്റ് ജോയിൻസ് ടു ഫോം എ വൈഡർ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം മാമറി ഗ്ലാൻഡുകളിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാമറി ആൽവിയോളയിലാണ്. അതിൽ നിന്ന് വരുന്ന ട്യൂബുകളെ, ദിസ് ഇസ് മാമറി ആൽവിയോളൈ, റൈറ്റിംഗ് m.alveoli. Then from that we have a mammary tubule. Okay, this is one tubule and this is another tubule. 2 or 3 tubules joins to form mammary duct. 2 or 3 mammary ductuകൾ they get open into a wider region that is called a mammary ampulla. From the mammary ampulla a tube is leading, that is called a lactiferous duct. Through that lactiferous duct they opens at the tip of the nipple. Through that duct baby suck the milk out. Okay, but several mammary duct joins to form what? Answer option mammary ampulla. So question number 4, our right answer is option 4. Okay, next one. For normal fertility, at least dash percentage of sperm must show vigorous motility. For the normal size fertility, the size and shape of the sperm is 60%, while the motility of the sperm for normal fertility rate is 40%. So that is our answer, option 1. So for this question number 5, our answer is option 1, that is 40%. Clear? Next, which of the following is present in seminal plasma? What is meant by seminal plasma? എന്താണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്?
Seminal plasma is seminal plasma. Seminal plasma is the combined secretion and this combined secretion including seminal vesicle, prostate gland and bulbourethral gland. And this seminal vesicle, prostate gland and bulbourethral gland, these glands are together make up a secretion called as seminal plasma along with the duct systems. And in this seminal plasma is slightly alkaline, having a pH of 7.8. pH available ആകുന്ന കണ്ടീഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? ഫ്രക്ടോസ് ഈസ് ദയർ, കാൽഷ്യം ഈസ് ദയർ, ഇനോസിറ്റോൾ ഈസ് ദയർ, prostaglandins are there, and certain enzymes are also present in these secretions. So here, which of the following is present in the seminal plasma? Glucose is not present, lactose illa, maltose illa, കാണുന്നത് ആരാണ്? ഫ്രക്ടോസ് ആണ്. So for this question number 6, answer is option 4. Okay. Next one. Identify the wrongly matched pair. From the following option, which one is the wrongly matched pair? Morula multicellular embryo formed by cleavage of zygote. So zygote is a single-celled structure that will give rise to 8 to 16-celled stage or blastomeres. That condition is said to be as morula. Okay. സോ സൈഗോട്ട് മോറുലയായിട്ട് മാറുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. സെക്കൻഡറി oocyte, പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ oogenesis. നമുക്കറിയാം പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സെക്കൻഡറി ഊഗോണിയം ഡിഫറൻഷിയേറ്റ് ഇൻടു പ്രൈമറി oocyte on division into meiosis 1, and we got the secondary oocyte and the first polar body. And this again on give rise to the large one, that is oocyte, and small one, that is second polar body. And this is meiosis 2. Here it says that in secondary oocyte, product of meiotic division of oogenesis, it is a product of meiosis 1, not the 2. Primary oocyte from the differentiation of oogonium. Oogoniyathil ninnu differentiate ചെയ്തതാണ് primary oocyte ഉണ്ടാകുന്നത്. That is the right choice. Corpus luteum endocrine tissue formed within the ruptured Graafian follicle. Ruptured Graafian follicle ഉണ്ടാകുന്ന സെല്ലാണ്, അതായത് അതാണ് യെല്ലോ കളേർഡ് ഗ്ലാൻഡായിട്ട് മാറുന്നു. ആ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ദ ഹോർമോൺ പ്രൊജസ്റ്ററോൺ. സോ ഹിയർ നമുക്ക് റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന മാച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് സെക്കൻഡറി oocyte, പ്രോഡക്റ്റ് ഓഫ് മിയോസിസ് 1 ആണ്, നോട്ട് ദ 2. സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 7 ഈസ് ഓപ്ഷൻ 2. ഓക്കെ. Next choice. What causes the disintegration of endometrium leading to the menstruation? താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മെൻസ്ട്രുവേഷന് കാരണമാകുന്ന ഫാക്ടർ എന്നാണ് ചോദ്യം. പ്രൊജസ്റ്ററോണിൻ്റെ റിലീസ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ, LH സർജ് എന്നിവരാണ് ഓപ്ഷൻസ്. നമുക്കറിയാം ഡ്യൂറിങ് ദി മെൻസ്ട്രുവൽ സൈക്കിളിനകത്ത് കോർപ്പസ് ലൂട്ടിയം നശിച്ചിട്ട് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും മെൻസ്ട്രുവേഷൻ നടക്കുന്നത്. കോർപ്പസ് ലൂട്ടിയം നശിക്കണമെങ്കിൽ അവിടെ എന്ത് വരരുത്? ഫെർട്ടിലൈസേഷൻ നടക്കരുത്, ഇംപ്ലാന്റേഷൻ നടക്കരുത്. അപ്പോൾ ആൻസർ ഏതാണ്? ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നുള്ളതാണ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. What induces the completion of meiotic division of the secondary oocyte? നേരത്തെ നമ്മൾ വരച്ചിട്ടില്ലേ
ഓർത്ത് നോക്കിയേ, സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി ഊസൈറ്റ് ഊറ്റഡായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നടക്കണം എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ചോദ്യം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ ദ സ്പേം ടച്ചസ് ടു ദി സെക്കൻഡറി ഊസൈറ്റ്. സെക്കൻഡറി ഊസൈറ്റിൽ സ്പേം വന്ന് ടച്ച് ചെയ്യുക. സ്പേം വന്ന് ടച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ്ലി ചൂസ് ചെയ്യാൻ എടുക്കുന്നത് വാട്ട് ഇൻഡ്യൂസസ് ദ കംപ്ലീഷൻ ഓഫ് മിയോട്ടിക് ഡിവിഷൻസ് ഓഫ് ദ സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ദ ആൻസർ വിൽ ബി fertilization. So answer for question number 9 is option 4. Okay. What do you think the doctors inject to induce delivery of the baby? ഒരു ബേബി സ്വാഭാവികമായിട്ടും അതിന് എന്ത് നൽകുന്നില്ല, അതായത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റെയും കൂടെ ചേർന്നിട്ടാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ആൻഡ് ദാറ്റ് വിൽ കോസസ് ദ മെറ്റേണൽ പിറ്റ്യൂട്ടറി ടു റിലീസ് ദ ഹോർമോൺ ഓക്സിറ്റോസിൻ. വെനെവർ ദ ഓക്സിറ്റോസിൻ ഈസ് റിലീസ്ഡ്, ദ യൂട്രൈൻ കോൺട്രാക്ഷൻസ് became further stronger, and stronger uterine contractions causes the expulsion of the amniotic cavity and widening of the birth canal by the relaxin, and baby is expelled out. This process is called a parturition. If this event is happening, it is a normal parturition, but at the certain times the fully developed fetus as well as the placenta do not causes fetal ejection reflex. At that time, what does the doctors inject to induce delivery? And answer is the birth hormone oxytocin. So answer is oxytocin, option 4. Question number 11, which is incorrect? താഴെ നൽകിയിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ്. Menarche is the first menstruation that begins at puberty. Menarche and menopause are the two terms related to the reproductive age. The reproductive age of the female lies in between the menarche and menopause. Menarche is the first menstruation and menopause is the lastest menstruation. So menarche, that is first menstruation that start at puberty. So answer is option 1 is the correct option. Menstruation is the shedding of endometrial lining. During menstruation, endometrial lining got shed off. Okay, that's also correct. Lack of menstruation is a definite indicator of pregnancy. Menstruation absence definite ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഓഫ് പ്രഗ്നൻസി ആണ്. അതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഒരു ഡെഫിനിറ്റ് ഇൻഡിക്കേറ്റർ ആവാത്ത കാരണം എന്താണ്? ബിക്കോസ് ഇൻ ഫീമെയിൽ വിത്ത് പുവർ ഹെൽത്ത്, ഫീമെയിൽ വിത്ത് ആൻസൈറ്റി ടെൻഷൻ, ഫീമെയിൽ വിത്ത് ഹോർമോണൽ ഇംബാലൻസ് ആൾസോ ഡു നോട്ട് പൊസസ് വാട്ട് മെൻസ്ട്രുവേഷൻ. സോ വെനെവർ ദർ ഇസ് എ പുവർ ഹെൽത്ത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് പ്യുവർ ഹെൽത്ത് അല്ലെങ്കിൽ ഡ്യൂ ടു പുവർ ഹെൽത്ത് ഇഫ് മെൻസ്ട്രുവേഷൻ ഈസ് ആബ്സെൻറ്റ്, so that will not be an indicator of pregnancy. It is an indicator not showing pregnancy correctly. So for this question, menarche is the first menstruation, correct. Menstruation is the shedding of endometrial lining, also correct. Lack of menstruation is a definite indication of pregnancy is the wrong statement because it does not may be an indicator, not the correct indicator. Corpus luteum does not persist throughout the pregnancy because after that, the 10th week of gestation, the hormone progesterone secreted from the corpus luteum is taken up by the placenta. But up to the 10th week of pregnancy, corpus luteum is able to secrete progesterone. After that, it is secreted by the placenta. So throughout the pregnancy, corpus luteum is not a necessary factor. So answer option 3. Human chorionic gonadotropin is produced by HCG is a hormone that mimic the LH. LH-നെ mimic ചെയ്യുന്ന ഹോർമോൺ ആണ്, that is the HCG. On the 7th day of formation, അതായത് ആഫ്റ്റർ ഓവുലേഷൻ 7th day വരെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്ത് കഴിഞ്ഞാൽ
അപ് ടു ദ 7th ഡേ വരെ മാത്രമേ ഈ പറയുന്ന ഹോർമോൺ ഏത് HCG LH കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. ആഫ്റ്റർ ദ 7th ഡേ ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ദി ആരാണ് HCG ഹോർമോൺ അതിനെ ടേക്കപ്പ് ചെയ്യണം. അപ്പോൾ മെൻസ്ട്രുവേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? കോർപ്പസ് ലൂട്ടിയം നശിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ എന്ത് നടന്നിട്ടില്ല? ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല. ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം മാത്രമാണ് കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്ത് തുടങ്ങുന്നത്? ഫോം ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്നുള്ളതിൽ വി ഹാവ് ടു റൈറ്റ്ലി ചൂസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് പ്ലാസൻറ്റ. പ്ലാസെൻ്റൽ ഹോർമോൺ ആണ് HCG HPLും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. പ്രൊജസ്റ്ററോൺ ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ. പ്രൊജസ്റ്ററോൺ ആരാണ് സിന്തസൈസ് ചെയ്യുന്നത്? ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോർപ്പസ് ലൂട്ടിയം ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി ഓവറി. ആൻഡ് ദിസ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന പ്രൊജസ്റ്ററോൺ 10th week onwards it is secreted by placenta also. So ovary only, placenta only, ovary and placenta, anterior pituitary എന്നുള്ളതിൽ we have to rightly choose ovary and placenta. So for question number 13, answer option 3. Next one. Which hormone is essential for the maintenance of endometrium during pregnancy? പ്രഗ്നൻസി സമയത്ത് എൻഡോമെട്രിയത്തിൻ്റെ മെയിൻ്റനൻസിന് കാരണമായ ഹോർമോൺ ഏതാണ്? അപ്പോൾ വിച്ച് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം ഡ്യൂറിങ് പ്രഗ്നൻസി? എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദറ്റ് ഈസ് പ്രഗ്നൻസി ഹോർമോൺ അഥവാ പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ എന്ന് വിളിക്കുന്ന പ്രൊജസ്റ്റിറോൺ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3, പ്രൊജസ്റ്റിറോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. Question number 15. During the follicular phase of menstrual cycle, developing follicles secrete. Follicular phase എന്ന് പറയുന്ന ഫേസിന് proliferative ഫേസിനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദ്യം. The hormone that is secreted by this is the hormone ഏതാണ്? That is ഈസ്ട്രോജൻ. അപ്പോൾ ഈസ്ട്രോജൻ ഈസ് ഫോളിക്കിൾസിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ട് menstrual cycle developing follicles secrete ചെയ്യുന്നു and that estrogen rebuild the what? Endometrium. So answer is option 4. Next ചോദ്യം. Presence of dash in blood confirms pregnancy. ബ്ലഡിൽ ഏതിൻ്റെ പ്രസൻസ് ആണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്? മെൻസ്ട്രുവേഷൻ്റെ ആബ്സെൻസ് മേ ബി ആൻ ഇൻഡിക്കേറ്ററേ ആവുന്നുള്ളൂ. ബട്ട് ബ്ലഡ് ലെവൽ ഓഫ് വിച്ച് വൺ? ദാറ്റ് ഈസ് HCG കൺഫേം പ്രഗ്നൻസി. കാരണം HCG ഈസ് ദ ഹോർമോൺ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ഫീമെയിൽ ഹൂ ഈസ് പ്രഗ്നൻറ്റ്. ദാറ്റ് ഈസ് പ്രഗ്നൻസി സമയത്ത് മാത്രം കാണുന്ന 3 ഹോർമോണാണ് HCG, HPL ആൻഡ് റിലാക്സിൻ. സോ റിലാക്സിൻ ലേറ്റർ ഫേസിലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ HCG ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് HCGയുടെ പ്രസൻസ് ഉണ്ട് എങ്കിൽ ആ ലേഡി ഏതാണെന്ന് പറയാം? പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻഡ് HCG ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേവിഡെക്സ് ടെസ്റ്റ് എന്ന് പറയും. ഗ്രേവിഡെക്സ് ടെസ്റ്റ്. ദിസ് ഇസ് ദ ടെസ്റ്റ് ദാറ്റ് ഈസ് പ്രഗ്നൻസിയെ കൺഫേം ചെയ്ത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ്. ദാറ്റ് ഈസ് ഗ്രേവിഡെക്സ് ടെസ്റ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വിമൻ ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി ആർ. പ്രഗ്നൻസി സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നാണ്. സോ ഹിയർ ഈസ്ട്രോജൻ അല്ലാത്ത സമയത്തും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. FSH അല്ലാത്ത സമയത്തും ഉണ്ട്. HCG, പ്രൊലാക്റ്റിൻ, FSH വരത്തില്ല. HCG, HPL ആൻഡ് റിലാക്സിൻ. സോ ആൻസർ ഓപ്ഷൻ 4. മെൻസ്ട്രുവേഷൻ ഈസ് സീൻ ഇൻ. മെൻസ്ട്രുവേഷൻ ആരിലാണ് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓൾ മാമൽസ്, ഓൾ വെർട്ടിബ്രേറ്റ്സ്, ഹ്യൂമൻസ് ഓൺലി, പ്രൈമേറ്റ്സ് ഓൺലി. എല്ലാ മാമൽസിലും മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഓഫ് ദ മാമൽസ് ആർ ഓഫ് 2 types. ഏതൊക്കെയാണ് മാമൽസിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് എന്ന് പറയുന്നത്? വൺ ഈസ് ദ ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് അനദർ വൺ ഈസ് ദി മെൻസ്ട്രുവൽ സൈക്കിൾ. Estrous cycle is the cycle that is present in non-primates. Example, dog,
ഷീപ്പ്, കൗവ്, ഡിയർ, റാറ്റ്, ഈ ഗ്രൂപ്പുകളിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് നോൺ പ്രൈമേറ്റ് സൈക്കിൾ അഥവാ എസ്ട്രസ് സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ദ സൈക്കിൾ ഫൗണ്ട് ഇൻ പ്രൈമേറ്റ് ഫീമെയിൽസ് ലൈക്ക് ദി മാൻ, monkey, ape. So man, monkey, ape ഗ്രൂപ്പിൽ കാണുന്നതാണ് menstrual cycle. So menstruation seen in ഏത് ഗ്രൂപ്പിലാണ്? That is primates only. So answer option 4. Clear ആയോ? Next, the production of testosterone from the Leydig cell is stimulated by പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഫ്രം ദ ലെയ്ഡിക് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നുള്ള ചോദ്യം. അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജനസിസ് എടുത്ത് നോക്കൂ. GnRHൽ നിന്ന് പിറ്റ്യൂട്ടറിയിലെ ഇൻഫ്ലുവൻസിൽ ദർ ഇസ് ദ സെക്രീഷൻ ഓഫ് FSH ആൻഡ് LH. FSH ആക്ട് ഓൺ ദ സെർട്ടോളിസംസ് and LH act on the Leydig cells to stimulate what? Androgen production. So here LH എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. So answer is LH, that is luteinizing hormone. Next ചോദ്യം, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനറ്റേലിയ ഇൻക്ലൂഡ്. ഫീമെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനറ്റേലിയയിലെ ടോപ്പിൽ ഹെയർ പിടിച്ചിരിക്കുന്ന സ്ഥലമായ മോൺസ് പിബീസ്, അതിൽ നിന്ന് താഴേക്ക് വരുന്ന ലേബിയ മെജോറ, അതിൻ്റെ അടിയിൽ കാണുന്ന ലേബിയ മൈനോറ, അത് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ക്ലൈറ്റോറിസ്, പിന്നെ വെജൈനയുടെ ഓപ്പണിങ്ങിൽ കാണുന്ന ഹൈമൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ജെനറ്റേലിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോൺസ് പിബീസ് ഓക്കെയാണ്, ലേബിയ മെജോറ ഓക്കെയാണ്, ലേബിയ മൈനോറ ഓക്കെയാണ്, ഹൈമൻ ഓക്കെയാണ്, ക്ലൈറ്റോറിസ് ഓക്കെയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. സെർവിക്സ് അതിൻ്റെ ഭാഗമല്ല, എൻഡോമെട്രിയം അതിൻ്റെ ഭാഗമല്ല, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെജൈന അതിൻ്റെ ഭാഗമല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൻസറായിട്ട് ഏതെടുക്കാനേ പറ്റൂ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1, ദാറ്റ് ഈസ് മോൺസ് പിബീസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 21. Which of the following organ is not an accessory gland of the male reproductive system? താഴെ നൽകിയിരിക്കുന്നതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അസസറി ഗ്ലാൻഡ് അല്ലാത്തത് ഏത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ അസസറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ അവൈലബിൾ ആണ്, ദെൻ ഇറ്റ് ഹാസ് എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അവൈലബിൾ ആണ്, ദെൻ ഇറ്റ് ഹാസ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് അവൈലബിൾ ആണ്. ഇതല്ലാതെ എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? ദാറ്റ് ഈസ് ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്തുവാണ്? ഇറ്റ് ഈസ് ദ എൻലാർജ്ഡ് ടിപ്പ് ഓഫ് ദി പെനിസ്. പെനിസിൻ്റെ എൻലാർജ്ഡ് ടിപ്പാണ്. അതായത് നമ്മുടെ പെനിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് പെനിസിൻ്റെ ടിപ്പിൽ കാണുന്ന എൻലാർജ്ഡ് എൻഡിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ആൻഡ് ദിസ് ഗ്ലാൻസ് പെനിസ് ഈസ് സറൗണ്ടഡ് ബൈ എ ടിഷ്യൂ, ഒരു സ്കിൻ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് സ്കിൻ ഈസ് കോൾഡ് ഫോർ സ്കിൻ അഥവാ പ്രിപ്യൂഷ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3. The ratio between primary spermatocyte and the sperm is, primary spermatocyte സ്പേമും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആ റേഷ്യോ നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റും ഈസ് ടു സ്പേം എന്ന് പറയുന്ന റേഷ്യോ ദറ്റ് ഈസ് 1:4 ആണ്. സ്പെർമാറ്റോഗോണിയ ചോദിച്ചാലും സെയിം ഇത് തന്നെയാണ് റേഷ്യോ. സ്പെർമാറ്റോഗോണിയ സ്പേം റേഷ്യോ ചോദിച്ചാലും ദറ്റ് ഈസ് 1:4 ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും സ്പേമും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 1:2 ആണ്. കാരണം ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സ്പേംസുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. സോ ഇവിടുത്തെ ചോദ്യത്തിൽ റേഷ്യോ ബിറ്റ്വീൻ പ്രൈമറി സ്പെർമാറ്റോസൈറ്റും സ്പേമും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അത് എത്രയാണ്? 1:4 ആണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ട്രൂ അബൌട്ട് MTP? MTPയെ കുറിച്ച് ട്രൂ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏത്? ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഡൺ ബൈ സർജിക്കൽ പ്രൊസീജിയർ. ഇറ്റ് മേക്സ് എ ഫീമെയിൽ സ്റ്റെറൈൽ. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റി പ്രൊജസ്റ്റോജൻസ്.
അതായത് ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഓർക്കുക, കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണോ ഇത്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണോ അതോ നമ്മൾ MTP എന്തിനാണ് പഠിച്ചത്? ദാറ്റ് ഈസ് കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രഗ്നൻസി. പ്രശ്നമാണെങ്കിലുള്ള അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഡൺ ബൈ സർജിക്കൽ പ്രൊസീജിയർ. അതല്ല, കാരണം നമുക്ക് അബോർഷൻസ് പിൽസ് കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ അബോർട്ട് ചെയ്യാൻ കഴിയുന്ന ഗുളികകൾ കഴിച്ചുകൊണ്ടും നമുക്കിത് ചെയ്യാം. ഇറ്റ് മേക്സ് എ ഫീമെയിൽ സ്റ്റെറൈൽ. ഒരു കാരണവശാലും ഇത് ചെയ്തെന്നും പറഞ്ഞ് ഫീമെയിൽ സ്റ്റെറൈലായി പോവുകയില്ല, കാരണം പിന്നെയും ഫെർട്ടിലിറ്റി കണ്ടീഷൻ വരുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റി-പ്രൊജസ്റ്റോജൻസ്. What is anti-progestogens? That is, they are aborting pills. So here answer for question number 23, option 4, it can be done by the administration of anti-progestogen. Anti-progestigans മാത്രമല്ല, ഏതും കൊടുക്കാം, പ്രോസ്റ്റാഗ്ലാൻഡിൻസും നൽകാറുണ്ട്. Next, which method is advised for those female who cannot produce ovum? ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത സ്ത്രീകൾക്ക് അഡ്വൈസ് ചെയ്ത് നൽകുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതായത് ചില സ്ത്രീകൾക്ക് ഓവം പ്രൊഡക്ഷൻ നടത്തത്തില്ല, പക്ഷെ അവരുടെ യൂട്രസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോർമലാണ്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് നോർമലാണ്, ഓവറിയാണ് ഫങ്ഷണൽ അല്ലാത്തതെങ്കിൽ മറ്റൊരു ഡോണർ ഫീമെയിലിൽ നിന്ന് ഓവറിയിൽ നിന്ന് ഓവം കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ഗമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സോ ആൻസർ ഓപ്ഷൻ 1. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ദാറ്റ് ഈസ് PID എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Is caused by the protozoan called Toxoplasma gondii. Is one of the primary preventable causes of infertility in women. Is common in female who use pills regularly. Pelvic inflammatory disease എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് വായിച്ചല്ലോ. ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ളത് ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. is caused by the protozoan Toxoplasma gondii. Toxoplasma gondii toxoplasmosis, അതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആണ്. ഇസ് വൺ ഓഫ് ദ പ്രൈമറി പ്രിവെൻറ്റബിൾ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻ, അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PID ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻ ഫീമെയിൽസ്. ഇസ് കോമൺ ഇൻ ഫീമെയിൽ ഹൂ യൂസ് പിൽസ് റെഗുലർലി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. Next, abstaining from coitus from day 10 to 17 of the menstrual cycle is a traditional method of contraception because during this period, അതായത് അബ്സ്റ്റെയിനിങ് ഫ്രം കോയിറ്റസിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുക 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ. കാരണം ഈ ദിവസങ്ങളിൽ ഓവുലേഷനും സാധ്യതയുണ്ട്, ഫെർട്ടിലൈസേഷനും സാധ്യതയുണ്ട്. No oocyte will be available in the fallopian tube. Ovulation could be expected. Chances of fertilization very high ആണ്. oogenesis normally takes place അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. Ovulation could be expected. Oral pills inhibit ovulation and implantation. Correct ആണ്. Are irreversible contraceptive method with little side effects. റിവേഴ്സിബിൾ കോൺട്രാസെപ്റ്റീവ് ആണ്. സപ്രസ് സ്പേം മോട്ടിലിറ്റി ബൈ റിലീസിങ് കോപ്പർ അയോൺസ്. സ്പേം മോട്ടിലിറ്റി കോപ്പർ അയോൺസുകളുടെ സാന്നിധ്യത്തിൽ റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആരുടെ കണ്ടീഷനാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി കോപ്പർ റിലീസിങ് IUD ആണ്. ആർ ഓഫൺ യൂസ്ഡ് ആസ് അബോർഷൻ പിൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും തെറ്റ്, ഇപ്പോൾ റോങ്. കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓറൽ പിൽസ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ആൻസർ ഓപ്ഷൻ 1. ദ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് LNG-20 is ingredient hormone releasing IUD ആണല്ലോ LNG-20. What is the full form of LNG? LNGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലീവോനോർജെസ്ട്രോൺ. ഇത് ഒരു സിന്തറ്റിക് പ്രൊജസ്റ്ററോൺ ആണ്, സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊജസ്റ്റജൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നമ്മൾ ഏത് ആൻസർ ചെയ്യും? ദാറ്റ് ഈസ് സിന്തറ്റിക് പ്രൊജസ്റ്റജൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ.
Which among the following statement is incorrect regarding IUDs? IUDs നെ കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? They are small pieces of plastic or metal that are inserted into the uterus. യൂട്രസിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. They promote phagocytosis of sperm within the female reproductive tract. They are often protection from sexually transmitted diseases. Sexually transmitted diseaseനെതിരെ often protection നൽകുന്നത്, that is the only one, കോണ്ടംസ് മാത്രമാണ്. They do not prevent ovulation. ഇവർ ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഇവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർ ഏതിനെ മാത്രമാണ് ചെയ്യുന്നത്? ഇംപ്ലാന്റേഷനെ തടയുന്നതേ ഉള്ളൂ, ഓവുലേഷൻ തടയാൻ ഇവർക്ക് അറിയില്ല. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. കണ്ടുപിടിക്കേണ്ടതായിരുന്നു ഇൻകറക്റ്റ് റിഗാർഡിംഗ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് 3 മാത്രമാണ്. Find the true statement. Surgical method of contraception prevent gamete formation. Surgical method of contraception prevent the gamete formation. തെറ്റ്. അത് gamete formation തടയത്തില്ല, gamete ട്രാൻസ്പോർട്ടിനെയാണ് തടയുന്നത്. Our laws do not permit legal adoption of orphan and destitute child. നമ്മുടെ ലോ ലീഗലി ഏതുണ്ട്? ലീഗൽ അഡോപ്ഷൻ പെർമിറ്റഡ് ആണ്. In ET technique, embryo are always transferred into the uterus. തെറ്റ്. കാരണം സ്വിഫ്റ്റിനകത്ത് transferred into the fallopian tube. IUD they are transferred into the uterus. In IUI technique, fertilization is always in vivo. കാരണം intrauterine insemination അകത്ത് സ്പാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്തോടാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത് ഇൻ വൈവോ ടൈപ്പ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. Next question. Human papilloma virus HPV is the causative agent of human papilloma virus, that is the causative agent of genital warts. Okay, answer genital warts. Genital herpes into the herpes simplex virus. Gonorrhea, that is Neisseria gonorrhoeae. Trichomoniasis, Trichomonas vaginalis. So human papilloma virus is the causative agent of genital warts. Find the incorrect statement. Leftover embryo after a cycle of IVF can be preserved in sub-zero temperature. അതായത് ക്രയോ പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് ഓവർ എംബ്രിയോ, കാരണം കുറേ മാത്രം മൾട്ടിപ്പിൾ എംബ്രിയോസ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കും. 2 or 3 എംബ്രിയോയെ മാത്രം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. The major complication of IVF is the risk of multiple birth. Multiple birth എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്, കാരണം ഒന്നിൽ കൂടുതൽ ബർത്ത് വരാറുണ്ട്. Ovarian hyperstimulation through FSH injections is the initial step in IVF. ഇനീഷ്യൽ ആയിട്ട് നമ്മൾ IVFൽ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓവുലേഷൻ നടത്തുവാനായിട്ട് FSHൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യുന്നു. നിങ്ങൾ മൊയ്റ്റിനകത്ത് പഠിച്ചിട്ടുള്ളത്. In IVF, embryos are always transferred to the biological mother. അത് എപ്പോഴും ബയോളജിക്കൽ മദറിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല, സറോഗേറ്റ് മദറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ഓൾവേസ് ട്രാൻസ്ഫേർഡ് എന്നുള്ളത് തെറ്റാണ്. സോ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 32 ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ചോദ്യം. What causes changes in the cervical mucus and uterine lining, making it harder for a sperm to reach the uterus and harder for a fertilized egg to attach to the uterus? What changes in the cervical mucus and uterine lining make it harder for the sperms? Diaphragm cervical cap blockers ആണ്. സ്പെർമിസൈഡ്സുകൾ സ്പാമിനെ കൊല്ലുന്നവരാണ്. LNG-20 ഉണ്ട്, കോണ്ടംസ് ആൻഡ് ഫെമിഡോംസ് ഉണ്ട്, അത് ബാരിയറാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? LNG-20 എന്ന് പറയുന്ന ഓപ്ഷൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് എ സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റർ? അതായത് ഇതിനകത്ത് SERM കാറ്റഗറിയിൽ വരുന്നത് ആരാണ്? സെലക്റ്റീവായിട്ട് ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റ് ചെയ്യുന്നത് സെൻക്രോമാൻ അഥവാ ഓർമലോക്സിഫീൻ എന്ന് പറയുന്ന നോൺ സ്റ്റിറോയിഡൽ കെമിക്കലാണ്. ആൻഡ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ വിച്ച് ഡ്രഗ്? ദാറ്റ് ഈസ് ഇൻ ദി സഹേലി. ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 34, ആൻസർ ഈസ് ഓപ്ഷൻ 2. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the 4 statement 1 to 4 and answer accordingly. Abortions could happen spontaneously too. നമുക്കറിയാം സ്പോണ്ടേനിയസ് അബോർഷൻസുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. അബോർഷൻസുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കാറുണ്ട്.
Infertility is refined as a inability to produce a viable offspring and is always due to defect in the female partner. മെയിലിൻ്റെ പ്രശ്നം കൊണ്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം. According to 2001 census, per capita population growth rate in India was 0.17 per year. 1.7% എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ക്രോസ്ഡ് 100 crore ഇൻ മെയ് 2000. 100 കോടി തികച്ചു മെയ് 2000. ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് റീഡ് ദ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് അതിനകത്ത് ശരിയായിട്ടുള്ളത്? 1 then 3 സെക്കൻഡും 3 അല്ലേ, രണ്ടാമത്തതും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അവിടെ തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2, ദാറ്റ് ഈസ് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ. ഇത് തെറ്റല്ലേ? അക്കോർഡിംഗ് ടു 2001 സെൻസസ് റിപ്പോർട്ട് പ്രകാരം പെർ ക്യാപിറ്റ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.7% ആണ്, അല്ലാതെ 0.717 അല്ല. സോ 1000 പെർ ഇയർ എന്നല്ലേ, അപ്പോൾ 0.017 വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, ദാറ്റ് ഈസ് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ ഫോൾസ്. ഇനി സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഡ്യൂറിങ് ദ ഡാഷ് ഫേസ് ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ ദ ലൈനിങ് ഓഫ് യൂട്രസ് റീബിൽഡ്. യൂട്രസിൻ്റെ ലൈനിങ് റീബിൽഡ് ചെയ്യുന്നത് എപ്പോഴാണ്? യൂട്രസിൻ്റെ ലൈനിങ് റീബിൽഡ് ചെയ്യുന്നത് പ്രോളിഫറേറ്റീവ് ഫേസിലാണ്. കാരണം പ്രോളിഫറേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റീബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്രോളിഫറേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 36ൻ്റെ ആൻസർ ഓപ്ഷൻ 2. Fertilization of human ovum normally occurs in the uterus, occurs 5 days after ovulation, occurs 7 days before implantation, leads to secretion of HCG within a few hours. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതോ ഇംപ്ലാന്റേഷന് 7 ദിവസം മുൻപ്. സോ occurs 7 days before implantation. So answer is option 3. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് ഹാപ്ലോയിഡ്? ഇതിൽ ഹാപ്ലോയിഡ് ഏതാണ് എന്നാണ് ചോദ്യം. സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റോഗോണിയവും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇവിടെ ഹാപ്ലോയിഡ് സെൽ എന്ന് പറയുന്നത് സ്പെർമാറ്റിഡ് സെല്ലുകളാണ്, ബാക്കി രണ്ടും ഡിപ്ലോയിഡ് സെല്ലുകളാണ്. നെക്സ്റ്റ്, പാർട്ട് ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബ് ക്ലോസർ ടു ദ യൂട്രസ് ഈസ്. യൂട്രസിൻ്റെ അടുത്ത് കാണുന്ന ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്ട് ഏത്? യൂട്രസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്ട് ഏതാണ്? ദാറ്റ് ഈസ് ഇസ്തുമസ്. സംശയമുണ്ടോ? ഇത് വരത്തില്ല. കാരണം നമുക്കറിയാം, ഇത് യൂട്രസിൻ്റെ ലൈനിങ്, യൂട്രസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇസ്തുമസ്, ആംബ്യൂള, ദെൻ ഇൻഫണ്ടിബുലം, ഓവറി. അപ്പോൾ യൂട്രസിൻ്റെ അടുത്ത് വരുന്ന ഭാഗം ഇസ്തുമസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, ദാറ്റ് ഈസ് ഇസ്തുമസ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് അക്രോസോം ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ? അക്രോസോമിൻ്റെ ഫങ്ഷനായിട്ട് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അക്രോസോമിനകത്ത്, സ്പേമിൻ്റെ ടിപ്പിൽ കാണുന്ന അക്രോസോമിൻ്റെ അകത്ത് ധാരാളം എൻസൈംസുകൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദീസ് എൻസൈംസ് ആർ കോൾഡ് സ്പേം ലൈസിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്പേം ലൈസിൻസിൻ്റെ ജോലി എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ മെംബ്രെയിൻസിനെ ഡൈജസ്റ്റ് ചെയ്യുക ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ, ടു ഡൈജസ്റ്റ് എഗ് കോട്ട് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് എഗ്ഗ് കോട്ടുകളെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്രോസോമിൻ്റെ ഫങ്ഷൻ. ഇൻ ഹ്യൂമൻ ദ ക്രോമസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആൻഡ് സ്പെർമാറ്റോഗോണിയ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2n ആണ്, സ്പെർമാറ്റോഗോണിയയും 2n ആണ്. സോ രണ്ടുപേരിലും 46 വെച്ച്, സോ 46 ഈച്ച്. സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടത്തിൻ്റെ സാക്ക് എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ദ ടെസ്റ്റിസ്, പ്രൊവൈഡ് ലോ ടെമ്പറേച്ചർ ഫോർ സ്പേം ഫോർമേഷൻ. യൂറിത്ര ഇൻ മെയിൽ ട്രാൻസ്പോർട്ട്. യൂറിത്രയിലൂടെയൊക്കെ എന്തൊക്കെ ട്രാൻസ്പോർട്ട്? സ്പേം വരാറുണ്ട്, സെക്രീഷൻസ് ഓഫ് ദ അസസറി ഡക്റ്റുകൾ, ഗ്ലാൻഡുകൾ വരാറുണ്ട്, യൂറിൻ വരാറുണ്ട്. പക്ഷേ ആൻഡ്രോജൻ വരത്തില്ല. കാരണം ആൻഡ്രോജൻ ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, യൂറിത്രയിലൂടെ അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ചിങ് പെയർ. ലിപ്സ് ലൂപ്പ് നോൺ മെഡിക്കേറ്റഡ് IUD ആണോ? ലിപ്പീസ് ലൂപ്പ് അതെ. ലിപ്പീസ് ലൂപ്പ് നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് ആണ്. സെർവിക്കൽ ക്യാപ്പ് റീയൂസബിൾ ബാരിയർ യൂസ്ഡ് ബൈ ബോത്ത് സെക്സ് എന്നുള്ളത് തെറ്റ്. നോക്കൂ, രണ്ട് സെക്സും സെർവിക്കൽ ക്യാപ്പ് ഉപയോഗിക്കാറില്ല, ഫീമെയിൽ സെക്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. LNG-20 ഹോർമോൺ റിലീസിങ് IUD ആണ്.
മൾട്ടി ലോഡ് 375 കോപ്പർ റിലീസിംഗ് ആണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 45. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഗീവ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ശ്രദ്ധിക്കേണ്ട അടുത്ത വാക്കുകൾ ലോങ് ലാസ്റ്റിംഗ് റിവേഴ്സിബിൾ കോൺട്രാസെപ്ഷൻ. ലോങ് ലാസ്റ്റിംഗ് റിവേഴ്സിബിൾ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആകുമ്പോൾ ഏതെഴുതാം? IUD എഴുതാം. ഇറിവേഴ്സിബിൾ ആയിരുന്നുവെങ്കിൽ ഏതെഴുതാൻ പറ്റും? വാസക്ടമിയെ എഴുതാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ 1 IUD. What occurs during the 7-day gap of oral pill intake schedule? ഓറൽ പിൽസ് കഴിക്കുമ്പോൾ 7 ദിവസത്തെ ഗ്യാപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന ഗ്യാപ്പ് ഫോർവേഡ് ലീവ് ഫോർ മെൻസ്ട്രുവേഷൻ. proliferation of endometrium, disintegration of endometrium. Disintegration of endometrium is called what? Menstruation. In vitro production of embryo by directly injecting the sperm nuclei into the ovum is called. Spermന്റെ nuclei directly ഓവത്തിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ICSI, that is ICSI, intracytoplasmic sperm injection. Next. Who received a Nobel Prize in 2010 for the discovery of IVF technology? IVF technology 2010 റോബർട്ട് എഡ്വേർഡിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. സോ റോബർട്ട് എഡ്വേർഡ് എന്ന് പറയുന്ന ആളും പാട്രിക് സ്റ്റെപ്റ്റോ എന്ന് പറയുന്ന 2 പേരും കൂടെ ചേർന്നിട്ടാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത് IVF. അവരുടെ ശ്രമഫലമായിട്ട് 1927 വർഷത്തിലാണ് 28 ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ജനിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ലൂയി ബ്രൗൺ. പക്ഷെ അതിനുള്ള സമ്മാനം ലഭിക്കുന്നത് 2010 അതാണ് വ്യത്യാസം. ഓക്കെ. Shift is an assisted reproductive technology where the zygote or early embryo up to 8 blastomere is transferred into the fallopian tube. So first option. Or early embryo with a more than 8 വരത്തില്ല. Or early embryo up to 8 blastomere transferred into uterus വരത്തില്ല. Or early embryo with more than 8 blastomere വരത്തില്ല. So answer എന്ന് പറയുന്ന ഓപ്ഷൻ 1 തന്നെയാണ്. What is true about vasectomy? Vasectomy എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ മെയിൽ ആണ്. വാസക്ടമി ചെയ്യുമ്പോൾ പേഴ്സൺ അണ്ടർഗോണിങ് വാസക്ടമി ഡസ് നോട്ട് പ്രൊഡ്യൂസ് സെമൻ. നമ്മൾ പഠിച്ചു അത് ഗമീറ്റിൻ്റെ ബ്ലോക്ക് മാത്രമേ വാസക്ടമി ചെയ്യുള്ളൂ. ഏത് ചെയ്യത്തില്ല? ദാറ്റ് ഈസ് സ്പേമിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കത്തില്ല, ട്രാൻസ്പോർട്ടിനെ മാത്രം ബാധിക്കും. സ്പേം പ്രൊഡക്ഷൻ സ്റ്റോപ്സ് ആഫ്റ്റർ, അത് തന്നെയല്ലോ മേലെ എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ വാസക്ടമി ഇജാക്കുലേറ്റഡ് സെമനകത്ത് സെമൻ വരും, പക്ഷെ അതിനകത്ത് എന്ത് കാണില്ല? സ്പേം കാണില്ല. അത് കറക്റ്റ്. ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവത്തില്ല, കാരണം നമ്മൾ ടെസ്റ്റിസിനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നത് ഡക്റ്റിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ട്രൂ അബൌട്ട് വാസക്ടമി? സോ ആൻസർ ഈസ് ആഫ്റ്റർ വാസക്ടമി ഇജാക്കുലേറ്റഡ് സെമൻ ഈസ് വിത്തൗട്ട് സ്പേം. സോ ആൻസർ ഓപ്ഷൻ 3. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിവിഷൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന 2 ചാപ്റ്ററിൽ നിന്നുള്ള 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ റിവിഷൻ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള സമയം കുറയുന്നു, പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാത് ടോപ്പിക് റിവൈസ് ചെയ്യുമ്പോഴുള്ള സംശയങ്ങളെല്ലാം വീണ്ടും നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് പോകണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേര് മാത്രമാണ് സജീവമായിട്ടുള്ളത്. അധികമാരും സംശയങ്ങളൊന്നും ചോദിക്കാമെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം ഫുൾ മാർക്ക് വാങ്ങിക്കും എന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ അത് നടക്കുന്നുമില്ല. അപ്പോൾ ഡൗട്ടും ഇല്ല, ഫുൾ മാർക്കും വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ പഠിത്തം കുറച്ച് കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ കൊണ്ടുവരിക, കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ ദെൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.